السلام عليكم ورحمة الله وبركاته. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. اللهم لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويوم يعض الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا يا ويلتى ليتني لم أتخذ فلانا خليلا لقد أضلني عن الذكر بعد إذ جاءني وكان الشيطان للإنسان خذولا. وقال الرسول يا رب إن قوم اتخذوا هذا القرآن مهجورا. صدق الله العلي العظيم وصدق وبلغ رسوله الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ചരിത്ര പ്രസിദ്ധമായ ആദൂർ ജാറമത്ത് അംറൂസിന്റെ 6ാമത്തെ ദിവസത്തെ പരിപാടിയിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരായ സയ്യിദന്മാരുടെ പാരത്രിക ലോകം ഉന്നതമായ ദറജ നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അവരുടെ തണലിൽ ജീവിക്കാൻ അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. ജീവിച്ചിരിക്കുന്ന സയ്യിദ് കുടുംബത്തിലെ ബഹുന്യരായ മുത്തു തങ്ങളടക്കമുള്ള പ്രഗത്ഭരായ എല്ലാ സയ്യിദന്മാരും അല്ലാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അവരുടെ തണലിൽ ഇസ്സത്തോടുകൂടി ജീവിക്കാൻ അല്ലാഹു നമ്മൾക്കും തൗഫീഖ് നൽകട്ടെ. ഇവിടെ സ്വാഗത ഭാഷണം നടത്തിയ ആദരണീയരായ നമ്മുടെ ജമാഅത്തിന്റെ കരുത്തനായ മുദല്ലിസ് ആദം ദാരിമി ഉസ്താദ് അവർകൾ, മറ്റുള്ള ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന നമ്മുടെ ജമാഅത്തിന്റെ കമ്മിറ്റി ഭാരവാഹികൾ, ഈ മഹത്തായ സദസ്സിൽ ഒരുമിച്ച് കൂടിയ സ്നേഹനിധികളായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹത്തായ സംഗമം സ്വാലിഹായ അമലായി സ്വീകരിക്കുന്നതോടൊപ്പം നാഫിയായ ഇൽമും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമ്മൾക്ക് പുറത്തു തരികയും ശിഷ്ടകാലം തെറ്റു ചെയ്യാതെ ജീവിക്കാനും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് പുഞ്ചിരിയോടെ ലോകത്തോട് വിട പറയാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. വിഷയം ഇവിടെ ഏൽപ്പിക്കപ്പെട്ടത് ലഹരിയിലും സോഷ്യൽ മീഡിയയിലും അടിമപ്പെടുന്ന യുവതി യുവാക്കൾ എന്നാണ്. കുറച്ചു മുമ്പ് ഈ ലഹരിയുടെ വിഷയത്തിൽ സ്ത്രീകളെ ഉൾപ്പെടുത്താറുണ്ടായിരുന്നില്ല. ഇപ്പൊ സ്ത്രീകളെ ലഹരിയിൽ ഉൾപ്പെടുത്താൻ തുടങ്ങി എന്നുള്ളതാണ് വിഷയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ലഹരി എന്ന് പറയുമ്പോ കുറച്ചു മുമ്പൊക്കെ പുരുഷന്മാരെ കുറിച്ചാ പറയാം. കള്ളാണെങ്കിലും അഞ്ചാവാണെങ്കിലും മയക്കുമരുന്നാണെങ്കിലും പുരുഷന്മാരെ കുറിച്ചാ പറയാം. പക്ഷെ ഇന്ന് അത് സ്ത്രീകളെയും കൂടി ഉൾപ്പെടുത്താൻ തുടങ്ങി എന്നുള്ളത് വലിയൊരു അത്ഭുതമാണ്. നമ്മുടെ അശ്രദ്ധയാണ് അത് വിളിച്ചോതുന്നത് എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. 2-3 വർഷങ്ങളായി ആദൂറിലെ ഈ മഹത്തായ ഉറൂസിന് വിളിക്കാറുണ്ട്. വരാൻ താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ പലപ്പോഴും പല രീതിയിലും വരാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. ഇപ്രാവശ്യവും ഒരു നിലക്കും വരാൻ പറ്റിയ ഒരു സാഹചര്യമല്ലായിരുന്നു. പക്ഷെ ഞാൻ നിരന്തരമായിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും അത് അഹങ്കാരാണെന്നേ പറയും. ഇന്നടക്കം എന്നോട് ഒരാൾ പറഞ്ഞു, എവിടെയോ ഒരു ഫംഗ്ഷന് പോയപ്പോ ഒരാളോട് പറഞ്ഞു, ഉദവി പണ്ടത്തെ പോലെയല്ല, ഇവിടെ ഡേറ്റൊന്നും ചോദിച്ചാൽ തരുന്നില്ല.
അപ്പൊ അതുപോലെ നിങ്ങളും പറയുമെന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ സാദിഖിനോട് പ്രത്യേകം പറഞ്ഞിരുന്നു, എന്റെ ഡേറ്റ് അവനറിയാം. ഞാൻ ഇന്നലെ പാലക്കാട് ജില്ലയിലായിരുന്നു, നാളെ വയനാടിനടുത്താണ് പരിപാടി. അപ്പോ എന്ത് കുറച്ച് യാത്ര ചെയ്താലും കുഴപ്പമില്ല, നാളത്തേക്കാണ് ഡേറ്റ് ചോദിച്ചത്. അപ്പൊ നാളത്തെ ഡേറ്റ് മാറ്റാൻ പറ്റുമോ എന്ന് ഒന്നിങ്ങനെ നോക്കി, പക്ഷെ കഴിയുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ഡേറ്റ് ഇൻഷാ അല്ലാഹ് എന്തായാലും ഇവിടെ വരണം എന്ന ആഗ്രഹം കൊണ്ട് തന്നെ ഞാൻ വന്നതാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മുടെ ഈ ബന്ധങ്ങളും ഈ ഒത്തൊരുമയും ഈ ഒരുമിച്ച് കൂടലും അല്ലാഹു ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് കടക്കാൻ 10 മണിയായി ഏകദേശം. എല്ലാ സ്ഥലത്തും ആള് നിർത്തുന്ന സമയമാണ്. പക്ഷെ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ എല്ലാ സ്ഥലത്തും ബഹുഭൂരിഭാഗം സ്ഥലങ്ങളിലും ആള് തുടങ്ങണമെങ്കിൽ 9:30 ആവണം. പൊതുവെ അതിന് വിപരീതമായി കണ്ട 2 മഹല്ലുകൾ, ഒന്ന് നായന്മാർ മൂലയും 2 ചെറുക്കളയുമാണ്. നായന്മാർ മൂലയിൽ ഒരു നിയമമുണ്ട്, 9 മണിക്ക് ശേഷം പ്രസംഗിക്കാൻ പാടില്ല. ഉസ്താദ് വരുന്നത് 8:45 15 മിനിറ്റ് പ്രസംഗിച്ചിട്ട് പ്രസംഗം നിർത്താം. ചെറുക്കളത്തും അതുപോലെ 9 മണിക്ക് ശേഷം പ്രസംഗിക്കാൻ പാടില്ല എന്നാണ് നിയമം. എന്ന് വെച്ച് അവിടെ തീരെ ആളുകൾ ഇല്ലായിരിക്കും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഈ സ്ഥലങ്ങളിലൊക്കെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് തുടങ്ങുന്നത് കൊണ്ട് തീരെ ആളുകൾ ഉണ്ടാവൂല, ജനപങ്കാളിത്തം ഉണ്ടാവൂല എന്ന സംശയം ഉണ്ടെങ്കിൽ അടുത്ത വർഷം റബീഉൽ അവ്വൽ ആകുമ്പോ 2 സ്ഥലത്തേക്കും നിങ്ങൾ വന്നാൽ മതി. നല്ല ജനബാഹുല്യം കൊണ്ട് കാസർഗോഡ് ജില്ലയിൽ വേറിട്ട് നിൽക്കുന്ന 2 സ്ഥലങ്ങളാണ്. ഏതായാലും നമ്മുടെ നാട്ടില് വളരെ നേരത്തെ തുടങ്ങുന്നത് കൊണ്ട് ജനങ്ങളുടെ പങ്കാളിത്തം കുറയൂല എന്നെനിക്ക് ഉറപ്പാണ്. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കണം. അങ്ങനെ ഒരു 10 മണിക്ക് നമ്മൾക്ക് നിർത്താൻ കഴിഞ്ഞാൽ എല്ലാവർക്കും നാളത്തെ സുബഹി നിസ്കാരം വളരെ തൃപ്തിയോടുകൂടി റാഹത്തായി നിസ്കരിക്കാൻ കഴിയും. നമ്മൾക്കൊക്കെ അറിയാം, വാള് കഴിഞ്ഞ് വളരെ വൈകി ഉറങ്ങിയാൽ സുബഹി നിസ്കാരമൊക്കെ ഒരു കഥയാണ്. ആ ഒരു ഉറക്കച്ചടവോടുകൂടി തഹജ്ജുദ് ചിലപ്പോൾ നിസ്കരിക്കാൻ കഴിയില്ല, അലാം വെച്ചാൽ ചിലപ്പോ എണീക്കാൻ കഴിയില്ല, തഹജ്ജുദ് ചിലപ്പോൾ ജമാഅത്തിന് ഇഷ്ടപ്പെടും. ഇതൊക്കെ സ്വാഭാവികമാണ്. ഉറങ്ങാൻ 2 മണി 3 മണി 1 മണിയൊക്കെ ആയാൽ. നേരെ മറിച്ച് 10 മണിക്ക് കൃത്യമായി നമ്മൾക്ക് ഉറങ്ങിയാൽ ഒരു കുഴപ്പമില്ല, അലാമിന്റെ പോലും ആവശ്യമില്ലാതെ കൃത്യസമയത്ത് എണീക്കാനും നമ്മൾക്ക് കഴിയും. അതുകൊണ്ട് ഒന്ന് മാറി ചിന്തിച്ചാൽ അതൊക്കെ വളരെ ഉപകാരമാകും എന്ന് ഞാൻ എന്നോടും നിങ്ങളോടൊക്കെ വളരെ സ്നേഹത്തോടെ അറിയിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, പൊതുവെ ഞാനങ്ങനെ വിഷയം ഇവിടെ കൊടുക്കാറില്ല. വിഷയം കൊടുത്താലുള്ള കുഴപ്പം ഇതാണ്, എല്ലാവർക്കും വേണ്ട വിഷയം ഒന്ന് സോഷ്യൽ മീഡിയ ആണ്, ഒന്ന് ലഹരിയാണ്. ഇവിടെ ഞാൻ വിഷയം കൊടുത്തിട്ടൊന്നുമില്ല. ഇവിടെ ഈ വിഷയം കൊടുത്തു. പിലാങ്കട്ടയിൽ എന്റെ നാട്ടിൽ കുറച്ചു മുമ്പ് ഒരു പരിപാടി ഉണ്ടായിരുന്നു, അവിടെ ഞാൻ വിഷയം കൊടുത്തിട്ടില്ല. പക്ഷെ അവിടെ നോട്ടീസിൽ കണ്ട വിഷയം ലഹരിയും യുവാക്കളാണ്. അപ്പൊ എല്ലാവരും ഒരേ വിഷയം എല്ലാവരും കൊടുക്കാം. അതുകൊണ്ട് വിഷയം പല സ്ഥലത്തും ഞാൻ കൊടുക്കാറില്ല. എന്തായാലും സംഘാടകർ സൂചിപ്പിച്ച വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഇങ്ങനെ അത് പറയാറാണ് പതിവ്. പിന്നെ ആ ദിവസം നോക്കിയിട്ട് അതിനനുസൃതമായിട്ടുള്ള ഒരു വിഷയം നോക്കിയിട്ട് അനുയോജ്യമായ സമയവും സാഹചര്യം നോക്കിയിട്ടൊക്കെ പ്രസംഗിക്കാറാണ് പതിവ്. ഏതായാലും ഞാൻ നേരെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോ ഈ വിഷയം ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ലഹരി, സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റായ ആളുകൾ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ടാവും. നമ്മുടെ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ സജീവമായി ഇഷ്ടംപോലെ ആളുകൾ ഇവിടെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ മൊബൈലിന്റെ എത്ര സമയം നമ്മൾ ഉപയോഗപ്പെടുത്തി, ഒരു ദിവസം എത്ര സമയം മൊബൈലിന് വേണ്ടി ചെലവഴിച്ചു എന്നറിയാനുള്ള സംവിധാനം മൊബൈലുണ്ട്. ഇപ്പൊ രാത്രിയാകുമ്പോൾ ഒന്ന് നോക്കിയാൽ മതി, അപ്പൊ കാണിച്ചു തരും ഇന്ന് 10 മണിക്കൂർ നേരം നീ മൊബൈൽ ഫോൺ ഉപയോഗിച്ചു. ആ മൊബൈൽ ഫോൺ നീ ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ 10 മണിക്കൂർ എന്തിനൊക്കെ ഉപയോഗിച്ചു എന്നും കൂടി അതിൽ കാണിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഒരു 5 മണിക്കൂർ, ഖുർആൻ റീഡിങ് ഒരു 5 മിനിറ്റ്, അതേപോലെ പിന്നെ വേറെന്താ പുസ്തകം വായിക്കുന്ന ആളുണ്ടെങ്കിൽ അങ്ങനെ ഓരോ മേഖലകളിലേക്ക് ഗാലറി, അതിനൊരു 10 മിനിറ്റ്, അങ്ങനെ ഓരോ സമയം എത്ര സമയം ഇന്ന് നീ മൊബൈൽ ഫോൺ ഉപയോഗിച്ചു എന്ന് ഏകദേശം ഇന്നത്തെ എല്ലാ സ്മാർട്ട് ഫോണിലും ഈ സംവിധാനം ഉണ്ട്. ഒരാഴ്ചയാകുമ്പോ അതിന്റെ ഒരാഴ്ചത്തെ കണക്ക് വരും. ഈ ഒരാഴ്ചയിൽ നിന്റെ എത്ര ശതമാനം സമയം നീ ഫോണിന് വേണ്ടി ചെലവഴിച്ചു എന്നൊക്കെ നമ്മുടെ മൊബൈൽ ഫോൺ കൃത്യമായി കാണിച്ചു തരും. അതൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മളിൽ ബഹുഭൂരിഭാഗം ആളുകളും ഇപ്പൊ 24 മണിക്കൂറാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ 24 മണിക്കൂറിൽ ഒരു 8 മണിക്കൂർ നമ്മൾ ഉറങ്ങാൻ ഉപയോഗിച്ചാൽ ബാക്കിയുള്ളത് ഏകദേശം ഒരു 16 മണിക്കൂറാണ്. 8 മണിക്കൂർ ഉറങ്ങാൻ ഉപയോഗിച്ചാൽ ബാക്കിയുള്ളത് ഒരു 16 മണിക്കൂറാണ്. ആ 16 മണിക്കൂറിൽ ഒരു 10 മണിക്കൂർ നേരെങ്കിലും ബഹുഭൂരിഭാഗം ആളുകളും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും. എല്ലാവരും ഒന്ന് പരിശോധിച്ചാൽ മതി.
ബാക്കിയുള്ള 4 മണിക്കൂറിലാണ് നമ്മുടെ ഭക്ഷണം, നമ്മുടെ നിസ്കാരം, പിന്നെ നമ്മുടെ ടോയ്ലറ്റിംഗ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള ഒരു 4 മണിക്കൂറിലാണ്. 14 മണിക്കൂർ, 10 മണിക്കൂർ, ഞാൻ ഒരു ആവറേജ് പറഞ്ഞതാണ്. അതിനേക്കാളും കൂടുതൽ സമയം മൊബൈൽ ഉപയോഗിക്കുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവാം. അപ്പൊ ലഹരി പോലെയുള്ള ഒരു അഡിക്ഷനാണ് മൊബൈൽ എന്ന് ഞാൻ സാധാരണമായി ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ മൊബൈലുകളൊക്കെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള വലിയൊരു സംവിധാനമാണ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക. ഫേസ്ബുക്കിനെ നമ്മൾ വിമർശിക്കാൻ പാടില്ല. അതേപോലെ ഇൻസ്റ്റാഗ്രാം ആയാലും എന്തായാലും വാട്സപ്പ് ആയാലും ഒന്നും വിമർശിക്കപ്പെടേണ്ട വസ്തുക്കളല്ല, നിരുത്സാഹപ്പെടുത്തേണ്ട വിഷയങ്ങളല്ല. വ്യക്തികൾ അവരവരുടെ മെന്റാലിറ്റി അനുസരിച്ച്, ഓരോ ആളുകൾ അവരവരുടെ മൈൻഡ് അനുസരിച്ച് നിയന്ത്രിക്കേണ്ട ഒരു വിഷയമാണ്. ഫേസ്ബുക്കിൽ നിന്നാണ് ഇന്ന് നമ്മൾക്ക് ജനറൽ നോളജ് ലഭിക്കുക. ഒരു പത്രം വായിച്ച് ലഭിക്കുന്നതിനേക്കാളൊക്കെ വിവരം ലഭിക്കുക ഫേസ്ബുക്കിൽ നിന്നാണ്. ഒരു പത്രത്തിൽ നിന്ന് ഇന്നലെ നടന്ന വാർത്തകളെ ഉണ്ടാവുള്ളൂ. ഫേസ്ബുക്ക് ആണെങ്കിൽ ഇപ്പൊ നടന്ന വാർത്ത സെക്കൻഡുകൾ കൊണ്ട് നമ്മൾക്ക് വായിക്കാൻ കഴിയും. അത് മാത്രമല്ല, ഒരു പത്രമല്ല, ഇഷ്ടംപോലെ പത്രങ്ങൾ ഒരേ സമയത്ത് നമ്മൾക്ക് ഫേസ്ബുക്കിലൂടെ വായിക്കാൻ കഴിയും. അതേപോലെ പല ആളുകളുടെ ലേഖനങ്ങൾ കാണും, ട്വീറ്റുകൾ കാണും, പല സംഭവങ്ങൾ, വീഡിയോകൾ ഒക്കെ കാണാൻ കഴിയും. അതുകൊണ്ട് ഇതൊന്നും ഒരു നിരുത്സാഹപ്പെടുത്തേണ്ട വിഷയമല്ല എന്നാണ് എനിക്കിതിന്റെ തുടക്കത്തിൽ പറയാനുള്ളത്. പക്ഷേ എന്നാലും അമിതമായുള്ള ഉപയോഗം നമ്മുടെ കണ്ണിനെ, നമ്മുടെ ശരീരത്തെ ബാധിക്കുമെന്നാണ്. അതിന്റെ റേഡിയേഷനും മൊബൈൽ ഫോണിൽ ഉണ്ടാകുന്ന ആ ചൂടൊക്കെ ക്യാൻസറിന് വരെ കാരണമാകുന്നുണ്ട് എന്നൊരു പഠനമുണ്ട്. മൊബൈൽ ഫോൺ നിരന്തരമായി പോക്കറ്റിലിട്ട് നടക്കുന്നത്, അത് നിരന്തരമായി ഇടതടവില്ല, അഥവാ ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെ മൊബൈൽ ഫോൺ ഇങ്ങനെ നോക്കി നിൽക്കുന്നതൊക്കെ കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെടാനും, അതേപോലെ അതിന്റെ ആ ഊഷ്മാവ്, അതിന്റെ ചൂട് നമ്മുടെ ശരീരത്തിലേക്ക് സ്പർശിക്കുന്ന രീതിയിൽ നെഞ്ചോട് ചേർത്ത് വെക്കുന്നത്, നമ്മുടെ തുടകളോട് ചേർത്ത് വെക്കുന്നത്, ഇതൊക്കെ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾക്ക് വരെ കാരണമാകുമെന്നൊക്കെ പഠനം വ്യക്തമാക്കി പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ ഒന്ന് സൂക്ഷിക്കുക എന്നാണ് സാന്ദർഭികമായി ഉണർത്താനുള്ളത്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ. 3 ആളുകൾ, ഒരാൾക്ക് 3 കാര്യമുണ്ടായാൽ, സലാസുൻ മൻ കുന്ന ഫീഹി, ഒരാൾക്ക് 3 കാര്യങ്ങൾ ഉണ്ടായാൽ, വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം അവർക്ക് ലഭിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതൊക്കെയാണ് ആ 3 കാര്യങ്ങളെന്ന് നമ്മൾ പഠിക്കുക. എന്നിട്ട് ഈ 3 കാര്യങ്ങൾ നമ്മുടെ മക്കളിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ, നമ്മുടെ മക്കളിൽ സന്നിവേശിപ്പിക്കാൻ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ തയ്യാറായാൽ മയക്കുമരുന്നിൽ നിന്നവരകലും, മൊബൈൽ ഫോണിൽ നിന്നവരകലും, മറ്റുള്ള എല്ലാ അനാവശ്യമായ വിഷയങ്ങളിൽ നിന്നും സ്വാഭാവികമായി അവരകലും. അതിൽ സംശയമേ വേണ്ട. കാരണം ഹലാവത്തുൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം ലഭിക്കണമെങ്കിൽ 3 കാര്യം ഉണ്ടാവണം. ആ 3 കാര്യം ഉണ്ടായാൽ അവൻ ഈമാനിന്റെ രുചി അനുഭവിച്ചവനാണ്, ഈമാനിന്റെ ടേസ്റ്റ് മനസ്സിലാക്കിയ ആളാണ്, ഇതിന്റെ മാധുര്യം അനുഭവിച്ച ആളാണ്. ഏതൊക്കെയാണ് ആ 3 കാര്യം പറഞ്ഞത്? നീ ബേജാറാവണ്ട, 50ാമത്തെ തട്ടിൽ ഞാൻ 1ാമത്തെ തട്ടിൽ എന്നെ കാണൂല എന്ന് പറഞ്ഞ് ബേജാറ. എന്നെ ഒരാൾ അനുസരിച്ചാൽ, അതേപോലെ അല്ലാഹുവിനെ ഒരാൾ അനുസരിച്ചാൽ, അല്ലാഹുവും അവന്റെ റസൂലും പറഞ്ഞതുപോലെ ഒരാൾ അമൽ ചെയ്താൽ, വഅല്ലദീന അൻഅംത അലൈഹിം മിനൻ നബിയീന, മഹാന്മാരായ പ്രവാചകന്മാരുടെ കൂടെ തന്നെ സ്വർഗ്ഗം കിട്ടുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. മറ്റേ കഅബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത് സുജൂദ് വർദ്ധിപ്പിക്കണമെന്നാണ്, എന്റെ കൂടെ സ്വർഗ്ഗത്തിലെത്താൻ സുജൂദ് വർദ്ധിപ്പിക്കണമെന്നാ പറഞ്ഞത്. എന്നാൽ മറ്റൊരു ഹദീസാണ്, മഹാനായ ഹസൻ എന്നവരെ, ഹുസൈൻ എന്നവരെ, അലി എന്നവരെ, ഫാത്തിമ എന്നവരെ അന്ന് ജീവിച്ചിരിപ്പുള്ള തങ്ങന്മാരാണിവർ. അന്ന് ജീവിച്ചിരിപ്പുള്ള തങ്ങന്മാര് ഈ 4 ആളുകളാണ്. അത് നമ്മൾ ആലോചിക്കണം. അന്ന് വേറെ തങ്ങന്മാരില്ല. ഫാത്തിമ, അലി, ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹും അന്ന് ജീവിച്ചിരിപ്പുള്ള തങ്ങന്മാരവരാണ്. ഇനി ഹസൻ റളിയല്ലാഹു അൻഹുവിന് മക്കളുണ്ടെങ്കിൽ നബി തങ്ങൾ അവരെ ഉൾപ്പെടുത്തുമായിരുന്നു.
അവർക്ക് മക്കളുണ്ടെങ്കിൽ അവരെ ഉൾപ്പെടുത്തുമായിരുന്നു. പക്ഷെ അവർക്കൊന്നും മക്കളില്ല, അവരൊക്കെ ചെറിയ കുട്ടികളാണ്. അപ്പൊ അന്നുള്ള തങ്ങന്മാരെ കാണിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഇവരെ ഇഷ്ടപ്പെട്ടാൽ എന്നെ ഇഷ്ടപ്പെട്ടതിന് സമാനമാണ്, എന്റെ കൂടെ സ്വർഗത്തിലെത്തും. പിന്നെ നബി തങ്ങൾ വഫാത്തായി. പിന്നെ അവരുടെ ശേഷം അവരുടെ മക്കൾ അന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ സ്വാഭാവികമായി നബി തങ്ങൾ അവരെ ഉൾപ്പെടുത്തും. അവരുടെ മക്കളുണ്ടെങ്കിൽ അവരെയും ഉൾപ്പെടുത്തും. അപ്പൊ നബി തങ്ങൾ വഫാത്തായി. അപ്പൊ ആ പരമ്പരയിൽ നിന്നുണ്ടാകുന്ന എല്ലാ ആളുകളും, എല്ലാ നബി തങ്ങളുടെ ഏത് കുടുംബമായാലും അവരെ നമ്മൾ എന്ത് ചെയ്യാ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ചോരയാണ്, നബി തങ്ങളുടെ രക്തമാണെന്ന രീതിയിൽ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ നമ്മൾ തയ്യാറായാൽ, നമ്മുടെ അയൽവാസിയായിരിക്കാം, നമ്മളവരെ വില കുറച്ച് കാണാൻ പാടില്ല, സയ്യിദന്മാരാണവർ എങ്കിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ നാളെ സ്വർഗത്തിലെത്തുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യങ്ങളാണ് മക്കളെ പഠിപ്പിക്കാൻ പറഞ്ഞത്. ഒന്നാമത്തേത് നബിയിക്കും, അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കാൻ പറയണം. ഇത് മാതാപിതാക്കളുടെ കടമയാണ്. ഞാൻ നിങ്ങളോട് ഒറ്റൊരു കാര്യം പറയാം. ഈ കഞ്ചാവ്, പ്രണയം, പ്രേമം, ഒളിച്ചോട്ടം, പിന്നെന്താ ലഹരി, കള്ള്, ഇതൊന്നും നമ്മുടെ മക്കൾക്ക് ഇല്ലാതിരിക്കാൻ, ഇതിന് ഞാനിവിടെ വാല് പറഞ്ഞതുകൊണ്ടൊന്നും വലിയ കാര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ കഞ്ചാവിന്റെ ആളോ മയക്കുമരുന്നിന്റെ ടീമൊന്നും ഈ വാല് കേൾക്കാൻ വരില്ല എന്ന് എനിക്കറിയാം. തൃശ്ശൂരിൽ ഒരു 2 ആഴ്ച മുമ്പ് തൃശ്ശൂരിൽ ഒരു വാലിന് പോയപ്പോ അതേ സ്ഥലത്ത് ഒരു 3 വർഷം മുമ്പ് ഒരു വാലിന് പോയിരുന്നു. അപ്പൊ അവിടുത്തെ സംഘാടകർ പറഞ്ഞു, നിങ്ങൾ അന്ന് വന്നിട്ട് ഒരു വാല് പറഞ്ഞതിന് ശേഷം അരയിൽ കള്ളും തിരികെ നടന്നിരുന്ന ഒരു സഹോദരനുണ്ട്. അയാൾ അന്നത്തോടുകൂടി കള്ള് നിർത്തി ഭയങ്കര സ്വാലിഹായി ജീവിച്ചാൽ 3 വർഷം കഴിഞ്ഞിട്ട് അടുത്തൊരു വാലിന് പോകുന്നത്. അപ്പൊ കഴിഞ്ഞ 2 ആഴ്ച പോകുമ്പോ അവര് പറഞ്ഞു, ആ 3 വർഷം വളരെ നന്നായി ജീവിച്ച മനുഷ്യൻ ഈ 2, 3, 4 മാസമായിട്ട് വീണ്ടും ആ പഴയ രീതിയിലേക്ക് തന്നെ മടങ്ങി. അപ്പൊ കള്ള് അരയിൽ വെച്ച് നടന്നിരുന്ന ഒരു മനുഷ്യൻ എല്ലാം നിർത്തി നന്നായതാണ്. പിന്നെ 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ആ പഴയ സ്വഭാവത്തിലേക്ക് തന്നെ മടങ്ങി. അങ്ങനെ കുറെ ആളുകൾ കാണാറുണ്ട്. മ്യൂസിക്കിൽ നിന്ന് വാല് കേട്ടിട്ട് മ്യൂസിക് നിർത്തിയ ആളുകൾ, ഗാനമേളകൾ ഒഴിവാക്കിയ ആളുകൾ, പാട്ടുകൾ നിർത്തിയ ആളുകൾ, അവർക്ക് ഈ വാല് കേട്ട് അതിങ്ങനെ ഇങ്ങനെ എല്ലാം നിർത്തി നന്നായി ഇങ്ങനെ വരുമ്പോഴേക്കും വീണ്ടും പിശാചവരെ പിടികൂടും. വാലിൽ നിന്നൊക്കെ പതുക്കെ പതുക്കെ അകലുമ്പോഴേക്കും വീണ്ടും ആ പഴയ ഗാനമേളകളിലേക്കും മ്യൂസിക്കുകളിലേക്കും അവർ മടങ്ങുന്ന കഥകൾ എത്രയോ ആളുകൾ അറിയാം. അപ്പൊ ഇതിന്റെ വളരെ പ്രധാന വിഷയം എന്തെന്നാ ചോദിച്ചാൽ, നമ്മൾ നിരന്തരമായി വാദങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുക. അത് ആരുടെ വാദായാലും നിരന്തരമായി വാദ് കേട്ടുകൊണ്ടേയിരിക്കും. എങ്കിൽ നമ്മൾക്ക് ചെറിയ ഒരു അറ്റാച്ച്മെന്റ്, ഒരു സമീപനം ഈ ദീനിനോടുണ്ടാവും. നേരെ മറിച്ച് ഇതിനോടൊരു പുച്ഛം, ഇതിനോടൊരു അവഗണന, അതൊക്കെ കുറച്ച് വയസ്സന്മാർക്കും കുറച്ച് മൗലാന്മാർക്കും ഉള്ളതാണ് എന്ന ചിന്തയാണെങ്കിൽ നമ്മുടെ ഹൃദയം ഒരിക്കലും നന്മയോട് താല്പര്യം കാണിക്കൂല, ഒരിക്കലും നന്മയോട് താല്പര്യം കാണിക്കൂല. അപ്പൊ എന്ത് വേണം? നിരന്തരമായി വാദിന്റെ സദസ്സുകൾ, ദിക്റിന്റെ സദസ്സുകൾ, എന്തിനേറെ വെള്ളിയാഴ്ച ജുമുഅയ്ക്ക് ശേഷം ഒരു ഖതീബ് 10 മിനിറ്റ് പ്രസംഗിക്കും. 10 മിനിറ്റ് പ്രസംഗിക്കാൻ പാടുള്ളൂ. ജുമുഅയ്ക്ക് ശേഷം 15 മിനിറ്റ് പോലും പ്രസംഗിക്കാൻ പാടില്ല എന്ന അഭിപ്രായക്കാരനാണ്. ഒരു 10 മിനിറ്റ് അതിന്റെ കണ്ടന്റ് മാത്രം, തീം മാത്രം പറയുന്നത് ഖതീബ്. എല്ലാ വെള്ളിയാഴ്ചയിലും നമ്മുടെ ഖതീബ് ഉസ്താദുമാർ ജുമുഅ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി കഴിഞ്ഞാൽ പിന്നെ അവിടെ അൽഹംദുലില്ലാഹ് സ്വലാത്ത് അങ്ങനെ നീട്ടി ദുആവോ ഖുർആനോ ഹംദോ സലാത്തൊക്കെ മെല്ലെ പറഞ്ഞ് നേരെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് വിഷയത്തിലേക്ക് കടക്കുക. എന്നിട്ട് 10 മിനിറ്റ് നേരം പ്രധാനപ്പെട്ട വിഷയം എല്ലാ ആഴ്ചയും ഓരോ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു കൊടുത്താൽ അത് നിങ്ങൾ സ്ഥിരമായിട്ട് കേട്ടാൽ തന്നെ എന്നും ഒരു അറ്റാച്ച്മെന്റ് ദീനുമായിട്ട് നമ്മൾക്ക് ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യും? ദുആ കഴിഞ്ഞ ഉടനെ ഓടടാ ഓട്ടം എന്ന് പറഞ്ഞു ഒറ്റ ഓട്ടം ഓടും. എന്തിനാ ഈ ഓട്ടം? എവിടൊക്കെ നമ്മൾ ഈ ഓടുന്നത്? ഓക്കെ, ഓടിയിട്ട് എന്തെങ്കിലും തിരക്ക് പിടിച്ച ജോലിയാണെങ്കിലും ഒക്കെ ഈ ഓടിയ ആളുകളൊക്കെ ഉണ്ടാവും കുറച്ചപ്പുറത്ത് പോയിട്ട് ബസ് സ്റ്റാൻഡിൽ നിന്നിട്ട് ഇങ്ങനെ സൊറ പറയുന്നു, അല്ലെങ്കിൽ പള്ളിയുടെ പുറത്ത് നിന്നിട്ട് അപ്പുറത്ത് എവിടെയെങ്കിലും കൂട്ടം കൂടി നിന്ന് സംസാരിക്കും. ആ കൂട്ടം കൂടി നിന്ന് സംസാരിക്കാൻ ഇനിയും സമയമുണ്ടല്ലോ. അതുകൊണ്ട് ഒരു 10 മിനിറ്റ് നേരം എന്തേ നമ്മൾക്കൊരു പള്ളിയിൽ ചെലവഴിച്ചാൽ, നാളെ വെള്ളിയാഴ്ച, നാളെ ജുമുഅ ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം ജുമുഅക്ക് വേണ്ടി കുളിച്ച് നല്ല വൃത്തിയായി നല്ല വസ്ത്രം ധരിച്ചു വന്ന് ഒരു സൂറത്തുൽ കഹ്ഫ് നമ്മൾ നേരത്തെ പാരായണം ചെയ്ത് നമ്മുടെ നിസ്കാരം കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് നേരം നമ്മുടെ വാദിനെ ഉസ്താദുമാരത് നീട്ടിക്കൊണ്ടുപോയ ആളുകൾക്ക് മടുപ്പ് വരും. അതുകൊണ്ട് നീട്ടാനും പാടില്ല. ഒരു 10 മിനിറ്റ് നേരം നമ്മൾ ഇരുന്നിട്ട് എപ്പോഴും ഈ 10 മിനിറ്റ് നേരമുള്ള ആ വാദ് നമ്മുടെ ഹൃദയത്തിൽ മാറ്റങ്ങൾ, പരിവർത്തനങ്ങൾ ഉണ്ടാക്കും എന്ന് ഞാൻ നിങ്ങളോട് സാന്ദർഭികമായി ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. അതേപോലെ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ
മഹദിയായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയോട് മഹാന്മാരായ സഹാബാക്കൾ ചോദിക്കുന്നുണ്ട്, യാ ഉമ്മു സലമ, അല്ലയോ ഉമ്മു സലമ എന്നവരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വീട്ടിലുണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥന ഏതാണ് ഉമ്മു സലമ? നബി തങ്ങൾ ഏറ്റവും കൂടുതൽ ദുആ ചെയ്യാറുള്ള പ്രാർത്ഥന ഏതാണ്? ഒരു കാര്യം മനസ്സിലാക്കി, നബി തങ്ങൾ ഒരു ദുആ കൂടുതൽ പ്രാർത്ഥിക്കാറുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നമ്മളും അത് പ്രാർത്ഥിക്കണം. കാരണം എന്താണ് നബി അള്ളാഹുവിനോട് ചോദിക്കേണ്ടതെന്നും എങ്ങനെ ചോദിക്കണമെന്നും ഏത് സമയത്ത് ചോദിക്കണമെന്നും വളരെ കൃത്യമായി അറിയുന്ന ആളാണ് നബി തങ്ങൾ. നമ്മുടെ ചില സ്വന്തമായ പ്രാർത്ഥനകൾ ഉണ്ടാവും, അതിനേക്കാളും പ്രാമുഖ്യം അള്ളാഹുവിന്റെ ഹബീബിന്റെ ദുആകൾക്ക് നമ്മൾ നൽകണം. നമ്മൾ സ്വന്തമായി പല ദുആകളും നമ്മൾക്ക് ഉണ്ടാവും, അതിനല്ല പ്രിയോറിറ്റി അള്ളാഹുവിന്റെ ഹബീബിന്റെ ദുആയിനാണ്. കാരണം എന്ത് ചോദിക്കണം, ചോദിക്കുന്നതിന്റെ അദബ് എന്താ, ഏത് സമയത്ത് ചോദിക്കണം, ചോദിക്കേണ്ട ശൈലി എന്താ, ഇത് വളരെ കൃത്യമായി അറിയുന്ന ആളാണ് നബി തങ്ങൾ. അതുകൊണ്ട് നബി തങ്ങളുടെ പ്രാർത്ഥന അതേപോലെ നമ്മളും കടമെടുക്കുക, എന്നിട്ട് നമ്മളും ദുആ ചെയ്യുക, ദുആക്ക് ഇജാബത്ത് ഉണ്ടാകും. അതുകൊണ്ടാണ് മഹാന്മാരായ സ്വഹാബാക്കൾ അല്ലാഹുവിന്റെ ഹബീബിനോട് മഹദിയായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചത്, യാ ഉമ്മു സലമ, ഉമ്മു സലമ എന്നവരെ, അല്ലാഹുവിന്റെ ഹബീബ് താങ്കളുടെ വീട്ടിലുണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ ദുആ ചെയ്യാറുള്ള പ്രാർത്ഥന ഏതായിരുന്നു? ഉമ്മു സലമ ബീവി പറഞ്ഞു, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. എന്തിനാണ് നബി തങ്ങൾ അങ്ങനെ ഒരു ദുആ ചെയ്യേണ്ട ആവശ്യം എന്താ? അല്ലാഹുവിന്റെ ഹബീബിന് അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ ആവശ്യമുണ്ടോ? നബി തങ്ങളുടെ ഹൃദയം ഒരിക്കലും തെറ്റിലേക്ക് ചാഞ്ചാടൂല എന്ന് നമ്മൾക്കറിയൂലേ? അല്ലാഹു തആല മഅസൂമായിട്ടല്ലേ നബി തങ്ങളെ പറഞ്ഞയച്ചത്? ഉഫിറ ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. നബിയേ, നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റ് പോലും വരൂല എന്ന് അല്ലാഹു ഉറപ്പ് നൽകിയതല്ലേ? പിന്നെ എന്തിനാണ് നബി തങ്ങൾ അങ്ങനെ ഒരു ദുആ ചെയ്യുന്നത്? എന്താണ് ആ ദുആഇന്റെ അർത്ഥം? യാ മുഖല്ലിബൽ ഖുലൂബ്, അല്ലയോ ഹൃദയങ്ങളെ നന്മയിലേക്കും തിന്മയിലേക്കും മാറ്റിമറിക്കുന്ന അല്ലാഹുവേ, നന്മയിലേക്കും തിന്മയിലേക്കും ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ, സബ്ബിത് ഖൽബി അലാ ദീനിക, എന്റെ ദീനിനെ, എന്റെ ഖൽബിനെ ദീനിൽ അടിയുറച്ചു നിൽക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. എന്റെ ഖൽബിനെ തെറ്റിലേക്ക് നീ നയിക്കല്ലേ റബ്ബേ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം, ചില സമയത്ത് നമ്മൾക്ക് നന്നാവണമെന്ന് തോന്നും. അങ്ങനെ നമ്മൾ നന്നായി ഖുർആൻ ഓതും, രാവിലെ സുബഹിക്ക് എണീക്കും, സുന്നത്ത് നിസ്കരിക്കും, പിന്നെ ദിക്റുകളും സ്വലാത്ത് ഒക്കെ നമ്മൾ ചെയ്യും. അതിങ്ങനെ 2, 3, 4 ദിവസങ്ങൾ തുടർന്ന പിന്നെ പതുക്കെ വീണ്ടും സുരാവ്, പിന്നെ ഇതൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരും. കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നന്നാവണമെന്ന് തോന്നും, അങ്ങനെ വീണ്ടും നന്നാവും. ഇത് സ്ഥിരം പല്ലവിയാണ്, സ്ഥിരമായി നമ്മൾ ചെയ്യാറുള്ള പ്രവർത്തനമാണ്. എന്തുകൊണ്ടത് ഉണ്ടാവുന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യാനുള്ള കാരണം എന്ന് മഹദിയായ ഉമ്മു സലമ ബീവി നബി തങ്ങളോട് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് മഹദിയായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, മനുഷ്യന്റെ ഹൃദയം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ 2 വിരലുകളിലാണുള്ളത്. ശ്രദ്ധിക്കണേ, അല്ലാഹുവിന്റെ 2 വിരലുകളിലാണ് മനുഷ്യന്റെ ഹൃദയമുള്ളത്. ഒന്നുകിൽ അല്ലാഹു ഉദ്ദേശിച്ചാൽ അയാളുടെ ഹൃദയത്തെ നന്മയിൽ അടിയുറച്ചു നിർത്തുക തന്നെ ചെയ്യും. അല്ലാഹു ഉദ്ദേശിച്ചാൽ ഒരാളെ വ്യതിചലിപ്പിക്കാനും ഒരാളെ വഴികേടിലാക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം, യാ മുഖല്ലിബൽ ഖുലൂബ്, അല്ലാഹുവേ നന്മയിലേക്കും തിന്മയിലേക്കും ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹ്, സബ്ബിത് ഖൽബി അലാ ദീനിക, എന്റെ ഹൃദയത്തെ ദീനിൽ അടിയുറച്ചു നിർത്തണേ അല്ലാഹ്. തെറ്റിലേക്ക് കൊണ്ടുപോകല്ലേ റബ്ബേ, തിന്മയിലേക്ക് കൊണ്ടുപോകല്ലേ റബ്ബേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുകയാണ്, നമ്മളാരും തെറ്റു ചെയ്യാനുള്ള താല്പര്യം കൊണ്ടല്ല തെറ്റ് ചെയ്യുന്നത്. കഞ്ചാവ് ഒരാൾക്കും ജനിക്കുന്ന സമയത്ത് കഞ്ചാവിന്റെ ടേസ്റ്റോ മാധുര്യമോ ലഭിക്കാറില്ല, അറിയാറില്ല. പിന്നെ എങ്ങനെയാണ് അവരടി
അഡിക്റ്റായി മാറുന്നത്. ഇതൊന്നും ഒരാളും ജനിക്കുമ്പോ തന്നെ ഇതിന്റെ ഒന്നും മാധുര്യം നുകർന്നിട്ടല്ലല്ലോ വരുന്നത്. പിന്നെ എങ്ങനെ അഡിക്റ്റ് ആവുന്നു? എങ്ങനെയാണ് ലഹരിയുടെ അഡിക്റ്റായി നമ്മുടെ മക്കൾ മാറുന്നത്? ആദ്യമായി തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ ആരെങ്കിലും ലഹരിയുടെ അഡിക്റ്റായി മാറിയിട്ടുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത്, ഒന്നാമത് ഹറാമാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അത് ഹറാമാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട് അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്, ഇന്നസ്സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. ഇന്നസ്സമഅ, ഒരു മനുഷ്യന്റെ ചെവി, ഒരു മനുഷ്യന്റെ കണ്ണ്, ഒരു മനുഷ്യന്റെ ഹൃദയം അല്ലാഹു തആല നാളെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യുമെന്നാ പറഞ്ഞത്. കണ്ണിലൂടെ കണ്ട ഹറാമുകൾ, ചെവിയിലൂടെ കേട്ട ഹറാമുകൾ, എന്തിനേറെ വൽ ഫുആദ്, ഒരു മനുഷ്യന്റെ ഹൃദയത്തെ, ഖൽബിനെ. സ്വാഭാവികമായി നമ്മൾക്കറിയാലോ, കള്ള് കുടിക്കുന്നവന്റെ ഖൽബ് എന്താകും? അവന്റെ ഖൽബ് നശിക്കും, അവന്റെ ബുദ്ധി നശിക്കും. മയക്കുമരുന്നിന്റെ അഡിക്റ്റ് ആയവൻ, ലഹരിയുടെ അഡിക്റ്റ് ആയവൻ, അവന്റെ ഹൃദയം നശിച്ചു പോകും, അവന്റെ ബുദ്ധി നശിക്കും, ബുദ്ധി തകരാറിലാവും. അതുകൊണ്ടാണ് കഞ്ചാവിന്റെയും ലഹരിയുടെയും അഡിക്റ്റായ ആളുകൾ നാലുകാലിൽ നടന്നിട്ട് പോലീസുകാരുടെ കോളർ പിടിക്കുന്നത്. അവരാ ലഹരി നഷ്ടപ്പെട്ടാൽ പോലീസുകാരുടെ കോളർ പിടിക്കൂല. ഒരാൾ കൈ മടക്കി അണിച്ചോളൂ. മനസ്സിലായി? ഈ ലഹരി നഷ്ടപ്പെടുമ്പോ അവർക്ക് ധൈര്യമൊന്നും ഉണ്ടാവില്ല, അവർക്ക് ഭീരുക്കളായിരിക്കും. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, റിയാസ് മൗലവി എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു ഉസ്താദിനെ പള്ളിയുടെ അകത്തളങ്ങളിലേക്ക് കയറി ഇവിടുത്തെ ഫാസിസ്റ്റുകൾ കഴുത്തറുത്ത് കൊന്നപ്പോൾ ഇവിടുത്തെ നിയമപാലകർ ദുരുദ്ദേശത്തോടുകൂടിയുള്ള ഒരു FIR രൂപീകരിക്കുകയുണ്ടായി. അതിൽ അവർ രേഖപ്പെടുത്തിയത് കള്ളിന്റെ ലഹരിയിൽ ചെയ്തു എന്നാണ്. അതല്ലാതെ ഇവിടെ മനഃപൂർവ്വം ബോധപൂർവം ഇവിടെ വർഗീയതയുണ്ടാക്കാൻ ചെയ്തതാണെങ്കിലും ലഹരിയിലൂടെ ചെയ്തതാണെന്ന് പറഞ്ഞാൽ കേസിനെ നിസ്സാരമായി കാണാൻ കഴിയും. കേസ് നിസ്സാരമായി കാണാൻ കഴിയും. ലഹരിയുടെ അഡിക്ഷൻ കാരണം ചെയ്തു പോയതാണ്. സത്യത്തിൽ അങ്ങനെയല്ലല്ലോ ചെയ്തത്. പോലീസുകാര് ബംബ്രാണിയിലെ 2 മദ്രസ പഠിക്കുന്ന ചെറിയ പിഞ്ചുമക്കളെ RSSന്റെ 2 കാപാലികർ അടിച്ച് ശരിപ്പെടുത്തിയപ്പോൾ, എന്തിനാടാ തൊപ്പി വെക്കുന്നത്, തൊപ്പി അടിച്ചു വെക്കടാ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോ നാട്ടുകാര് കൈയോടെ പിടികൂടി പോലീസുകാരെ ഏൽപ്പിച്ചപ്പോൾ യാതൊരു കേസ് പോലും ഫയൽ ചെയ്യാതെ ജാമ്യത്തിൽ ഇറക്കി വിട്ട പോലീസുകാരുണ്ട്. നമ്മുടെ നാട്ടിലുള്ള പോലീസുകാരുടെ അവസ്ഥ എങ്ങനെയാണ്? അവരോടൊക്കെ പറയാനുള്ളത്, വേറൊരു വിഷയത്തിൽ ചെറിയ ഒരു അടിപിടി കേസിൽ ഒരാളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു പോലീസുകാരെന്ന് ബന്ധപ്പെടണം, ചെറിയൊരു അടിപിടി കേസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ MLA വിളിച്ചു, അതേപോലെ CPMന്റെ പാർട്ടി സെക്രട്ടറിയെ കൊണ്ട് വിളിപ്പിച്ചു, പല ആളുകളെ കൊണ്ട് ഞാൻ വിളിപ്പിച്ചു. എന്നിട്ട് പോലും വൈകുന്നേരം 5 മണിക്ക് സ്റ്റേഷനിൽ ഹാജരാവാൻ പറഞ്ഞിട്ട് രാത്രി 12 മണിക്കാണ് പോലീസ് ആ ചെറിയ ഒരു പിറ്റി കേസിന്റെ പേരിൽ 5 മണിക്ക് വിളിച്ചു, രാത്രി 12 മണിക്കാവട്ടെ. MLA വിളിക്കുമ്പോൾ ഇപ്പൊ വിടാം, പാർട്ടി സെക്രട്ടറി വിളിക്കുമ്പോൾ അതൊന്നും പ്രശ്നമില്ല, ഇപ്പൊ വിടാം. അങ്ങനെയുള്ള നമ്മുടെ നിയമപാലകർ ബോധപൂർവം ഇവിടെ വർഗീയതയുണ്ടാക്കാനും മതസ്പർദ്ധ ഇളക്കിവിടാനും വേണ്ടി ശ്രമിച്ചിട്ട് അത്തരം ആളുകൾക്കെതിരെ നിയമമെടുക്കാതെ, നിലപാടെടുക്കാതെ, അവർക്കെതിരെ കേസുകൾ ഫയൽ ചെയ്യാതെ അവരെ നിസ്സാര കേസുകൾ ഒതുക്കി നിരന്തരമായി അവരെ ജാമ്യത്തിൽ വിടുന്നതൊക്കെ ഈ പോലീസുകാരടക്കം ഇത്തരം വർഗീയതയുടെ പങ്കാളികളായതുകൊണ്ടാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കാൻ. അത്തരം പോലീസുകാർ ഒരുപക്ഷെ നിങ്ങളുടെ അധികാരത്തിന്റെ ഹുങ്കും അഹങ്കാരവും ധിക്കാരവും ഒക്കെയാണ് ഈ തോന്നിവാസങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നതെങ്കിൽ ഈ അധികാരം എന്നും നിലനിൽക്കൂല. അധികാരം മാറിയാലും ആ കാക്കി അവിടെ ഉണ്ടാകുമെന്ന് നിങ്ങൾ ഓർക്കുന്നത് നല്ലതാണ് എന്ന് സാന്ദർഭികമായി ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കാൻ. എന്താണ് അവർക്ക് അതിന്റെ ആവശ്യം? പോലീസുകാരൊക്കെ ഇവിടെ നീതി നടപ്പിലാക്കേണ്ട ആളുകളല്ലേ? അവർ തന്നെ നിയമം കയ്യിലെടുത്താലോ, അവർ തന്നെ ഈ തീവ്രവാദികൾക്ക് ഒത്താശ ചെയ്താലോ ഒരു നാട് നന്നാവോ? നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാർ ഇവിടെ ഈ കാസർഗോഡ് ജില്ലയിൽ എത്ര കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്, എത്ര മുസ്ലിമീങ്ങളെ വേട്ടയാടിയിട്ടുണ്ട്, എത്ര ഹിന്ദുക്കൾ ഇവിടെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് നിരന്തരമായ ഒരു കണക്കെടുപ്പ് നടത്തണം, നമ്മൾ എത്ര പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന്. പാവങ്ങളായ നിരപരാധികളായ മുസ്ലിമീങ്ങളെ ഒരു പ്രകോപനവുമില്ലാതെ, ഒരു കാരണവുമില്ലാതെ ബൈക്കിൽ പോകുന്നവനെ, നടന്നു പോകുന്നവനെ, പള്ളിക്ക് പോകുന്നവനെ വെട്ടി കൊലപ്പെടുത്തിയപ്പോ ഇവിടുത്തെ മുസ്ലിമീങ്ങൾ എത്ര ഹിന്ദുക്കളെ കൊന്നിട്ടുണ്ട് എന്ന്
പരിശോധിക്കണം. അങ്ങനെ ഹിന്ദുക്കൾ ഇവിടെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും കൊലപാതക കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതികളെ മാത്രമേ വേട്ടയാടിയിട്ടുള്ളൂ. അതല്ലാതെ നിരപരാധിയായ ഒരു ഹിന്ദുവിന്റെ രോമം പോലും ഇവിടുത്തെ മുസ്ലിമീങ്ങൾ തൊട്ടിട്ടില്ല എന്ന് കാസർഗോഡ് ജില്ലയുടെ ചരിത്രം പഠിച്ചാൽ നമ്മൾക്ക് മനസ്സിലാകും. പക്ഷേ ഇവിടെ നിരന്തരമായി വർഗീയത ഉണ്ടാക്കണം, എന്നിട്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തണം. അതിന് ഒത്താശ ചെയ്യുന്ന പോലീസുകാരുണ്ട്. പക്ഷേ അവരൊക്കെ എന്ത് ഒത്താശ ചെയ്താലും, ഏത് തോന്നിവാസങ്ങൾക്ക് കൂട്ടുനിന്നാലും മരിക്കുന്നതിന് മുമ്പേ അവർ ചെയ്ത വഞ്ചനകൾക്ക്, അവർ ചെയ്ത ചതികൾക്ക് ഓരോന്നോരോന്നായി ഇഞ്ചിഞ്ചായി വേദന അനുഭവിക്കാതെ മരിച്ചു പോകൂല എന്നും കൂടി ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ആരും അതിൽ വിഷമപ്പെടുകയോ വിഷമിക്കുകയോ ഭയപ്പെടുകയോ വേണ്ട എന്നും സാന്ദർഭികമായി ഉണർത്തുന്നു. ഏതായാലും കള്ളും ലഹരിയുമൊക്കെ ഒരു മനുഷ്യന്റെ ബുദ്ധിയെ നശിപ്പിക്കും, മരവിപ്പിക്കും. അങ്ങനെയാണ് സ്വന്തം ഉമ്മയെ വരെ വ്യഭിചരിക്കാൻ ഈ ലഹരിയുടെ ആളുകൾ മടിക്കാതിരിക്കുന്നത്. ഉമ്മയെ വ്യഭിചരിച്ച സംഭവം പല സ്ഥലങ്ങളിൽ നടന്നിട്ടുണ്ട്. സ്വന്തം ഉമ്മ മകന്റെ കുഞ്ഞിനെ പേറേണ്ട ഒരവസ്ഥ, അതേപോലെ തന്നെ പിതാവിന്റെ കുഞ്ഞിനെ മക്കൾ പേറേണ്ട ഒരവസ്ഥ, അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന് മതമൊന്നുമില്ല, മുസ്ലിങ്ങളിലുണ്ട്, മറ്റുള്ള മതങ്ങളിലുണ്ട്. സ്വന്തം പിതാവിന്റെ കുഞ്ഞിനെ മക്കള് ഗർഭിണിയായി ഗർഭം ചുമക്ക, ഇതൊക്കെ എങ്ങനെ ഉണ്ടായി? ബോധമുണ്ടെങ്കിൽ ഇതൊന്നും നടക്കൂല. കള്ളും കുടിച്ച് വരിക, മദ്യലഹരിയിൽ സ്വന്തം മക്കളെ പിടിപ്പിക്കുക. അങ്ങനെ ആത്മഹത്യ ചെയ്ത് എത്ര മക്കളുണ്ട്? സ്വന്തം പിതാവിന്റെ കുഞ്ഞിനെ ഗർഭത്തിൽ ചുമക്കേണ്ടി വന്നതിൽ ആത്മഹത്യ ചെയ്ത മക്കളില്ലേ? ഉമ്മമാരില്ലേ? സ്വന്തം തന്റെ മകന്റെ കുഞ്ഞിനെ ചുമക്കേണ്ടി വന്നതിൽ ആത്മഹത്യ ചെയ്ത ഉമ്മമാരില്ലേ? എന്തുകൊണ്ട് ഇത് നടക്കുന്നു എന്ന് ചോദിച്ചാൽ, ലഹരി ഒരു മനുഷ്യന്റെ ബുദ്ധിയെ മരവിപ്പിക്കുമെന്നാണ്, തലച്ചോറിനെ മരവിപ്പിക്കുമെന്നാണ്. അഥവാ സ്വന്തം ശരീരത്തിന്റെ ബുദ്ധിയെ നശിപ്പിക്കുന്നത് കടുത്ത ഹറാമാണ്. അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും നമ്മെ അതിന്റെ പേരിൽ വെറുതെ വിടുമെന്ന് ആരും വിചാരിക്കേണ്ട. കടുത്ത ശിക്ഷ തന്നെ അല്ലാഹു നമ്മൾക്ക് നൽകുകയും ചെയ്യും. അതാണ് അല്ലാഹു പറഞ്ഞത്, ഇന്നസ്സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. ഇന്നസ്സമഅ, ഒരു മനുഷ്യന്റെ ചെവി, കേൾവി ശക്തിയെ കുറിച്ച് എന്തൊക്കെയാണോ അവൻ കേട്ടത്, അവൻ കണ്ടത്, അവൻ ചിന്തിച്ചത്, അവന്റെ ബുദ്ധിയെ കുറിച്ചും അല്ലാഹു നാളെ ചോദ്യം ചെയ്യുമെന്നാണ്. നമ്മൾക്ക് അല്ലാഹു നൽകുന്ന പ്രത്യേകമായ നിഅമത്താണ് ബുദ്ധി എന്ന് പറയുന്നത്. നാൽക്കാലികളിൽ നിന്ന്, പക്ഷികളിൽ നിന്ന്, മൃഗങ്ങളിൽ നിന്ന് മനുഷ്യൻ വേറിട്ട് നിൽക്കുന്നത് ബുദ്ധിയിലൂടെയാണ്. വേറെന്താ പ്രത്യേകത നമ്മൾക്കുള്ളത്? നാൽക്കാലികളിൽ നിന്ന്, മൃഗങ്ങളിൽ നിന്ന് അല്ലാഹു തആല നമ്മെ വേറിട്ട് നിർത്തിയത് നമ്മൾക്ക് ബുദ്ധി തന്നു എന്നുള്ളതാണ്. നമ്മൾക്ക് ബുദ്ധി തന്നത് കൊണ്ടാണ് നമ്മൾ ഔറത്ത് മറച്ചു നടക്കുന്നത്. നാൽക്കാലികൾക്ക് അല്ലാഹു അത് കൊടുക്കാത്തത് കൊണ്ട് അവർക്ക് ഔറത്ത് മറക്കാനില്ല. അവരുടെ ലൈംഗിക അവയവങ്ങൾ അത് തുറന്നിങ്ങനെ നടക്കുന്നു. പരസ്യമായി അവർ രണ്ടുപേരും, ഒരു പെണ്ണും ഒരാണും ഇണചേരുന്ന പക്ഷികളായാലും മൃഗങ്ങളായാലും ഏത് ജന്തുക്കളായാലും പരസ്യമായി ഇണചേരുന്ന ബുദ്ധിയില്ലാത്തത് കൊണ്ടാണ്. ഇനി ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇതേപോലെ പരസ്യമായി ഇണചേരുകയോ പരസ്യമായി തോന്നിമാസമോ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ബുദ്ധിയും നഷ്ടപ്പെട്ടു എന്നാണ് അർത്ഥം. എങ്ങനെയാണ് ബുദ്ധി നഷ്ടപ്പെടുന്നത്? ഒന്നുകിൽ കള്ളു കുടിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ മയക്കുമരുന്നോ ലഹരിയോ കഞ്ചാവോ അയാളുടെ ശരീരത്തിൽ കയറിയിട്ടുണ്ടാവും. അതല്ലാതെ ബുദ്ധി നഷ്ടപ്പെടില്ല. അതുകൊണ്ട് മനുഷ്യനെ നശിപ്പിക്കുന്നത്, കാർന്ന് തിന്നുന്നത് ലഹരിയാണ്. ഇപ്പൊ ക്യാൻസർ വരാനുള്ള കാരണം പലരും പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്യാൻസർ വരാനുള്ള കാരണം പലരും പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാന് തിരുവനന്തപുരത്ത് നമ്മുടെ അബ്ദുള്ള നടുകുന്നിൽ, അതുപോലെ നുസൈബ്, അങ്ങനെ കുറച്ച് നമ്മുടെ ആതുറത്ത് കുട്ടലുണ്ട് അവിടെ സംസമിൽ. ഇപ്പൊ രണ്ട് ദിവസം മുമ്പ് ഞാൻ അവിടെ പോയിരുന്നു. 2-3 ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് ഒരു പരിപാടിക്ക് പോയപ്പോ സംസമിൽ പോയിരുന്നു. അപ്പൊ അബ്ദുള്ള പറഞ്ഞു, അവിടെ സ്റ്റഫായി, അവിടെ ജോലി ചെയ്തിരുന്ന, കുക്കായി ജോലി ചെയ്തിരുന്ന ഒരു മനുഷ്യൻ 20 വർഷത്തോളമായി അദ്ദേഹം അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് പെട്ടെന്ന് ശരീരത്തിലൊരു മുഴ വന്നു. വേറെ ഒരു ഈ കഞ്ചാവില്ല, ഡ്രഗ് അഡിക്ട്സ് ഇല്ല, മയക്കുമരുന്നില്ല, ദുസ്വഭാവങ്ങളൊന്നുമില്ല. പെട്ടെന്ന് ഒരു മുഴ വന്നു. ആ മുഴ പരിശോധിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയി, RCCയിൽ പോകണമെന്ന് പറഞ്ഞു. നോക്കുമ്പോ ക്യാൻസറാണ്. ആ ക്യാൻസർ 4th സ്റ്റേജിലെത്തിയിട്ടുണ്ട്. അല്ലാഹു ശിഫ നൽകട്ടെ. അല്ലാഹുവേ നീ ശിഫ നൽകണേ റബ്ബേ. അതേ ഹോട്ടലിൽ നിന്ന് മറ്റൊരു സുഹൃത്ത്, അതിലെല്ലാം കാസർഗോട്ടുകാരുള്ളത്, സംസമിൽ എല്ലാം കാസർഗോട്ടുകാർ, ഉപ്പള നമ്മുടെ ഈ ഭാഗത്തുള്ള ബഹുഭൂരിഭാഗം ആളുകൾ അങ്ങനെ.
എപ്പോൾ പോയാലും അവിടെ പോയിട്ട് സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു ഹോട്ടൽ കൂടെയാണ്. വേറൊരു സ്റ്റാഫ് പറഞ്ഞു, എൻ്റെ ഉപ്പ ക്യാൻസർ ആയിട്ട് വളരെ പ്രയാസത്തിലാണ്, കുറേ വർഷമായി ദുആ ചെയ്യണം. 2 ദിവസം മുമ്പ് നമ്മുടെ മുസ്തഫദവി ആക്കോടിന്റെ ജ്യേഷ്ഠന്റെ മകൻ 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന +1 പഠിക്കുന്ന കുട്ടിയാണ്. രാത്രി ഇങ്ങനെ ഛർദിച്ചു. കുട്ടി തന്നെ അത് വൃത്തിയാക്കി. റൂമിൽ ഛർദിച്ചതൊക്കെ കുട്ടി തന്നെ വൃത്തിയാക്കി. രാവിലെ എന്തോ ഒരു കുട്ടി എണീക്കുന്നില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വൈകുന്നേരമാകുമ്പോഴേക്കും കുട്ടി മരണപ്പെട്ടു. ഒരു അസുഖമില്ല, ഒരു ലക്ഷണമില്ല, അസുഖത്തിന്റെ ഒരു സൂചന പോലും ആ കുട്ടി കാണിച്ചിട്ടില്ല. ക്യാൻസറാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ക്യാൻസർ ഉണ്ടാവുന്നത്? പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 50-60% ആളുകൾക്കും ക്യാൻസർ വരുന്നത് ഒന്നുകിൽ പുകവലിയിലൂടെ, കഞ്ചാവിലൂടെ, കള്ളിലൂടെ, ഈ ലഹരിയിലൂടെയാണ് 60% ആളുകൾക്കും ക്യാൻസർ വരുന്നത് എന്ന് പഠനം നമ്മോട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട കാരണം ലഹരിയാണ്. അപ്പൊ നിങ്ങൾ പറയും, നമ്മുടെ കൂട്ടത്തിലൊന്നും ആർക്കും അങ്ങനെ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്കൊന്നും ക്യാൻസർ വന്നത് കാണുന്നില്ലല്ലോ, പുകവലിക്കുന്ന ആളുകൾക്കൊന്നും ക്യാൻസർ വന്നത് കാണുന്നില്ലല്ലോ. പുകവലിക്കുന്നതിനേക്കാളും അപകടം പുകവലിക്കപ്പെടലാണ്. പാസീവ് സ്മോക്കർ എന്ന് പറയാം. പാസീവ് സ്മോക്കർ. ഒരു വീട്ടിൽ ഭർത്താവ് പുകവലിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ ഭാര്യയ്ക്കും മക്കൾക്കും ക്യാൻസർ വരാൻ 90% സാധ്യതയുണ്ടെന്നാണ്. ഒരു വീട്ടിലെ ഭർത്താവ് ആണ്, അവിടുത്തെ പുരുഷൻ സിസർ വലിക്കുന്ന ആളാണെങ്കിൽ അയാളെക്കാളും ക്യാൻസറിന് സാധ്യത അയാളുടെ ഭാര്യയ്ക്കും മക്കൾക്കാണ്. പാസീവ് സ്മോക്കേഴ്സ് ആണ് അവർ. ബാത്റൂമിൽ പോയി വീട് വലിക്കുന്ന ചില സ്വഭാവക്കാരുള്ള ആളുകളുണ്ട്. അവർ റൂമിൽ വീട് വലിച്ച് പുറത്തു വരും. പിന്നെ പോകുന്നത് ചെറിയ കുട്ടികളാണ്. ആ കുട്ടികളുടെ ഹൃദയത്തിലേക്ക് പുക ശ്വസിച്ച് ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കും. ഇത് വാത് കൊണ്ടൊന്നും ഈ കഞ്ചാവ് ലഹരിയൊന്നും നിർത്താൻ കഴിയില്ല. അങ്ങനെ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു രക്ഷിതാവിന് എന്റെ മകൻ ലഹരിയുടെ അഡിക്റ്റ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ അത് നിങ്ങൾക്ക് അറിയൂല. സീസറൊക്കെ വായമണിപ്പിച്ചാൽ മനസ്സിലാവും, ലഹരിയൊന്നും വായമണിപ്പിച്ചാൽ മനസ്സിലാവില്ല, കഞ്ചാവൊന്നും. അങ്ങനെ നിങ്ങൾക്ക് നാട്ടുകാരായിട്ട് ബന്ധം വേണം, ചെറുപ്പക്കാരായിട്ടൊരു ബന്ധം വേണം. അപ്പൊ ചെറുപ്പക്കാര് പറയും, ഓനാള് ശരിയില്ല, അവൻ കുറച്ച് പ്രഷകാണ്, ഓൻ കഞ്ചാവിന്റെ ആളാണ് എന്ന സൂചന നാട്ടിൽ നിന്നും സ്കൂളിൽ നിന്നും നിങ്ങൾക്ക് കിട്ടും. സ്കൂളിൽ നിങ്ങൾക്ക് C-8 വേണം, നാട്ടിൽ C-8 വേണം, സ്വന്തം നാട്ടിൽ C-8 വേണം. നിങ്ങളുടെ മക്കളെ നിയന്ത്രിക്കാനും ശ്രദ്ധിക്കാനും നിങ്ങളുടെ മുമ്പിൽ അവർ മാന്യന്മാരായിരിക്കും. എന്നാൽ നിങ്ങളുടെ കൺമറയത്തെത്തിയാൽ അവർ ലഹരിയുടെ അഡിക്റ്റ് ആവും, ലഹരിയുടെ ഡീലർമാരാവും. അങ്ങനെ ഒരു C-8 നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞുതരും. സ്കൂളിലും വേണം, കലാലയങ്ങൾ, കോളേജുകളിലും വേണം. അങ്ങനെ അവരെ കുറിച്ച് അവരെ കയ്യും പിടിച്ച് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? വേഗം ഒന്ന് RCCയിലേക്ക് കൊണ്ടുപോവുക, അല്ലെങ്കിൽ തിരുവനന്തപുരം പോലെയുള്ള CH സെന്ററിലേക്ക് കൊണ്ടുപോവുക. അവിടെ കാണാം 100 കണക്കിന് ആളുകൾ ക്യാൻസർ ബാധിച്ച് നരകിക്കുന്ന ഒരു രംഗം നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ നരകിക്കുന്ന ആളുകളുടെ സമീപത്തേക്ക് ഈ ലഹരിയുടെ അടിമകളായ ചെറുപ്പക്കാരെ കൊണ്ടുപോയിട്ട് ഒരു ദിവസം അവിടെ നിർത്തിച്ചാൽ അന്നത്തോടുകൂടി അവർ എല്ലാ പുകയും, എല്ലാ കള്ളുകുടിയും, എല്ലാ മയക്കുമരുന്നും വലിച്ചെറിയും. കാരണം അവിടെയുള്ള 60% ആളുകളും കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും പുകവലിയുടെയും അഡിക്റ്റാണ് എന്ന് ഇവിടെ വളരെ കൃത്യമായ പഠനം തെളിയിക്കാൻ. അപ്പൊ അവരുടെ കരള്, അവരുടെ ശ്വാസകോശം, അവരുടെ വയറിനകത്തുള്ള രംഗങ്ങള്, അവരുടെ കുഴല് എല്ലാം നിങ്ങൾക്ക് കാണിച്ചത് എന്താണ് ഒരു ക്യാൻസർ രോഗി അനുഭവിക്കുന്ന, ഒരു പുകവലിക്കാരൻ അനുഭവിക്കുന്ന, ഒരു ഡ്രഗ് അഡിക്റ്റ്, ഒരു മയക്കുമരുന്നിന്റെ അഡിക്ഷൻ ഉള്ളവരാണ്. അയാളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണ്? പിന്നെ പാൻ മസാലകൾ തിന്നുന്ന ആളുകൾ, അവരുടെ നാവ്, അവരുടെ കവള്, അവരുടെ നൊണ്ണ്, ഇതൊക്കെ നിങ്ങൾ അവിടെ പോയാൽ കാണും. നാവ് കഷ്ണമായവർ, കവളൊക്കെ വീർത്തിട്ട് വ്രണങ്ങളുള്ളവർ, അവരുടെ ചുണ്ടുകൾ വ്രണങ്ങളുണ്ട്, ക്യാൻസർ ബാധിച്ചവർ. ഇതൊക്കെ ഒരു നേരം അവർ കാണണം. അതല്ലാതെ ഖിയാമത്ത് നാൾ വരെ വാത് പറഞ്ഞാലും ഇതൊന്നും മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ അങ്ങനെ അഡിക്ഷൻ ഉള്ള ആളുകളെ തെരഞ്ഞുപിടിച്ച് അവരൊരു ടൂറായിട്ട് നിങ്ങൾ ബസ്സിലോ കാറിലോ കൊണ്ടുപോയിട്ട് ഒരു ദിവസം രാവിലെ RCCയിൽ കയറ്റി വൈകുന്നേരം തിരിച്ചു വന്നാൽ അവരവരുടെ ലഹരി പദാർത്ഥങ്ങൾ വലിച്ചെറിഞ്ഞ് ആത്മാർത്ഥമായി നല്ല മനുഷ്യന്മാരായി ജീവിക്കാൻ തയ്യാറാവും. 90% ആളുകളും ലഹരിയിലേക്ക് പോകുന്നത് ചങ്ങാതിമാരിലൂടെയാണ്. നിങ്ങളുടെ സ്വന്തം വീട്ടിൽ നിന്ന് ആരും ലഹരി പഠിപ്പിക്കൂല. എങ്ങനെയാണ് നമ്മുടെ കുട്ടികളൊക്കെ ലഹരി പഠിച്ചത്? പരിശുദ്ധമായ ഖുർആൻ ഓതാൻ പഠിക്കുന്നില്ല, ഖുർആൻ ഓതാൻ നമ്മുടെ മക്കൾക്ക് അറിയുന്നില്ല. +2 വരെ പോയാൽ അല്ലാഹുവിന്റെ ഹബീബ് 3 കാര്യങ്ങളിൽ മൂന്നാമത് പറഞ്ഞത് ഖുർആൻ പാരായണമാണ്. ഒന്നാമത്തേത് അദ്ദിബൂ ഔലാദകും അലാ 3 കാര്യം നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണമെന്നാ പറഞ്ഞത്. ഒന്നാമത്തേത് ഹുബ്ബി നബീക്കും, അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം.
നബി അതിലും എല്ലാം ഉണ്ട്. വേറൊന്നും നിങ്ങൾ പഠിപ്പിക്കണമെന്നില്ല. നമ്മുടെ മക്കളെ വളരെ ചെറുപ്പത്തിലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹിബ്ബാക്കി മാറ്റിയാൽ, നബി തങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരാക്കി മാറ്റിയാൽ, താൻ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരെ പോലെ ആകാനാണ് ഈ മക്കൾ. ജീവിതത്തിൽ കഠിനാധ്വാനം ചെയ്യുക. നബി തങ്ങളുടെ വേഷവിധാനം എങ്ങനെയാണെന്ന് പഠിക്കും, അതേപോലെ വേഷവിധാനം നടത്തും. നബി തങ്ങൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്, നബി തങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്, നബി തങ്ങൾ കൊണ്ടുവന്ന പരിശുദ്ധ ഖുർആൻ അവർ പഠിക്കും. നബി തങ്ങളുടെ ഹെയർ സ്റ്റൈല്, നബി തങ്ങളുടെ താടി എല്ലാം വളരെ വ്യക്തമായി പഠിച്ച് അല്ലാഹുവിന്റെ ഹബീബിനെ മാതൃകയാക്കാൻ അവർ തയ്യാറാകും. ചെറുപ്പത്തിലെ നബിയോടുള്ള സ്നേഹം നമ്മുടെ മക്കളുടെ ഹൃദയത്തിൽ ഇട്ട് കൊടുക്കാൻ മാതാപിതാക്കൾ തയ്യാറാവണം. എന്ന് വെച്ചാൽ കുട്ടി ഉണ്ടായ കുട്ടിയോട് നബിയെ സ്നേഹിക്കണം മോനെ, നബിയെ സ്നേഹിക്കണം മോനെ എന്ന് പറഞ്ഞാലൊന്നും കുട്ടി നബിയെ സ്നേഹിക്കൂല. വാത് പറഞ്ഞതുകൊണ്ടൊന്നും കുട്ടി നബിയെ സ്നേഹിക്കൂല. ഈ കുട്ടി മാതാപിതാക്കളിൽ കാണണം അല്ലാഹുവിന്റെ ഹബീബിനെ. മാതാപിതാക്കളിൽ അല്ലാഹുവിന്റെ ഹബീബിനെ കാണണം നമ്മുടെ മക്കൾ. അഥവാ രാവിലെ ഉണരുന്ന മാതാവായാലും പിതാവായാലും രാവിലെ ഉണരുമ്പോ ഉറക്കെ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. ഉറക്കെ ചൊല്ലി. അതെന്താ ഉപ്പങ്ങൾ അങ്ങനെ ഒരു ദിക്റിൽ എന്താ സംഭവം? അപ്പൊ പറയും, ഇതെന്റെ ഹബീബായ നബി തങ്ങൾ ഉറക്കിൽ നിന്ന് എണീക്കുമ്പോ ചെല്ലാറുള്ള ദിക്റാണ്, അതുകൊണ്ട് ഞാനത് ചെല്ലാം. എന്റെ മോനും അത് ചെല്ലണേ എന്ന് പറയും. മോൻ അന്ന് മുതൽ ചെല്ലാൻ തുടങ്ങും. എനിക്ക് പഠിപ്പിക്കാൻ പറയും. ബാത്റൂമിൽ പോകുമ്പോൾ ഒരു പിതാവ് അല്ലെങ്കിൽ ഒരു മാതാവ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബതി വൽ ഖബായിദ്. അപ്പൊ മകൻ ചൊല്ലുന്നു. ഇതൊക്കെ പതുക്കെ ചെല്ലണ്ട, ഇതൊക്കെ മക്കളുടെ മുമ്പിൽ ഉറക്കെ ചെല്ലണം. മക്കൾ കേൾക്കണം. ചെറിയ കുട്ടികൾ സ്വാഭാവികമായി ഉറപ്പായും ചോദിക്കും, എന്താ ഉമ്മ നിങ്ങളിപ്പോ എന്തോന്ന് പറഞ്ഞല്ലോ, അതെന്താ? അപ്പൊ പറയണം, എന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാത്റൂമിലേക്ക് പോകുമ്പോൾ ചെല്ലാൻ പഠിപ്പിച്ച ദുആയാണിത്. ഇത് ചൊല്ലിയാൽ ബാത്റൂമിലുള്ള പിശാചിന്റെ ശർറ് ഉണ്ടാവൂല, പിശാചിന്റെ ശല്യം ഉണ്ടാവൂല എന്ന് എന്റെ ഹബീബ് പഠിപ്പിച്ചതാണ്. എന്റെ മോനെ നീയും അത് ചൊല്ലണം, ഉമ്മ എനിക്ക് പഠിപ്പിച്ചരണം എന്ന് പറയും. അങ്ങനെ മകനത് ചെല്ലാൻ. ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിച്ച് കഴിക്കാനിരിക്കുന്നത് പോലെ നമ്മളും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനിരിക്കണം. ഭാര്യ, ഭർത്താവ്, മക്കൾ ഒന്നിച്ചിരിക്കും. ഉപ്പ ഉമ്മ എല്ലാവരും ഒന്നിച്ചിരിക്കുക. എന്നിട്ട് ഉറക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നമ്മൾ ചൊല്ലുക. അപ്പൊ മക്കൾ ചോദിക്കാൻ തോന്നുമോ? ഉറപ്പല്ല. മക്കൾ ചോദിക്കും, മക്കളൊന്നും കുരുവിയെ കണ്ട അതെന്തോ ഒരു കുരുവിയെ കണ്ട ചെറിയൊരു ശബ്ദം കേട്ട മക്കൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കും. സംസാരിക്കാൻ തുടങ്ങി അതെന്തോ നോക്കും. അപ്പൊ ആ കുട്ടി ഭക്ഷണം കഴിക്കുന്ന മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ബിസ്മി ചെല്ലുമ്പോ ഇതെന്റെ ഹബീബ് പഠിപ്പിച്ചതാണ്. ഭക്ഷണത്തിന് മുമ്പ് ബിസ്മി ചെല്ലണം. അതേപോലെ ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന് ചൊല്ലി ഒരാൾ ഭക്ഷണം കഴിച്ചാൽ ആ ഭക്ഷണത്തിൽ നിന്ന് വിഷാംശങ്ങൾ അവന്റെ ശരീരത്തിലേക്ക് കയറൂല എന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഏത് ഭക്ഷണമാണെങ്കിലും ശരി, പാനീയമാണെങ്കിലും വെള്ളമാണെങ്കിലും മിഠായി ആണെങ്കിലും അത് കഴിക്കുന്നതിന് മുമ്പേ ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന് ചൊല്ലിയാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ ഭക്ഷണത്തിൽ നിന്ന് ഒരു രോഗവും നിങ്ങളെ ബാധിക്കൂല എന്നാ പറഞ്ഞത്. ഭക്ഷണം കഴിച്ചത് കാരണത്താൽ നിങ്ങൾക്ക് രോഗം ഉണ്ടാവില്ല. ഭക്ഷണം ഇറച്ചിയാണെങ്കിലും റെഡ് മീറ്റ് ആണെങ്കിലും ഏത് ജങ്ക് ഫുഡുകളാണെങ്കിലും ആപ്പിളുകൾ, മീനുകൾ, മത്സ്യങ്ങളെല്ലാം വിഷമാണ്. വിഷങ്ങളില്ലാത്ത ഭക്ഷണങ്ങളില്ല. അന്ന് പറയും പച്ചക്കറി കഴിച്ചാൽ മതിയായിരുന്നു. ഇന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പച്ചക്കറികൾ നിരന്തരമായി കീടനാശിനികൾ ഉപയോഗിക്കുന്ന പച്ചക്കറികളാണ്. ഫ്രൂട്ട്സുകളാണെങ്കിൽ കെമിക്കൽ ഉപയോഗിക്കുന്ന ഫ്രൂട്ട്സുകളാണ്. മത്സ്യങ്ങളാണെങ്കിൽ ഫോർമാലിൻ പോലെയുള്ള കെമിക്കൽ ഉപയോഗിക്കുന്ന മത്സ്യങ്ങളാണ്. ചുരുക്കി പറഞ്ഞാൽ വിഷാംശങ്ങളില്ലാത്ത ഭക്ഷണങ്ങൾ നമ്മൾക്ക് ഇന്ന് കാണാനേ കഴിയൂല. ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഉണ്ടല്ലോ, ഒരു 100 വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ നിന്ന് മരിച്ചുപോയ ഒരാൾക്ക് അല്ലാഹു റൂഹ് കൊടുത്ത് ജീവിപ്പിച്ചു. അയാൾ വന്നിട്ട് ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കഴിച്ച ഉടനെ അയാൾ മരിച്ചു. ഉറപ്പാണ്. ഇന്ന് ഉച്ചക്ക് നമ്മൾ കഴിച്ച ഭക്ഷണം
100 വർഷം മുമ്പ് മരണപ്പെട്ടു പോയ ഒരാൾ എണീറ്റ് വന്നിട്ട് കഴിച്ചാൽ അയാൾ ഉടനെ മരിച്ചു. എന്തുകൊണ്ട്? ഭക്ഷണം നിറയെ വിഷാംശങ്ങളാണ്. പക്ഷെ നമ്മളത് അല്പാൽപമായി കഴിച്ച് നമ്മുടെ ശരീരം എന്തായി? അതിനോട് ആക്സെപ്റ്റഡ് ആയി, പൊരുത്തപ്പെട്ടു. ചെറിയ ചെറിയ വിഷമൊന്നും നമ്മുടെ തടിക്ക് ബാധിക്കൂല, ചെറിയ വിഷമൊന്നും. കാരണം നമ്മളിങ്ങനെ കഴിച്ച് ശീലായി. പണ്ട് രാജാക്കന്മാരെ വധിക്കാൻ വേണ്ടിയിട്ട്, ചതിയിലൂടെ കൊല്ലാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നറിയോ? ചെറിയ പെൺകുട്ടികളെ, നല്ല സുന്ദരികളായ പെൺകുട്ടികൾക്ക് വിഷം കൊടുത്തിട്ട് അവരെ പ്രാപ്തരാക്കി. ഏത് വിഷം കഴിച്ചാലും ശരീരത്തെ ഡിഫെൻഡ് ചെയ്യാനുള്ള ആ ഒരു ശരീരമാക്കി മാറ്റും. എന്നിട്ട് രാജാക്കന്മാരുടെ സർവന്റ് ആയിട്ട് അവരെ പറഞ്ഞേക്കും. ഇപ്പൊ രാജാവ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് സർവന്റ് കുടിച്ചതിന് ശേഷം കഴിക്കുക. കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ സർവന്റിന്റെ ശരീരത്തിൽ പ്രതികരിക്കുമല്ലോ. അപ്പൊ എന്ത് ചെയ്യും? ഈ വിഷം കുടിച്ച് ശീലിച്ച പെൺകുട്ടി ധൈര്യമായിട്ട് കുടിക്കും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അത് രാജാവിന് കൊടുക്കും. അങ്ങനെ രാജാവ് കുടിക്കും, രാജാവ് മരിച്ചു. അതേപോലെ നമ്മൾ വിഷം കഴിച്ചു ആക്സെപ്റ്റഡ് ആയിട്ടുണ്ട്, പൊരുത്തപ്പെട്ടിട്ടുണ്ട്, കണ്ടീഷൻഡ് ആയിട്ടുണ്ട് നമ്മൾ. ഇനി ഇതിനേക്കാളും വലിയ വിഷം വരുമ്പോഴാണ് നമ്മൾ മരിക്കുക. എന്നാൽ 100 വർഷം മുമ്പുള്ളവർ ഇന്നത്തെ ഭക്ഷണം കഴിച്ചാൽ മരിച്ചു. അങ്ങനെ വിഷങ്ങളില്ലാത്ത ഭക്ഷണം നമ്മുടെ നാട്ടിലില്ല. അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. അല്ലാഹുവേ ഈ ഭക്ഷണത്തിൽ നിന്നുള്ള എല്ലാ ശർറിൽ നിന്നും എന്നെ നീ സലാമത്താക്കണേ എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. അങ്ങനെയാണ് അത് ചൊല്ലിയിട്ടാണ് ഒരാൾ ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ ആ ഭക്ഷണത്തിൽ നിന്നുള്ള വിഷാംശങ്ങൾ അയാളുടെ ശരീരത്തെ ബാധിക്കൂല. ഭക്ഷണം കഴിക്കുന്ന വിഷയം പറയുമ്പോൾ എനിക്കൊരു കാര്യം കൂടി സാന്ദർഭികമായി ഉണർത്താനുണ്ട്. അഥവാ ഒരു മനുഷ്യന്റെ വാറിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1 ലിറ്ററാണ്. നമ്മുടെ വാറിന്റെ കപ്പാസിറ്റി 1 ലിറ്ററാണ്. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാട്ടർ ബോട്ടിലില്ലേ, അക്വാഫെന, അതുപോലെ ബിസ്ലേരി ഒക്കെ ഉള്ള ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ട് 1 ലിറ്റർ. ആ 1 ലിറ്ററാണ് ഒരു മനുഷ്യന്റെ വാറിന്റെ കപ്പാസിറ്റി. എല്ലാവർക്കും അത് ഇത്ര വലിയ വേറുള്ള ആളാണെങ്കിലും വേറിന്റെ കപ്പാസിറ്റി അള്ളാഹു കൊടുത്തത് 1 ലിറ്ററാണ്. പിന്നെ അത് 10 ലിറ്റർ ആയിട്ട് മാറി. അതെങ്ങനെ? അത് ഓരോ ആളുകളുടെ കുരുത്തക്കേടാണ് 10 ലിറ്ററാക്കി മാറ്റാൻ കാരണം അവരവരുടെ കുരുത്തക്കേടാണ്. നിങ്ങൾ അന്വേഷിച്ചു, നിങ്ങൾ പഠിച്ചോ, ഒരു മനുഷ്യന്റെ വേറിന്റെ കപ്പാസിറ്റി 1 ലിറ്ററാണ്. 1 ലിറ്ററും ഇല്ല, അതിൽ നിന്ന് ഒരൽപ്പം കുറവാണ്. അപ്പൊ ഇതിന്റെ ഒരു കാൽഭാഗമാണ് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞത്. 1 ലിറ്ററിന്റെ കാൽഭാഗം, അതൊരു 1/4 ലിറ്റർ ഭക്ഷണം കഴിക്കണം. 1/4 ലിറ്റർ നമ്മൾ കുടിക്കണം, 1/4 ലിറ്റർ ഒഴിച്ചിടണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. 1/4 ലിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു പൊറോട്ട പോലും അതിൽ ഒതുങ്ങൂല. ഒരു പൊറോട്ടയ്ക്ക് 1/4 ലിറ്ററിന്റെ അപ്പുറത്താണ്. മനസ്സിലായോ? ഈ 10 പൊറോട്ട തിന്നാലോ? ഒരു പൊറോട്ട എന്ന് പറഞ്ഞാൽ 1/4 ലിറ്റർ കഴിഞ്ഞു. 2-3 പച്ചരി ആകുമ്പോഴേക്കും 1/4 ലിറ്റർ കഴിഞ്ഞു. നമ്മൾ 8, 10, 12 പച്ചരി തിന്നാണ്. അതിന്റെ കാരണം നമ്മുടെ ഈ വയറ് എന്നുള്ളത് എലാസ്റ്റിക് ആണ്. പെണ്ണുങ്ങൾ കാണൂലേ, കല്യാണം കഴിഞ്ഞ് ഗർഭിണിയായാല് ആദ്യത്തെ 1-2 മാസം വയറിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. 3-ാമത്തെ മാസമാകുമ്പോ കുറച്ച് വയറുണ്ടാവും, 4-ാം മാസം കുറച്ച് ഉണ്ടാവും, 5-ാം മാസം, 9-ാം മാസം ഇങ്ങനെ വരും. എന്തുകൊണ്ടാണ്? ആ വയർ ഇങ്ങനെ എലാസ്റ്റിക് ആണ്. അത് നമ്മുടെ സ്കിൻ ഫിറ്റ് ജീൻ ഉണ്ടല്ലോ ആൾക്കാരിടുന്ന, അതിപ്പോ തടിയന്മാർക്കൂടെ, സ്ലിമായ ആൾക്കൂടെ, ആർക്കൂടെ. കാരണം അത് തടി അനുസരിച്ചിട്ട് ഇങ്ങനെ വെണ്ടായിക്കൊണ്ടേയിരിക്കും. അതേപോലെ നമ്മൾ തിന്നുന്നതിനനുസരിച്ചിട്ട് ബലൂൺ ഊതുന്നതിനനുസരിച്ച് ബലൂൺ വീർക്കുന്നത് പോലെ തിന്നുന്നതിനനുസരിച്ച് നമ്മുടെ വയർ ഇങ്ങനെ വെണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പൊ വയറ് കുറക്കാൻ ഒരാൾ എന്ത് ചെയ്യണം? 25 പൊറോട്ട നിന്നിട്ട് രാവിലെ നടന്നത് കൊണ്ട് വയറ് കുറയില്ല. മനസ്സിലായോ? വയറ് കുറക്കാൻ ഭക്ഷണം കുറക്കുക തന്നെ ചെയ്യണം. 1/4 ലിറ്റർ ഒരു മനുഷ്യന് നിലനിൽക്കാൻ ഒരു മനുഷ്യന്റെ നട്ടല് നിവർന്നു നിൽക്കാൻ, അഥവാ ആരോഗ്യത്തോടുകൂടി ഒരു മനുഷ്യന് ജീവിക്കാൻ 2-3 ഉരുളകൾ മതിയെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ച് നമ്മൾ രോഗിയായി മാറുകയാണ്. കൂടുതൽ തിന്നോറും വേറിങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കും. എങ്ങനെ വേറെ വരുന്നു എനിക്കറിയില്ല, ഇരുന്നത് കൊണ്ടാണെന്ന് പറയണ്ട. എത്രയോ ഇരിക്കുന്ന ആളുകളുണ്ട് വേറെ വരാത്തവർ. എന്നാൽ നിരന്തരമായി ചായം കൊണ്ട് നടക്കുന്ന ആളുകൾ, വാടുകളിൽ പോകുന്ന ആളുകൾ, അവർക്കൊക്കെ വലിയ വയറാണ്. അവർ നടക്കാത്തത് കൊണ്ടാണോ? അല്ല, തീറ്റയാണ് ഇവിടെ പ്രധാനം. ഭക്ഷണം എന്ന് പറഞ്ഞാൽ 1/4 ലിറ്റർ തിന്നണമെന്നാ പറഞ്ഞത്. സ്കൂളിലേക്ക് പോകുന്ന ഒരു പെൺകുട്ടി 1 പത്തിരി തിന്നിട്ട് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ 1
ഉമ്മമാര് ചീത്ത പറയുകയാണ്, എന്തേ നീ തിന്നാത്തത്, എന്തേ നീ തിന്നാത്തത്, എന്റെ മകൾ തീരെ തിന്നൂല എന്ന് പറയുന്ന ഉമ്മമാരോട് അവൾക്ക് ആവശ്യമുള്ളത് തിന്നു കഴിഞ്ഞിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഷെഡ്യൂളാക്കി ടൈം ടേബിൾ ഉണ്ടാക്കി തിന്നാനുള്ളതല്ല ഭക്ഷണം എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ ഭക്ഷണത്തിന്റെ അവസ്ഥ എന്താണ്? രാവിലെ എണീറ്റാൽ ഒരു ചായയും കടിയും വേണം, 9 മണിയായാൽ ബ്രേക്ക്ഫാസ്റ്റ് വേണം നമ്മൾക്ക്, 11 മണിയായാൽ ഒരു ജ്യൂസ് വേണം നമ്മൾക്ക്, ഉച്ചയായാൽ ചോറ് വേണം, വൈകുന്നേരമായാൽ ചായയും കടിയും വേണം, രാത്രിയായാൽ വീണ്ടും ഭക്ഷണം വേണം. അങ്ങനെ 5 നേരത്തെ ഷെഡ്യൂളാണ് നമ്മുടെ ഭക്ഷണം എന്ന് പറയുന്നത്. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, ഞങ്ങൾക്ക് രോഗാതിരിക്കാനുള്ള കാരണം ഞങ്ങൾ വിശക്കുമ്പോൾ മാത്രമേ തിന്നാറുള്ളൂ, വിശന്നാൽ മാത്രമേ തിന്നാറുള്ളൂ. രാവിലെ 9 മണിക്ക് നാസ്ത വേണം, അങ്ങനെ ഒരു കണക്ക് നമ്മുടെ നാട്ടിലില്ല, ഇസ്ലാമിൽ അങ്ങനെയില്ല. രാവിലെ ഒരു ചായ കുടിക്കണമെന്നില്ല, രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്നില്ല, ഉച്ചയ്ക്ക് ഒരു ഭക്ഷണം വേണമെന്നില്ല. നിങ്ങൾക്ക് വിശക്കുകയാണോ, നിങ്ങൾ ഭക്ഷണം കഴിക്കണം. എത്രയാണ് കഴിക്കേണ്ടത്? അഥവാ നിങ്ങളുടെ വിശപ്പ് മാറുന്നത് വരെ കഴിക്കണം. വിശപ്പ് മാറുന്നത് വരെ കഴിക്കണം. നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് രാവിലെ നാസ്തയും കഴിക്കാതെ കല്യാണത്തിന് പോയിട്ട് 3-4 മട്ടൻ ബിരിയാണി രാവിലെ നാസ്തൊന്നും കഴിക്കൂല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൂല. എന്തിന്? വിശക്കാൻ വേണ്ടിട്ട്. അപ്പൊ നന്നായിട്ട് അടിക്കാറ് രോഗികളാക്കുന്ന രീതിയാണ്, ഒരു മനുഷ്യനെ നശിപ്പിക്കുന്ന രീതിയാണ് ഇതൊക്കെ. അപ്പൊ രാവിലെ നീ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യും, ഒരു പത്തിരിയോ 2 പത്തിരിയോ കഴിക്കും. എന്നിട്ട് കല്യാണത്തിന് പോയാൽ ഒരു പ്ലേറ്റ് അവർ തരുന്നു. അതാണ് ഒരു മാന്യമായി. ഇപ്പൊ നമ്മള് ഫ്ലൈറ്റിൽ പോകുമ്പോൾ നമ്മൾക്കൊരു ഭക്ഷണം തരൂലേ, ഒരു ക്വാണ്ടിറ്റി. ഫ്ലൈറ്റിൽ പോയ ആളുകളാണല്ലോ ബഹുഭൂരിഭാഗം ആളുകൾ. ഫ്ലൈറ്റിൽ പോകുമ്പോൾ നമ്മൾക്കൊരു ബിരിയാണി കൊണ്ടുവരും. അതാണ് ഒരു മനുഷ്യന് നിലനിൽപ്പിന് ആവശ്യമായ ഭക്ഷണം. അതാണ് കണക്ക്. അതിനായിട്ട് കൂടുതൽ കഴിക്കാൻ പാടില്ല. കൃത്യമായിരിക്കും ഫ്ലൈറ്റിലൊക്കെ തരുന്ന ഭക്ഷണം കൃത്യമായിരിക്കും. ബിരിയാണി ഉണ്ടാവും, ചെറിയൊരു കഷ്ണം ഉണ്ടാവും, പിന്നെ ചെറിയൊരു സലാഡ് ഉണ്ടാവും. സലാഡ് നമ്മുടെ ഭക്ഷണത്തിൽ ഇല്ല. ഒരു മനുഷ്യനെ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾക്ക് കാരണമാക്കുന്നത് പച്ചക്കറികളും ഫ്രൂട്ട്സും കഴിക്കാതെ വെറും ഇറച്ചി മാത്രം കഴിക്കുന്നത് കൊണ്ടാണ്, മാംസം മാത്രം കഴിക്കുന്നത് കൊണ്ട്. നമ്മുടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മൾ മാംസമല്ലാതെ കഴിക്കാറുണ്ടോ? നമ്മുടെ വീടുകളിലുള്ള ബ്രേക്ക്ഫാസ്റ്റിന്റെ അവസ്ഥ എന്താണ്? രാത്രി ഉണ്ടാക്കിയ കറിയുടെ ബാക്കിയാണ് നമ്മുടെ പെണ്ണുങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് തരിക. രാത്രി ഉണ്ടാക്കുന്ന ചിക്കനും ബീഫും മീനാണ്, അതങ്ങനെ എടുത്തു വെച്ചിട്ട് രാവിലെ വീണ്ടും ചൂടാക്കി വീട്ടിലുള്ള പുരുഷന്മാർക്ക്, വീട്ടിലുള്ള മക്കൾക്ക് നമ്മുടെ ഭാര്യമാര് തരണം. രാവിലെ കഴിക്കുന്നത് ബീഫും മട്ടനും അതുപോലെ ചിക്കനും ഫിഷും ഒക്കെയാണ്. പക്ഷേ രാവിലെ അറബികളിൽപ്പെട്ട ഒരാളെയും ഇതുപോലെയുള്ള മാംസം കഴിക്കുന്നത് കാണാൻ കഴിയൂല. അവര് വെജ് കഴിക്കുന്നവരാണ്. രാവിലെ വെജ് കഴിക്കണമെന്നാണ്, നോൺ വെജ് കഴിക്കാൻ പാടില്ല. കഴിച്ചോ, അറബികളുടെ മുമ്പിൽ കഴിച്ചോ, യൂറോപ്യൻസിന്റെ മുമ്പിൽ കഴിച്ചോ, കളിയാക്കവര് രാവിലെ ഇറച്ചി കാണുന്നു കഴിക്കൂല. രാവിലെ മത്സ്യം കഴിക്കൂല, മാംസം കഴിക്കൂല, വെജാണ് രാവിലെ അവർ കഴിക്കാറുള്ളത്. ഏതുപോലെ കക്കിരി പോലെ ഫ്രൂട്ട്സുകൾ, ഇലഭക്ഷണങ്ങൾ. എന്നാൽ നമ്മുടെ ഭക്ഷണത്തിൽ തീരെ നിയന്ത്രണമില്ലാതെ രാവിലെ എണീറ്റുടനെ നല്ല ചിക്കൻ കറിയും പത്തിരിയും നമ്മൾ കഴിക്കുന്നുണ്ട്. ഉച്ചയ്ക്കും അത് തന്നെ, രാത്രിയും അത് തന്നെ. എന്നാൽ അതിനിടയിൽ പച്ചക്കറികളില്ല, ഫ്രൂട്ട്സ് ഇല്ല, ഇലകളില്ല, ഇലക്കറികളില്ല, ഒന്നുമില്ല, സലാഡുകളില്ല. അങ്ങനെ നിരന്തരമായി അധ്വാനമില്ലാതെ, എക്സസൈസ് ഇല്ലാതെ, വ്യായാമമില്ലാതെ മാംസം കഴിക്കുന്ന ആളുകൾക്കും ഇതുപോലെയുള്ള മാറാരോഗങ്ങളായ ക്യാൻസർ ഉണ്ടാകുമെന്ന് പഠനം തെളിയിക്കുന്നുണ്ട്. ക്യാൻസർ വരാനുള്ള കാരണം ഒന്ന്, പച്ചക്കറികളും ഫ്രൂട്ട്സും ഉൾപ്പെടുത്താത്ത മാംസം മാത്രം കഴിക്കുന്നത്. 2, നിരന്തരമായ നമ്മുടെ പുകവലിയും അതേപോലെ മയക്കുമരുന്നിന്റെയും കള്ളിന്റെയും അഡിക്റ്റായി മാറുന്നത്. പിന്നെ 3-ാമതായി ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ, സംസം എന്ന് പറയുന്ന ഹോട്ടലിലെ ആ പാചകക്കാരന് ക്യാൻസർ വന്ന ഒരു കാരണവുമില്ല. ഞാൻ ഊഹിച്ചെടുത്ത ഒരു കാരണം, അദ്ദേഹം അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്, ഗ്രിൽ ചിക്കൻ പാചകം ചെയ്യുന്ന ഒരാളാണ്. ഒരു പക്ഷേ നിരന്തരമായ പുകയായിരിക്കാം, നിരന്തരമായി ശ്വസിക്കുന്നത് പുകയാണ്. ആ പുക കാരണമായിരിക്കാം ക്യാൻസർ വന്നത്. അല്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണം വെറും മാംസമാക്കിയതാവാം. അതുകൊണ്ട് വ്യായാമമില്ലാതെ, എക്സസൈസ് ഇല്ലാതെ, അതുപോലെ തന്നെ നിരന്തരമായ അധ്വാനമില്ലാതെ മാംസങ്ങൾ പോലെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ക്യാൻസർ പോലെയുള്ള മാറാരോഗങ്ങൾക്ക് കാരണമാക്കുമെന്നാണ്. അതുകൊണ്ട് ആരോഗ്യം സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ആരോഗ്യം വളരെ പ്രധാനമാണ്. ആരോഗ്യം വളരെ പ്രധാനമാണ്. എപ്പോഴാണ് വീട്ടിലേക്ക് കയറിയിട്ട് ഇറങ്ങാൻ പറയാന്നറിയില്ല. മനസ്സിലായോ? അപ്പൊ ഡിഫെൻഡ് ചെയ്യണമെങ്കിൽ ആരോഗ്യം വേണം. ഇല്ലെങ്കിൽ ഓടുമ്പോ മുട്ടുകുത്തി വീഴും, സ്റ്റാമിന നഷ്ടപ്പെട്ടിട്ട്. നിങ്ങളോടൊക്കെ ഫുട്ബോൾ കളിക്കാൻ പറഞ്ഞാൽ 10 മിനിറ്റ് കൂടുതൽ നിങ്ങൾ കളിക്കോ? ഫുട്ബോൾ കളിക്കാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക, ആദൂരിൽ ഒരു ഫുട്ബോൾ ടൂർണമെന്റ്.
10 മിനിറ്റ് കളിക്കാൻ നിങ്ങളെ കൊണ്ടല്ലോ, എല്ലാവരും കൊണ്ടല്ല, കളിക്കുന്ന സ്ഥിരം കളിക്കുന്ന ആളുണ്ടാവും. അല്ലാത്തവർക്ക് ഒരു 5 മിനിറ്റ് കൂടിയാൽ പിന്നെ അവിടെ 5 മിനിറ്റ് അവിടെ ഇരിക്കേണ്ടി വരും. എന്തുകൊണ്ട്? വ്യായാമമില്ല, അധ്വാനമില്ല. ഇതൊക്കെ ദീനിന്റെ ഭാഗമാണ്. ഇതിനെ ആര് നിരുത്സാഹപ്പെടുത്തിയാലും സ്പോർട്സ് ദീനിന്റെ ഭാഗമാണ്, കളികൾ ദീനിന്റെ ഭാഗമാണ്, എക്സസൈസ് ദീനിന്റെ ഭാഗമാണ്, ജിമ്മ് ദീനിന്റെ ഭാഗമാണ്. ഒരു മുഅ്മിൻ ആരോഗ്യവാനായിരിക്കണമെന്നാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ് അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫ്. ബലഹീനനായ ദുർബലനായ ഒരു സത്യവിശ്വാസിയെക്കാളും അല്ലാഹുവിന് ഇഷ്ടം നല്ല ആരോഗ്യമുള്ള മുഅ്മിനെയാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരോഗ്യമുള്ള മുഅ്മിനെയാണ് അല്ലാഹുവിന് ഇഷ്ടം. അരിച്ചാക്കുള്ള മുഅ്മിനെയല്ല, 6 പാക്ക് ഉള്ള മുഅ്മിനെയാണ്. നല്ല 6 പാക്ക് വേണം, മസിൽസ് വേണം, സ്റ്റാമിന വേണം, ശരീരത്തിന്റെ ബോഡി ഫിറ്റ്നസ് വേണം. ഇതൊക്കെ ഇസ്ലാമിന്റെ ഭാഗമാണെന്ന് എന്റെ ചെറുപ്പക്കാരെ നിങ്ങൾ മനസ്സിലാക്കണം. ഇതെന്തിന്? ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ടീഷർട്ട് ഇട്ടിട്ട് കൈ ഇങ്ങനെ ആക്കിയിട്ട് വായ നോക്കാനല്ല, സ്കൂൾ വിടുമ്പോ കുട്ടികളെ വിടുമ്പോ അവിടെ പോയിട്ട് നോക്കാനല്ല. ഇത് നിന്റെ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. നിന്റെ മരണം വരെ ദീനിയായ ചിട്ടയോടുകൂടി അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണെന്ന ചിന്തയോടെ നിന്റെ ആരോഗ്യം നീ സൂക്ഷിച്ചാൽ അല്ലാഹു തആല അതുപോലും ഇബാദത്താക്കി മാറ്റും. നീ എന്തിനാ ആരോഗ്യം? നീ എന്തിനാ കളിക്കുന്നത്? രാവിലെ കളിക്കുന്നത്, വൈകുന്നേരങ്ങളിൽ കളിക്കുന്നത്? നീ എന്തിനാ എക്സസൈസ് ചെയ്യുന്നത്, വ്യായാമം ചെയ്യുന്നത്, നടക്കുന്നത്? ഇതെല്ലാം എനിക്ക് ജീവിക്കുന്ന കാലത്തോളം അള്ളാഹുവിനെ ആരാധിച്ച് ജീവിക്കണം. എനിക്ക് ഇരുന്നിട്ട് നിസ്കരിക്കാൻ താല്പര്യമില്ല. മരിക്കുന്നത് വരെ പള്ളിയിലേക്ക് നടന്നിട്ട് പോകണം. എനിക്ക് മരിക്കുന്നത് വരെ നിന്നുകൊണ്ട് നിസ്കരിക്കണം. രോഗിയായാൽ നടക്കാൻ കഴിയില്ല, ഇരുന്ന് നിസ്കരിക്കേണ്ടി വരും, കിടന്ന് നിസ്കരിക്കേണ്ടി വരും, നോമ്പെടുക്കാൻ കഴിയില്ല. ഞാനൊരു ദുർബലനായ മുഅ്മിനായാൽ, ദഈഫായ മുഅ്മിനായാൽ, അതുകൊണ്ട് എന്റെ മരണം വരെ എനിക്ക് അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ആരോഗ്യം വേണമെന്നുള്ള ചിന്തയോടെ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ പുഷ്ടിപ്പെടുത്തിയാൽ അത് ഇബാദത്താണെന്ന് മനസ്സിലാക്കണം. അല്ലാഹു പറഞ്ഞത് അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ, അവനാണ് നല്ലവൻ. അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ, മുഅ്മിനാണ് നല്ലവൻ. നല്ലവൻ എന്ന് മാത്രമല്ല വഅഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവനെയാണ്. ആരെക്കാളും? മിനൽ മുഅ്മിനിൽ ളഈഫ്, ബലഹീനനായ ദുർബലനായ ഒരു വിശ്വാസിയെക്കാളും അല്ലാഹുവിന് ഇഷ്ടം ആരോഗ്യമുള്ള മുഅ്മിനെയാണ്. എന്താണ് ആരോഗ്യം എന്ന് പറയുന്നത്? മാനസികമായ ആരോഗ്യം വേണം, ശാരീരികമായ ആരോഗ്യം വേണം. മാനസികമായ ആരോഗ്യവും ശാരീരികമായ ആരോഗ്യവും വേണം. മാനസികമായ ആരോഗ്യം ഉണ്ടാവാൻ 5 കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഇബ്രാഹിമുൽ ഖബ്ബാസ് തങ്ങൾ പറഞ്ഞത്. മാനസികമായ ആരോഗ്യം ഉണ്ടാവാൻ 5 കാര്യങ്ങൾ ചെയ്യണമെന്നാ പറഞ്ഞത്. ഒന്നാമത്തേത് ഖിറാഅത്തുൽ ഖുർആനി ബിത്തദ്ബീർ, അർത്ഥം ആലോചിച്ചുകൊണ്ട് ഖുർആൻ ഓതണേ. അർത്ഥമറിയുന്നവർ, അർത്ഥമറിയാത്ത ആളുകൾ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് കച്ചവടത്തിന്റെ ചിന്തയില്ലാതെ, കളികളുടെ ചിന്തയില്ലാതെ, മറ്റുള്ള ഒരു ചിന്ത പോലും ഇല്ലാതെ മൊബൈൽ ഫോണുകളെല്ലാം മാറ്റിവെച്ച് ഖുർആനിലേക്ക് തന്നെ ശ്രദ്ധിച്ചിട്ട് നിങ്ങളുടെ ശരീരത്തെ കേൾപ്പിക്കുമാർ വളരെ മനോഹരമായ ശബ്ദത്തിൽ 1.5 മണിക്കൂറെങ്കിലും നിരന്തരമായി ഖുർആൻ ഓതുന്ന ആളുകളാണെങ്കിൽ അല്ലാഹു തആല മാനസികമായ ആരോഗ്യം നൽകും. അതേപോലെ ശാരീരികമായ ആരോഗ്യവും ഖുർആൻ ഓതുന്ന ആളുകൾക്ക് അല്ലാഹു നൽകും. ഖുർആൻ ഓതുന്ന ആളുകൾക്ക് മാനസിക ആരോഗ്യമല്ല, ശാരീരിക ആരോഗ്യം നൽകും. ക്യാൻസറിനെ പോലും ശിഫപ്പെടുത്താൻ ഖുർആന് കഴിയും. وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ, ഖുർആൻ എന്നുള്ളത് നിറയെ മരുന്നാണ്. ഖുർആനിലെ ഓരോ ആയത്തുകൾ ഓരോ രോഗങ്ങൾക്കുള്ള മരുന്നാണ്. പനിക്ക് പാരസിറ്റമോൾ കുടിക്കുന്നത് പോലെ, പെനഡോൾ കുടിക്കുന്നത് പോലെ, കഫത്തിന് കഫ് സിറപ്പ് കുടിക്കുന്നത് പോലെ, അതേപോലെ ഓരോ രോഗങ്ങൾക്ക്, ഓരോ അസുഖങ്ങൾക്ക് ഓരോ മരുന്നുകൾ കുടിക്കുന്നത് പോലെ ഖുർആനിന്റെ ഓരോ ആയത്തുകൾ ഓരോ രോഗങ്ങൾക്കുള്ള മരുന്നാണ് എന്ന് മനസ്സിലാക്കുക. ഫാത്തിഹ ഓതി മാരകമായ രോഗങ്ങൾ ശിഫപ്പെടുത്തിയ ആളുകളുണ്ട്. ഫാത്തിഹ ഓതും ശിഫയായി. പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ് 3 തവണ, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് 1 തവണ, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് 1 തവണ. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരാളിങ്ങനെ ഓതുകയാണ്, പിതാവ് ഓതുകയാണ്, മാതാവ് ഓതുകയാണ്. അപ്പൊ മോൻ ചോദിക്കുക, അതെന്താ ഉപ്പ നിങ്ങൾ അങ്ങനെ ഓതാൻ കാരണം? അത് കൈയൊക്കെ ഇങ്ങനെ തടവിയത്. അപ്പൊ മകനോട് പറയണം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ
ഹുബ്ബുൻ നബി, മക്കളുടെ ഹൃദയത്തിലേക്ക് അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള ഇഷ്ടം നമ്മൾ ഇട്ടുകൊടുത്താൽ പിന്നെ മയക്കുമരുന്നിന്റെയോ കഞ്ചാവിന്റെയോ പിന്നാലെ, പ്രേമത്തിന്റെയോ പിന്നാലെ നമ്മുടെ മക്കൾ പോവില്ല. അവർക്ക് പ്രണയിക്കാൻ ഒരാളുണ്ട്. അതാണ് ലോകത്ത് മാതൃകായോഗ്യനായ ഒരു മനുഷ്യൻ. ലോകത്തെ ഏറ്റവും മാതൃകയായ ഒരാളല്ലേ നമ്മൾ സ്നേഹിക്കേണ്ടത്. സ്നേഹിക്കുകയാണെങ്കിൽ, പ്രേമിക്കുകയാണെങ്കിൽ ഇതിന് കാരണമുണ്ടാവണം. വെറുതെ എന്തിനാ ഒരാളെ സ്നേഹിക്കുന്നത്? നമ്മെ സ്നേഹിച്ച ആളുകളെയല്ലേ നമ്മൾ തിരിച്ചു സ്നേഹിക്കേണ്ടത്. നമ്മൾക്കൊരു നന്മ ചെയ്തവരെയോടല്ലേ നമ്മൾ തിരിച്ച് സ്നേഹം പ്രകടിപ്പിക്കുക. മാതാവിനെ സ്നേഹിക്കുന്നു എന്തുകൊണ്ട് ഭക്ഷണം തരുന്നു, പിതാവിനെ സ്നേഹിക്കുന്നു എന്തുകൊണ്ട് ക്യാഷ് തരുന്നു. വീടും വസ്ത്രവും ക്യാഷും ഭക്ഷണവും ഇതൊക്കെ തരുമ്പോ സ്വാഭാവികമായി നമ്മൾ മാതാപിതാക്കളെ സ്നേഹിക്കും. എന്നാ പിന്നെ സിനിമാ നടന്മാർ എന്തിനാ സ്നേഹിക്കുന്നത്? കാരണങ്ങളില്ല. അവര് നമ്മൾക്കൊന്നും തന്നിട്ടില്ല. CAA NRC വന്നപ്പോ അവരെ മിണ്ടിയിട്ടില്ല. അവര് മിണ്ടൂല. കളിക്കാർ അവരും മിണ്ടൂല. മിണ്ടിയാൽ അവർക്കറിയാം ഇൻകം ടാക്സ് വീട്ടിൽ വരും. ഇപ്പൊ ബീഹാറിലെ ലാലുവിനെ പിടിച്ചിട്ട് കുംഭകോണത്തിന്റെ പേരിൽ ജയിലിലിട്ടു. എന്നാ നിതീഷ് കുമാർ ലാലുവിന്റെ കൂടെയുള്ള ആളാണ്. നിതീഷ് കുമാർ BJPക്ക് സപ്പോർട്ട് ചെയ്തു. BJPക്ക് നിതീഷ് കുമാർ സപ്പോർട്ട് ചെയ്തിരുന്നില്ലെങ്കിൽ ലാലുവിനെ പോലെ നിതീഷ് കുമാറും ജയിലിൽ കിടക്കായിരുന്നു. ലാലുവിന് ആദർശമുള്ളത് കൊണ്ട് ജയിലിൽ കിടന്നാലും കുഴപ്പമില്ല, BJPന്റെ കൂടെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു. നിതീഷ് കുമാർ ജയിലിൽ കിടക്കാതിരിക്കാൻ വേണ്ടി BJPയുടെ കൂടെ കൂടി. നമ്മുടെ CCD കഫേ കോഫിയുടെ മുതലാളി മംഗലാപുരത്ത് വെച്ച് ആത്മഹത്യ ചെയ്തല്ലോ. അദ്ദേഹത്തിന്റെ അമ്മൂച്ചനാണ് SM കൃഷ്ണ, കോൺഗ്രസിന്റെ നേതാവാണ്. അദ്ദേഹത്തെ ജയിലിടുന്ന് പറഞ്ഞപ്പോ BJPയിൽ കൂടി, ഇദ്ദേഹം കൂടിയില്ല. ഇദ്ദേഹത്തിന് സത്യത്തില് ബുദ്ധി എന്ന് പറയുന്നത് അവരുടെ കൂടെ കൂടിയാൽ മതിയായിരുന്നു. ഒരു ഇൻകം ടാക്സും ഇല്ല, ഒരു ആദായ നികുതിക്കാരും വരില്ല, ആരും വരില്ലായിരുന്നു. BJPനെ സപ്പോർട്ട് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ആദർശമുള്ള ആളുകൾ കൂടില്ല. ഇപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ പോലീസുകാരെ നിയന്ത്രിക്കാൻ ഭരണകൂടത്തിന് സാധിക്കാതെ വരുന്നത്? എന്ത് ഡയലോഗ് അടിക്കുന്നുണ്ടെങ്കിലും, NRCയുടെയും CAAയുടെയും പേരിൽ നിരന്തരമായി ഡയലോഗ് അടിക്കുന്നുണ്ടെങ്കിലും ഇവിടുത്തെ പോലീസുകാർ നിരന്തരമായി NRCക്ക് വേണ്ടി പ്രതിഷേധിക്കാൻ ഇറങ്ങിയ ആളുകളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് പോലും കൊടുത്തില്ല. NRCയുടെ പ്രതിഷേധിക്കാൻ വേണ്ടി റാലിയിൽ പങ്കെടുത്തതിന്റെ പേരിൽ ഒരു മുസ്ലിം ചെറുപ്പക്കാരന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല. UP അല്ല, അങ്ങ് കേരളത്തിലെ മുഖ്യമന്ത്രി നിരന്തരമായിട്ട് പറയാണല്ലോ NRC നമ്മൾ അങ്ങനെയാക്കും, ഞങ്ങൾ ഇങ്ങനെയാക്കും എന്നൊക്കെ പറയാൻ. പക്ഷെ എന്തുകൊണ്ടാണ് ഇവിടുത്തെ പോലീസിനെ നിയന്ത്രിക്കാൻ കഴിയാത്തത്? പേടിയാണ്, ഭയമാണ്, ചില പ്രവർത്തനങ്ങളുടെ പേരിലുള്ള ഭയമാണ്. അത് കഴിയില്ല. എന്നാൽ നമ്മുടെ ആദർശം മുറുക്കെ പിടിക്കുന്ന ആളുകൾ ഏത് ജയിലറകളായാലും അതവരെ പിടിച്ചു നിൽക്കും. അതല്ലാതെ ആവാശയത്തിന് വേണ്ടി ജീവിക്കുന്ന ആളുകളോ അവരപ്പ കണ്ട ആളുകളെ അപ്പ എന്ന് വിളിക്കാൻ ഒരു മടിക്കൂല. നമ്മൾ അങ്ങനെ ആവരുത്. നമ്മൾ ആദർശത്തിന്റെ ആളുകളാവണം. തല പോയാലും ജീവൻ പോയാലും ആദർശം വിട്ടുകൊടുക്കരുത്. സ്ത്രീകളുടെ അടുക്കലേക്ക് കുട്ടികളെ അയക്കുന്നുണ്ട്. എല്ലാവരും വളരെ നല്ല രീതിയിൽ സഹകരിക്കുക. എല്ലാവരും സഹകരിക്കുക, ആത്മാർത്ഥമായിട്ട് സഹകരിക്കുക. 10-20 എന്ന പരിപാടി മാറ്റിവെച്ചിട്ട് 100 ആൻഡ് അബവ് 500 അതിന് മുകളിൽ ഇടാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, 10 ഇട്ടാലും 20 ഇട്ടാലും അല്ലാഹു പ്രതിഫലം തരും. പക്ഷേ നിങ്ങളുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാകണമെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട സംഖ്യ ഇടണം. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പൊ ബക്കറ്റിലേക്ക് ഇടുമ്പോ പടച്ചോനെ ക്യാൻസർ പോലെയുള്ള മാറാരോഗങ്ങൾ തരല്ലേ, അള്ളാഹുവിന്റെ അപകടത്തിൽ നിന്ന് സലാമത്താക്കണേ എന്നിങ്ങനെയുള്ള ചിന്തയോടുകൂടിയാണ് നിങ്ങൾ ബക്കറ്റിലേക്ക് ഇടുന്നത്. ഗർഭിണികളുടെ പടച്ചോനിക്ക് സുഖപ്രസവം തരണേ, കുട്ടികളുടെ പടച്ചോനെ പരീക്ഷയിൽ പാസ്സാക്കണേ, ചെറുപ്പക്കാർ പടച്ചോനിക്ക് നല്ല ജോലി തരണേ. അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു നീയത്തോടു കൂടിയാണ് നിങ്ങൾ ബക്കറ്റിലേക്ക് ഇടുന്നതെങ്കിൽ 10 രൂപ ഇട്ടത് കൊണ്ട് അതൊന്നും നടപ്പിലാവൂല. 10 രൂപയ്ക്ക് കൂലി കിട്ടും. പക്ഷേ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടപ്പിലാവണമെങ്കിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഖ്യ തന്നെ ബക്കറ്റിലിടാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടതാണ് അല്ലാഹു സ്വീകരിക്കുന്നത്. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. ഇഷ്ടപ്പെട്ടത് കൊടുക്കുമ്പോൾ അല്ലാഹു നിങ്ങൾക്ക് പരിപൂർണമായ പ്രതിഫലം തരുന്ന. എവിടെ പോയാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സംഖ്യ 100 ഒക്കെ ഒരു ആവറേജ് ഒരു മനുഷ്യന് ഇഷ്ടപ്പെട്ട ഒരു സംഖ്യയാണ്. പക്ഷെ 10 ഒന്നും അങ്ങനെയല്ല. 10 ബെഗേഴ്സ്, യാചകന്മാര് പോലും ഇഷ്ടപ്പെടാത്തൊരു സംഖ്യയാണ് 10 എന്ന് പറഞ്ഞാൽ. എന്നാൽ ഒരു 100 അത് വലിയ ഇഷ്ടപ്പെട്ടതാണെന്ന് ഇപ്പറയാൻ എനിക്കില്ല. എന്നാലും കുഴപ്പമില്ല. 100 എന്നൊക്കെ പറഞ്ഞൊരു അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സംഖ്യയാണ്. അതുകൊണ്ടൊരു 100 അതിന് മുകളിലോ നമ്മെ ഓരോ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട സംഖ്യ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. എങ്കിൽ അല്ലാഹു നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ചു തരും. മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു സലാമത്താക്കും. അതേപോലെ നാളെ അർശിന്റെ തണൽ നൽകി അല്ലാഹു അനുഗ്രഹിക്കും. അല്ലാഹു ഇതൊക്കെ നമ്മൾക്ക് നൽകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്ന വിഷയം, പരിശുദ്ധ ഖുർആൻ എന്നുള്ളത് മരുന്നാണ്.
ഖുർആൻ എന്നുള്ളത് മരുന്നാണ്. എന്തിനുള്ള മരുന്ന്? ശാരീരികമായ മാനസികമായ ആരോഗ്യത്തിനുള്ള മരുന്നാണത്. അതാണ് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ സൂറത്തുൽ ഇഖ്ലാസ് 3 തവണ ഓതണം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഓതണം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതണം. എന്നിട്ട് ശരീരമാസകലം നിങ്ങൾ തടവിയാൽ നിങ്ങൾക്ക് മാരകമായ ഒരു അസുഖവും വരൂല എന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. ഇതൊക്കെ വളരെ ചെറുപ്പത്തിലേ നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ട ബാധ്യത മാതാപിതാക്കൾക്കാണ്, അതല്ലാതെ ഉസ്താദുമാർക്കല്ല, മദ്രസയുടെ ഉസ്താദുമാർക്കല്ല. ഇത് അവർക്ക് പഠിപ്പിക്കാനേ കഴിയുള്ളൂ, ജീവിതത്തിൽ പകർത്തിക്കാൻ അവരെ കൊണ്ട് കഴിയില്ല, പ്രാക്ടിക്കലായി കൊണ്ടു നടക്കാൻ അവരെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാതാപിതാക്കളോട് അല്ലാഹു നാളെ ചോദിക്കാൻ പോകുന്നത്, നിങ്ങൾ മക്കളോട് എങ്ങനെ പെരുമാറി എന്നാണ്. നമ്മൾ മക്കളോട് എങ്ങനെ പെരുമാറി എന്നാണ് അല്ലാഹു തആല നാളെ നമ്മോട് ചോദിക്കാൻ പോകുന്നത്. മക്കളോടുള്ള കടമ നിങ്ങൾ വീട്ടിയിട്ടുണ്ടോ? ഒന്നാമത്തെ കടമ എന്ന് പറയുന്നത് മക്കളുടെ ഹൃദയത്തിലേക്ക് അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള ഇഷ്ടം ഇട്ടുകൊടുക്കലാണ്. അതൊന്ന് ഇട്ടുകൊടുത്താൽ തന്നെ സ്വാഭാവികമായി എല്ലാ മക്കളും നന്നാവും. നബിതങ്ങളെ ഇഷ്ടപ്പെടുന്നവൻ, നമ്മുടെ ഇഷ്ടമെന്ന് പറയുന്നത് ആത്മാർത്ഥമായ ഇഷ്ടമല്ല, നമ്മുടേത് കാപട്യമാണ്, കപട സ്നേഹമാണ്. നമ്മുടെ സ്നേഹം യഥാർത്ഥമായ സ്നേഹമല്ല. ഇൻകാന ഹുബ്ബുക സ്വാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു യുതീഉ. സ്നേഹം യഥാർത്ഥമാണെങ്കിൽ ആരെയാണോ സ്നേഹിക്കുന്നത് അവര് പറയുന്നത് കേൾക്കാൻ നമ്മൾ തയ്യാറാവും. നമ്മൾ ആരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത്? എന്നാൽ നിങ്ങൾ പ്രണയിച്ചിട്ട് പരിചയം ഉണ്ടാവല്ലോ, കുറെ ആളുകൾക്ക് പ്രണയിച്ചിട്ട് എക്സ്പീരിയൻസ് ഉണ്ടാവല്ലോ. പ്രണയിക്കുന്ന കാമുകി മിഠായി വേണമെന്ന് പറയുമ്പോ പൈസ ഇല്ലെങ്കിലും കടം വാങ്ങിച്ചു കൊടുത്തിട്ടില്ലേ? എന്തുകൊണ്ട്? സ്നേഹം യാഥാർത്ഥ്യമായതുകൊണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഒന്നല്ല 2-3 പെൺകുട്ടികളുണ്ടെന്ന് സങ്കല്പിക്കുക. അങ്ങനെ പ്രണയിക്കുന്ന ആളുണ്ട്. 2-3-4 ആളുകളോട് ഇങ്ങനെ നിരന്തരമായി ചാറ്റ് ചെയ്യുന്ന ചെറുപ്പക്കാരുണ്ട്. അപ്പൊ അവർക്ക് ഒന്നിനോട് സിൻസിയർ ആയിട്ട് പ്രേമം ഉണ്ടാവില്ല, ഇതൊരു ടൈം പാസിന് വേണ്ടി കൊണ്ടെടുക്കുന്ന ആളായിരിക്കും. അപ്പൊ ഏതെങ്കിലും ഒരു പെൺകുട്ടി പറഞ്ഞ് എനിക്കൊരു മിഠായി വേണം, അവരിങ്ങനെ പുച്ഛത്തോടെ തള്ളിക്കളയും. എനിക്ക് മിഠായി വേറെ പണിയൊന്നുമില്ലെന്ന്. എന്തുകൊണ്ട്? സ്നേഹം യഥാർത്ഥ സ്നേഹമില്ല, കാപട്യമാണ്, ടൈം പാസിന് വേണ്ടിയാണ്. എന്നാൽ യഥാർത്ഥ സ്നേഹമാണെങ്കിൽ മിഠായി അല്ല, ആ ചന്ദ്രനെ പിടിച്ചിടാൻ പറഞ്ഞാൽ അതിനുപോലും അയാൾ ശ്രമിക്കും. മനസ്സിലായോ? അപ്പൊ സ്നേഹം, നബിതങ്ങളോടുള്ള സ്നേഹം ആത്മാർത്ഥമായ സ്നേഹമാണെങ്കിൽ ഒരു തെറ്റും ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയില്ല. ഇനി തെറ്റൊക്കെ വരും, തെറ്റ് വരൂല എന്നൊന്നും ഞാൻ പറയുന്നില്ല. തെറ്റൊക്കെ മനുഷ്യന്റെ ഭാഗത്ത് നിന്ന് വന്നു പോയാൽ അയാൾക്ക് കുറ്റബോധമുണ്ടാകും. അയാളാണ് മുഅ്മിൻ. സത്യവിശ്വാസി എന്ന് പറയുന്നത് തെറ്റു ചെയ്യാത്തവനല്ല, സത്യവിശ്വാസി. തെറ്റു ചെയ്താൽ അയാൾക്ക് കുറ്റബോധം ഉണ്ടാകും, അയാളാണ് സത്യവിശ്വാസി. മുഅ്മിൻ, മുത്തഖി എന്നൊക്കെ പറഞ്ഞാൽ ആരാ? ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യൂല എന്നാണോ? അല്ല, പിന്നെയോ? മുത്തഖി എന്ന് പറഞ്ഞാൽ ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും പൈശാചികമായ ചിന്തകൾ ഉണ്ടായാൽ, പിശാചിന്റെ പ്രലോഭനങ്ങൾ ഉണ്ടായാൽ പെട്ടെന്ന് അവർക്ക് ബോധോദയം ഉണ്ടാകും. തെറ്റ് വന്നു പോയാൽ പടച്ചോനെ എന്റെ ഭാഗത്ത് തെറ്റ് വന്നു പോയല്ലോ, കുറ്റബോധത്തോടുകൂടെ അല്ലാഹുവേ എനിക്ക് നീ മാപ്പ് നൽകണേ അല്ലാ എന്ന് ദുആ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങുന്നവരാണ് സത്യവിശ്വാസി. ഇൻ സറതുഹു ഹസനതുഹു വസാഅതുഹു സയ്യിഅതുഹു ഫദാലികൽ മുഅ്മിൻ. തെറ്റ് ചെയ്യുമ്പോൾ വേദനയും നന്മ ചെയ്യുമ്പോൾ സന്തോഷവും ഉണ്ടോ എങ്കിൽ നീ ഒരു മുഅ്മിനാണ് എന്ന് പറഞ്ഞത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇൻ സറതുഹു ഹസനതുഹു, ഒരു നന്മ ചെയ്യുമ്പോൾ സന്തോഷം. ഇതാ വഅദ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അല്ലാഹുവിന് വേണ്ടി 2 മണിക്കൂർ ചെലവഴിക്കാൻ എനിക്ക് കഴിഞ്ഞുവല്ലോ റബ്ബേ, സന്തോഷമുണ്ടായി എങ്കിൽ നീ ഒരു മുഅ്മിനാണ്. പോകുന്ന വഴിയിൽ എന്തെങ്കിലും ഹറാം നീ കണ്ടുപോയാൽ പടച്ചോനെ ഒരു വഅദ് കഴിഞ്ഞ് പോകുമ്പോഴാണല്ലോ കാണാൻ പാടില്ലാത്തത് ഞാൻ കണ്ടുപോയത്, എനിക്ക് നീ മാപ്പ് നൽകണേ റബ്ബേ, ഞാനൊരു തെറ്റുകാരനായി പോയി റബ്ബേ എന്ന കുറ്റബോധം നിനക്കുണ്ടെങ്കിൽ നീ ഒരു മുഅ്മിനാണ്. കുറ്റബോധമില്ലാതെ വഅദും കഴിഞ്ഞു പോകുമ്പോൾ കണ്ട ഹറാമുകളൊക്കെ കണ്ട് നീ നടന്നു നീങ്ങുകയാണെങ്കിൽ, പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും ഹറാമുകൾക്ക് നിസ്സാരമായ ബോധത്തോടുകൂടെ, നിസ്സാരമായ ഭാവത്തോടുകൂടെ ഹറാമുകൾ
ചെയ്യുകയാണെങ്കിൽ മുഅ്മിൻ എന്ന് പറയാൻ കഴിയൂല. മുഅ്മിനീങ്ങൾക്ക് തെറ്റൊക്കെ ചെയ്യും. മുഅ്മിനീങ്ങൾ മുത്തഖീങ്ങളുടെ ഭാഗത്തൊക്കെ തെറ്റ് വരും. പക്ഷെ തെറ്റ് വരുമ്പോൾ അവർക്ക് കുറ്റബോധം ഉണ്ടാവും. എന്നാൽ കുറ്റബോധമില്ലാതെ നിസ്സാരമായി തെറ്റുകളെ കാണുന്നവർ, ഒരു തെറ്റ് ചെയ്താൽ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാത്തവർ, അവരെ കുറിച്ച് മുഅ്മിൻ എന്ന് പറയാൻ പറ്റൂല. ഇനി നിങ്ങൾ തീരുമാനിച്ചോ നമ്മൾ മുഅ്മിനാണോ അല്ലേ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, മാനസികമായ ശാരീരികമായ ആരോഗ്യം ആഗ്രഹിക്കുന്ന ആളുകൾ, അതേപോലെ കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിയുടെ അഡിക്റ്റായി മാറുന്നത്, സിനിമ കാണാൻ പഠിപ്പിക്കുന്നത്, കള്ള് കുടിക്കാൻ പഠിപ്പിക്കുന്നത്, പുകവലിക്കാൻ പഠിപ്പിക്കുന്നത് എല്ലാം ചങ്ങാതിമാരാണ്. അതുകൊണ്ട് എങ്ങനെ അതിൽ നിന്ന് മാറി നിൽക്കാമെന്ന് ഈ 5 കാര്യങ്ങളിൽ നിന്ന് നമ്മൾക്ക് ശ്രദ്ധിക്കാൻ കഴിയും. നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഇതെല്ലാം നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, ചില ആളുകൾ ഉണ്ടാവും കുറ്റബോധമുള്ളവർ, പെട്ടുപോയി കഞ്ചാവിൽ, ഇത് നിർത്തണം പക്ഷെ കഴിയുന്നില്ല. വിഭിചാരികളുണ്ടാകും, പെട്ടുപോയി നിർത്താൻ കഴിയുന്നില്ല, പക്ഷെ നിർത്താൻ ഭയങ്കര ആഗ്രഹമാണ്. മഹാനായ അബൂ ഹനീഫ ഇമാമിന്റെ സമീപത്തേക്ക് ഒരാൾ കടന്നു വന്നിട്ട് പറഞ്ഞു, അബൂ ഹനീഫ ഇമാം എന്നവരെ, ഞാൻ കള്ളുകുടിയനാണ്, എനിക്ക് നിർത്തണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ കഴിയുന്നില്ല, എനിക്ക് ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, എന്നെക്കാളും ഈ നിനക്കാണ്. കുടിക്കാത്തവനല്ല, കുടിച്ചിട്ട് നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവനാ ഈമാനുള്ളത്. കുടിക്കാത്തത് എന്തേ? സാഹചര്യമില്ലാത്തതുകൊണ്ട്. നമ്മൾ പറയില്ല നമ്മൾ വിഭജിച്ചിട്ടില്ല, സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മൾക്ക് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി, ഒറ്റയ്ക്ക് ഒരു അവസരം ഉണ്ടായി, ആരും കാണൂല, ആരും അറിയൂല എന്ന ഉറപ്പാണ്. നല്ലൊരു സുന്ദരിയായ ഒരു പെണ്ണ്, സുന്ദരനായ ഒരാണ്, അവസരം 2 പേർക്കുണ്ട്, ആരും കാണൂല, ആരും അറിയൂല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഞാൻ വ്യഭിചരിക്കാതെ മാറി നിൽക്കുമോ എന്ന് നമ്മൾ ആലോചിക്കുക. അതല്ലാതെ ഞാൻ ജീവിതത്തിൽ വ്യഭിചരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അഭിമാനിക്കേണ്ട ആരും. ഇന്നത്തെ സാഹചര്യം പോലെ കോളേജുകളിൽ, സ്കൂളുകളിൽ പഠിക്കാൻ നമ്മൾക്ക് അവസരമുണ്ടായിരുന്നുവെങ്കിൽ പ്രേമിക്കാതെ ഞാൻ ജീവിക്കുമായിരുന്നോ എന്ന് സ്വന്തമായിട്ടൊരു നിലപാടെടുക്കുക. മക്കളൊക്കെ നമ്മൾ പറയില്ലേ, കോളേജിൽ പോകുന്നവരൊക്കെ മോശമാണ്. അല്ലല്ല, കോളേജിൽ പഠിക്കുന്നവരൊന്നും മോശമല്ല, അവരൊക്കെ എത്രയോ മാന്യന്മാരാണ്. പഠിക്കുന്ന പെൺകുട്ടികളെയും പഠിക്കുന്ന ആൺകുട്ടികളെയും മോശമാക്കി ചിത്രീകരിക്കരുത്. ഒരുപക്ഷെ അവര് പഠനാവശ്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ടാവാം, അതല്ലാതെ അവരൊക്കെ മോശക്കാരാക്കി നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. പഠിക്കുന്നവരൊക്കെ മോശക്കാരല്ല, സ്വന്തം വീട്ടിലിരുന്ന് പഠിക്കാതെ സ്വന്തം വീട്ടിലിരിക്കുന്നവരാണ് അവരെക്കാളും മോശക്കാരെന്ന് മനസ്സിലാക്കണം. അവരെക്കാളൊക്കെ മോശക്കാരുള്ളത് പഠിക്കാതെ വീട്ടിലിരിക്കുന്നവരാണ്. പഠിക്കുന്നവർക്ക് ആണുങ്ങളെ കണ്ട് പരിചയമുണ്ട്, ഒന്നല്ല ആയിരക്കണക്കിന് ആണുങ്ങളെ കണ്ട് പരിചയമുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. ആണുങ്ങളുടെ ചതി എന്താണെന്നറിയാം ഈ പഠിക്കാൻ പോകുന്ന പെൺകുട്ടികൾക്ക്. എന്നാൽ വീട്ടിലിരിക്കുന്ന പെൺകുട്ടികളുടെ SSLC കഴിഞ്ഞ് പഠിക്കാൻ അയച്ചിട്ടില്ല, +2 കഴിഞ്ഞ് പഠിക്കാൻ അയച്ചിട്ടില്ല. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് കല്യാണത്തിന് പോയി ആരെങ്കിലും ഒന്ന് കണ്ണിറുക്കിയാൽ അപ്പോഴേക്കും അവൾ കൂടെ പോയി. വാതിന് വന്നതാണ്, ആരെങ്കിലും ഒരാൾ പിന്നാലെ വന്ന് നമ്പർ കൊടുത്താൽ അവൾ കൂടെ പോയി. എന്നാൽ ഒരു ഡിഗ്രി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയെ സംബന്ധിച്ചിടത്തോളം അനുഭവങ്ങളുടെ വെളിച്ചത്തിലൂടെയാണ് അവൾ ജീവിക്കുന്നത്. ഒരാൾ കണ്ണിറുക്കിയാൽ അയാളുടെ പിന്നാലെ പോകാൻ അവൾ തയ്യാറാവൂല. നമ്പർ കൊടുത്താൽ അയാളെ കണ്ണുരുട്ടി പേടിപ്പിക്കാനുള്ള തന്റെ ഇടം അവൾക്കുണ്ടാകും. എന്നാൽ വീട്ടിലിരുന്നിട്ട് പുരുഷന്മാരെ കാണാതെ സ്വന്തം വീട്ടിലിരുന്നിട്ട് മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് കാമുകന്മാരുമായി ചാറ്റ് ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്. രാത്രി മാതാപിതാക്കൾ കിടന്നുറങ്ങാതെ ബ്ലാങ്കറ്റിന്റെ അകത്തളങ്ങളിൽ കയറിയിട്ട് രാവിലെ വരെ വീഡിയോ കോൺഫറൻസ് നടത്തുന്ന ആളുകളുണ്ട്. ഇല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയോ? കല്യാണം കഴിഞ്ഞവരുണ്ട്, കല്യാണം കഴിയാത്തവരുമുണ്ട്, ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങൾ പറയേണ്ട എല്ലാവരും ഉത്തരവാദികളാണ്. ഞാൻ ചോദിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, മൊബൈൽ ഫോൺ നിങ്ങൾ കൊടുക്കണമെന്നില്ല. ആദൂർ മഖാം ഉറൂസിന് വരുമ്പോൾ ഒരു കാമുകൻ തന്റെ കാമുകിയോട് ഉറൂസിന് വരാൻ പറഞ്ഞിട്ട് എന്നാൽ ഇന്ന സ്ഥലത്ത് നിന്നിട്ട് മാതാവ് ഒരൽപ്പം മുമ്പിലേക്ക് നടന്നു പോകുമ്പോ പിന്നാലെ വന്നിട്ട് നിങ്ങളുടെ മകളുടെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുത്താൽ നിങ്ങൾക്കതറിയോ? നിങ്ങൾ പറയും എന്റെ മകളുടെ കയ്യിൽ ഫോണില്ല എന്ന്. നിങ്ങൾ ധൈര്യമായിട്ട് കിടത്തിയുറക്കുന്നുണ്ടല്ലോ. വാതിൽ കുറ്റിയടച്ചുകൊണ്ട് സ്വന്തം വീട്ടിൽ ഓരോ മുറികളിലായി ഓരോ മക്കളെ കിടന്നുറങ്ങാൻ നിങ്ങൾ അനുവദിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന മഹാപാപമാണെന്ന് ഞാൻ സാന്ദർഭികമായി നിങ്ങളോട് ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. ഏതെങ്കിലും ഒരു മാതാവോ ഏതെങ്കിലും ഒരു പിതാവോ, ഇന്നത്തെ വീടിന്റെ സാഹചര്യം എന്ന് പറയുന്നത് 1 അല്ല 3 4 5 റൂമുകളാണ്. അതിൽ ചെറുപ്പക്കാരൊക്കെ മുകളിലുള്ള റൂമിൽ ഒറ്റയ്ക്ക് വാതിലടച്ച് കുറ്റിയടച്ച് കിടന്നുറങ്ങുമ്പോ
നിങ്ങൾ പോയി വാതിലൊന്ന് മുട്ടിയാൽ അവര് കിടന്നുറങ്ങുന്നത് പോലെ അഭിനയിക്കാൻ അവർക്കറിയാം, പഠിക്കുന്നത് പോലെ അഭിനയിക്കാൻ അവർക്കറിയാം, ഖുർആൻ ഓതുന്നത് പോലെ അഭിനയിക്കാൻ അവർക്കറിയാം, വായിക്കുന്നത് പോലെ നിസ്കരിക്കുന്നത് പോലെ അഭിനയിക്കാൻ അവർക്കറിയാം. കാരണം നിങ്ങളൊന്ന് വാതിൽ മുട്ടുമ്പോഴേക്കും ഡോർ തുറക്കുന്ന സമയത്ത് എല്ലാം മിനിമൈസ് ചെയ്യാനും എല്ലാം ക്ലോസ് ചെയ്യാനും അവർക്കറിയാം. അതുകൊണ്ട് എന്റെ മക്കളുടെ കയ്യിൽ ഞാൻ മൊബൈൽ കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, വാതിൽ തുറന്ന് ഉറങ്ങാൻ അനുവദിക്കണം മക്കളെ. വാതിൽ കുറ്റിയടച്ച് കിടന്നുറങ്ങാൻ ഒരു മക്കളെയും നിങ്ങൾ അനുവദിക്കാൻ പാടില്ല. വിവാഹം കഴിക്കാത്ത ആൺകുട്ടിയായാലും വിവാഹം കഴിക്കാത്ത പെൺകുട്ടിയായാലും വാതിലടച്ച് കുറ്റിയടച്ച് കിടന്നുറങ്ങുന്ന ഒരു സംവിധാനം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അനുവദിച്ചു കൊടുക്കരുത്. ഏത് സമയത്ത് അവരറിയാതെ അവരുടെ മുറിയിലേക്ക് കിടക്കാനുള്ള, കടന്നു കയറാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടാവണം. നിങ്ങളുടെ അനക്കമറിയാതെ, നിങ്ങളുടെ ചലനമറിയാതെ രാത്രിയുടെ യാമങ്ങളിൽ നിങ്ങളുടെ ബെഡ്റൂമിൽ നിന്ന് എണീറ്റുകൊണ്ട് നിങ്ങളുടെ മക്കളിലേക്ക് കയറി പോകുമ്പോ അവര് മൊബൈലിൽ കളിച്ചിരിക്കുന്നത് കാണാനുള്ള സ്വാതന്ത്ര്യവും സംവിധാനവും നിങ്ങൾക്ക് ഉണ്ടാവണം. അതല്ലാതെ നിങ്ങളൊരു റൂമില് മക്കളൊരു റൂമില് എന്നിട്ട് മൊബൈൽ ഫോണും കൊടുത്തിട്ട് അവരെ കളിപ്പിക്കാം, എന്നിട്ട് പറയും ഞാൻ മക്കൾക്ക് ഫോൺ കൊടുത്തിട്ടില്ലല്ലോ. ഫോണൊക്കെ കിട്ടാൻ എന്താ പണി? ഞാൻ പറഞ്ഞില്ലേ, ഫോൺ കിട്ടാൻ എന്താ പണി? ഉറൂസിന് വന്നിട്ട് തിരിച്ചു പോകുമ്പോ ഫോൺ കിട്ടും. മനസ്സിലായോ? അത് ഏത് മുന്തിയ ഫോണിൽ പൈസ ഒന്നും ഉണ്ടാവില്ല കാമുകന്മാരെ കയ്യിൽ. എവിടുന്നും കടിച്ചു മാറ്റിയിട്ടാ കൊടുക്കുക, എവിടുന്നെങ്കിലും മോഷ്ടിച്ചിട്ടാ കൊടുക്കുക. പൈസ ഒന്നും ഉണ്ടാവില്ല, എവിടുന്നും മോഷ്ടിച്ചിട്ടെങ്കിലും കൊടുക്കും. വീഡിയോ കോൺഫറൻസ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഫോണുകൾ. സ്വന്തം വീട്ടിലുള്ള നമ്മുടെ പെൺമക്കളെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പഠിക്കാൻ പോകുന്ന മക്കളെ വെറുതെ നമ്മളിങ്ങനെ അവരെ ഉണ്ടാവാം ഒരു 10%, ഒരു 10% ആളുകൾ പ്രണയിച്ചും നടക്കുന്നതിന്റെ പേരിൽ എല്ലാവരെയും നിങ്ങൾ കുറ്റപ്പെടുത്താൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും പ്രേമിക്കാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ അതും മാതാപിതാക്കളുടെ അശ്രദ്ധയാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മാതാപിതാക്കളുടെ ശ്രദ്ധയാണ്. ഫസ്റ്റ് ഇയർ കഴിഞ്ഞോ, റിസൾട്ട് നോക്കിയില്ല, ഏതൊക്കെ വിഷയത്തിൽ പാസ്സായി എന്ന് നോക്കിയില്ല. 5-6 വിഷയമുണ്ട് ഫസ്റ്റ് ഇയർ, ഡിഗ്രി ഫസ്റ്റ് ഇയർ. സെക്കൻഡ് ഇയറിന് പോവാണ്. ഉപ്പയും ഉമ്മയും ഇന്ന് വരെ ചോദിച്ചിട്ടില്ല പരീക്ഷ കഴിഞ്ഞോ, ഏതൊക്കെ വിഷയത്തിൽ പാസ്സായി, റിസൾട്ട് വന്നോ. അത് നോക്കാൻ ഇവർക്ക് അറിയണ്ടേ? പഠിക്കാത്ത മാതാപിതാക്കൾ, പഠിക്കാത്ത ഒരു തലമുറയാണ് നമ്മുടെ മാതാപിതാക്കളുടെ തലമുറ. അത് നമ്മുടെ സമുദായത്തിന് വലിയ ക്ഷീണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇനി വരുന്ന തലമുറയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവരുത്. നന്നായിട്ട് നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. പെൺമക്കളായാലും ആൺമക്കളായാലും ഭൗതികമായ മതകീയ മേഖലയിൽ നന്നായി പഠിപ്പിക്കണം. ഇനി ഏതെങ്കിലും നാട്ടിലുള്ള പാവപ്പെട്ട നല്ല പഠിക്കാൻ കഴിവുള്ള ആൺകുട്ടിയോ പെൺകുട്ടിയോ ഉണ്ടെങ്കിൽ നാട്ടുകാർ ചെലവേറ്റെടുത്തിട്ട് പഠിപ്പിക്കണം. നിർബന്ധമായിട്ടും പെൺകുട്ടിയെ പഠിപ്പിക്കണം, ആൺകുട്ടിയെ പഠിപ്പിക്കണം. പഠിച്ചാലേ ഇനി മാറ്റം ഉണ്ടാവുള്ളൂ. പഠിക്കാതെ ഇനി നമ്മുടെ രാജ്യത്തൊന്നും നിലനിൽക്കാൻ കഴിയില്ല. കുറെ പൈസ ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. ഈ പൈസ ഒക്കെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കിട്ടണമെങ്കിൽ ഒപ്പിട്ട് തരുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടാവണം. ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ സെൻകുമാറിനെ പോലെയുള്ള ഉദ്യോഗസ്ഥന്മാരായാൽ എന്ത് ചെയ്യും? ആരിഫ് ഖാനെ പോലെയുള്ള ഉദ്യോഗസ്ഥന്മാരായാൽ നിങ്ങളുടെ സ്വന്തം പൈസ പോലും നിങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല. മനസ്സിലായോ? വർഗീയവാദം തനിക്ക് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലാണ്. സിന്ദൂരമിടുന്നത് കാക്കമാർ കൊത്തിക്കൊണ്ടു പോകാതിരിക്കാനാണെന്നുള്ള വൈരാഗ്യത്തിന്റെ വാക്കുകൾ, പകയുടെയും മതസ്പർദ്ധയുടെയും ചിന്തകൾ അകത്തളങ്ങളിൽ ഒതുക്കി നിൽക്കുന്ന പെണ്ണുങ്ങളുടെ കാലാണ്, സ്ത്രീകളുടെ കാലാണ്. ആണുങ്ങൾ പോട്ടെ, അമ്പലത്തിന്റെ അകത്തലങ്ങളിൽ പോലും, ചർച്ചകളുടെ അകത്തലങ്ങളിൽ പോലും വർഗീയ പ്രഭാഷണം നടത്തുന്ന കാലാണ്. ചർച്ചിലെ അച്ഛന്മാര് വരെ വർഗീയം പറയാൻ. അവര് പറയാ ടിപ്പു സുൽത്താൻ അടക്കമുള്ള ആളുകൾ ഇവിടെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊന്നു. ഇവിടുത്തെ ക്രൈസ്തവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരാളുടെ പേര് നിങ്ങൾക്ക് പറയാനുണ്ടോ? സ്വാതന്ത്ര്യ ഈ രാജ്യത്തിന് വേണ്ടി പോരാടി മരിച്ചവരെ ഒരു ക്രൈസ്തവന്റെ പേരെടുത്ത് പറയാൻ നിങ്ങൾക്ക് കഴിയോ? എന്നിട്ട് നമ്മൾ പഠിപ്പിക്കാൻ വരാണ് നിങ്ങൾ. ഈ രാജ്യത്തെ കൊള്ളയടിച്ചത് ക്രൈസ്തവരാണ്. ഈ രാജ്യത്തെ കൊള്ളയടിച്ചത് ക്രൈസ്തവരാണ്. ടിപ്പുവിനെ കൊന്നത് ക്രൈസ്തവരാണ്. ഇവിടെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബിട്ടത്, ആറ്റം ബോംബിട്ടത് ക്രൈസ്തവരാണ്. ഇറാഖിലെയും അഫ്ഗാനിസ്ഥാനെയും കൊന്നു തീർത്തത് ക്രൈസ്തവരാണ്. എന്നിട്ട് മുസ്ലിമീങ്ങളെ തീവ്രവാദി എന്ന് വിളിക്കാണ്. 91,000 സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഇന്ത്യ രാജ്യത്തുള്ള 91,000 പൗരന്മാരും മരിച്ചിട്ടുണ്ടെങ്കിൽ ആ 91,000 പേരെയും കൊന്നത് ക്രൈസ്തവരാണ്. എന്നിട്ട് മുസ്ലിമീങ്ങളെ വർഗീയവാദിയാക്കി നിങ്ങൾ നിങ്ങളുടെ ചർച്ചകളിൽ പ്രഭാഷണം നടത്തുകയല്ലേ? നമ്മൾക്കറിയാഞ്ഞിട്ടൊന്നല്ല. സ്വാതന്ത്ര്യ സമരത്തിൽ ഇവിടുത്തെ ക്രൈസ്തവർക്കൊരു പങ്കുമില്ല എന്ന് നമ്മൾക്ക് അറിയാഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ സമാധാനത്തിന്റെ ആളുകളായതുകൊണ്ട് മിണ്ടാതിരിക്കുന്നത്. നിങ്ങൾ നിരന്തരമായി ഉറപ്പിച്ചോ, നിരന്തരമായി RSSകാർക്ക് കുഴലൊത്ത് നടത്താൻ നിന്നാൽ
തുറന്ന് പറയേണ്ടി വരും പല യാഥാർത്ഥ്യങ്ങളും. നിങ്ങളൊക്കെ സ്വസ്ഥമായി എവിടെയെങ്കിലും ജീവിക്കുന്നുണ്ടെങ്കിൽ, ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ, അത് ആരുടെ ഔദാര്യമില്ല, ഇത് മതേതര രാജ്യമായ ഇന്ത്യ ആയതുകൊണ്ടാണ്. UAE പോലെ ഇന്ത്യയുടെ എത്രയോ മുസ്ലിം രാജ്യങ്ങളിലൊക്കെ സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ, പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അവിടെയെങ്കിലും വല്ല പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? ഇപ്പൊ പറഞ്ഞാൽ ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ കൂടെ നിന്ന് പൊരുതേണ്ട സ്ഥലങ്ങളിൽ വെറുതെ അനാവശ്യമായി വെള്ളലുണ്ടാക്കിയിട്ട് RSSകാരുടെ പണി ചർച്ചകൾ ചെയ്യരുത് എന്നും കൂടി ഉണർത്താൻ പറഞ്ഞു വരുന്നത്. ഇങ്ങനൊരു കാര്യം എല്ലാവർക്കും വർഗീയം പറയണം, അധികാരത്തിന് വേണ്ടി, അപ്പകഷ്ണത്തിന് വേണ്ടി സ്വന്തം മതത്തിലുള്ളവർ പോലും മതത്തെ തള്ളിപ്പറയുന്ന കാലം. അത് ഞാൻ പറഞ്ഞത്, ചില ഗവർണറുകൾ, ചില അത്ഭുത കുട്ടികൾ, ഇവരൊക്കെ എന്താ പൈസയ്ക്ക് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി സ്വന്തം മതത്തെ തള്ളിപ്പറയാൻ വഴിയില്ലാത്തവർ. പോലീസുകാരായാൽ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ചില പോലീസുകാരുണ്ട്, മുസ്ലിം നാമധാരികളായ പോലീസുകാർ. അവര് പ്രശ്നം വന്നാൽ ആദ്യടിക്ക മുസ്ലിങ്ങളെ, മുസ്ലിം സമുദായത്തെ വേട്ടയാടുന്ന മുസ്ലിം നാമധാരികളായ പോലീസുകാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ അങ്ങനെയാണ്, നമ്മൾ പഠിക്കണം. പഠിച്ചു ഓരോ മേഖലകളിൽ നമ്മുടെ സാന്നിധ്യം നമ്മൾ അറിയിക്കണം. പെണ്ണായാലും ആണായാലും പഠനത്തിന്റെ വിഷയത്തിൽ നല്ല പ്രോത്സാഹനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാവണം. ഇവിടുത്തെ ഇവിടുത്തെ സംഘടനകൾ മത്സരിച്ചുകൊണ്ട് മക്കളെ ഉന്നതമായ തസ്തികയിലെത്തിക്കാൻ വേണ്ടി പോരാടണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നന്നായി അധ്വാനിക്കണം. ഈ വിഷയത്തിൽ നിങ്ങൾ ആരും എന്ത് ചെയ്യരുത്, പിന്നോട്ടടിക്കാൻ പാടില്ല. പഠിക്കുന്ന വിഷയത്തിൽ ഒരാളും പിന്നോട്ടടിക്കാൻ പാടില്ല, നന്നായി പഠിക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പഠിക്കുന്ന മക്കളൊക്കെ മോശക്കാരാണെന്നുള്ള ആ ഒരു ചിന്ത മാറ്റിയിട്ട് ഒരാൾ മോശാവൂല. മുമ്പിനിങ്ങളെ എങ്ങനെ മോശാവാം? ഉപ്പയും ഉമ്മയും നേരെ നന്നായാൽ എങ്ങനെയാണ് മക്കൾ മോശാവാ? നിങ്ങൾ മക്കളോടൊന്ന് സംസാരിക്കാൻ സമയം കണ്ടെത്തണം. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ രാവിലെ സുബഹി നിസ്കാരത്തിന് വേണ്ടി എണീറ്റാൽ, സുബഹി നിസ്കാരം കഴിഞ്ഞ് സുബഹിയുടെ ബാങ്ക് കൊടുത്താൽ ഇഖാമത്ത് കൊടുക്കുന്നത് സ്വഹാബാക്കളൊക്കെ പള്ളിയിൽ കയറിയാലാണ്. നമ്മുടെ പള്ളികളിൽ 20 മിനിറ്റാണ് സമയമെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ പള്ളിയിൽ ഏകദേശം എല്ലാ സ്വഹാബാക്കളും പള്ളിയിൽ കയറിയാൽ ഇഖാമത്ത് കൊടുക്കും. അതുവരെയുള്ള സമയം എന്താ ചെയ്യാ? ഭാര്യയോട് സംസാരിച്ചിരിക്കും. സുബഹി നിസ്കാരത്തിന്റെ ബാങ്ക് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ്, ചിലപ്പോൾ അരമണിക്കൂറൊക്കെ ഉണ്ടാവും. ഭാര്യയോട് സംസാരിച്ചു. എന്താ, ഭാര്യ ആദ്യം കാണുന്നില്ല, സ്ഥിരമായിട്ടുള്ള ഭാര്യ തന്നെയാണ്. ഭാര്യമാരോട് സംസാരിക്കാൻ സമയം കണ്ടെത്തണം. മക്കളോട് സംസാരിക്കാൻ സമയം കണ്ടെത്തണം. സുഖവിവരങ്ങൾ അറിയാൻ. കോളേജിൽ പോകുന്ന പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അവരുടെ കൂടെ ചങ്ങാത്തം കൂടി അവരുടെ വിഷയങ്ങളിൽ ചർച്ച ചെയ്ത് അവരെ പ്രോത്സാഹിപ്പിച്ച് അവരെ എല്ലാ കാര്യങ്ങളും അടുത്തറിയുന്ന ഒരു ചങ്ങാതിയായി മാറാൻ മാതാപിതാക്കൾ ശ്രദ്ധിച്ചാൽ ഇൻഷാ അല്ലാഹ് ഒരു മക്കളും അവിടെ പ്രേമിക്കാൻ പോകില്ല. ഇനി പ്രേമിക്കാൻ ഒരു പെണ്ണിന് തോന്നിയാൽ തന്നെ അത് ഉമ്മയോട് പറയാനുള്ള ധൈര്യം അവൾ കാട്ടും. ഉമ്മയോട് പറയും, എനിക്ക് ഇന്നാലെന്നൊരാളെ ഇഷ്ടമാണ്. പറഞ്ഞപ്പോ ഇഷ്ടമാണ്, നല്ല പുതിയാപ്പിളാണ്, കെട്ടിച്ചു കൊടുത്തോളൂ. പിന്നെ പ്രേമിച്ചു എന്ന കാരണത്താൽ ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പ്രേമിച്ചു എന്ന കാരണത്താൽ ഒരു വരനെ ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നല്ല പുതിയാപ്പിളങ്ങൾ അന്വേഷിക്കുക. എങ്ങനെയാണ് ആളെങ്ങനെ, ചെറുക്കനെങ്ങനെ നോക്കുക, നല്ലവരാണ്, വേഗം കെട്ടിച്ചു കൊടുക്കുക. വെറുതെ ഇപ്പൊ അത് മാറ്റി നിർത്തിയിട്ട് എന്താ കാര്യം? അങ്ങനെ എത്രയോ മാറ്റി നിർത്തുന്നുണ്ട്. മാറ്റി നിർത്തിയതിന്റെ പേരിൽ എന്താ സംഭവിക്കാന്നറിയോ? വാശി പിടിച്ചിട്ട് അവളെ നിർബന്ധിപ്പിച്ചിട്ട് ഒഴിവാക്കാൻ പറഞ്ഞു. ഒഴിവാക്കിയതിന് ശേഷം വേറൊരു വിവാഹം കഴിപ്പിച്ചു കൊടുക്കും. വേറെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തതിന് ശേഷം ഈ പെണ്ണി പഴയ കാമുകനായിട്ട് നിരന്തരമായിട്ട് സംസാരിക്കും. ഇയാള് ഗൾഫിൽ പോയാൽ ഇയാളെ കൂടെ ഇറങ്ങിപ്പോകും. എത്ര സംഭവങ്ങളുണ്ട്? ഒന്നാണ്, 100 കണക്കിന് ഞാനിതല്ല, കാസർഗോഡ് ഒന്നല്ല, 100 കണക്കിന്. അതിനേക്കാളും നല്ലത് പ്രേമിച്ച ആളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു കൊടുക്കലല്ലേ. എന്നൊരു ഉമ്മ വിളിച്ചു, മകള് പ്രേമത്തിലാണ്, എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, എന്ത് ചെയ്യാൻ? അയാളെ തന്നെ കെട്ടിച്ചു കൊടുത്തതിന് എന്ത് ചെയ്യാനുള്ളത്? അതല്ല, അത് ശരിയാവില്ല, എന്താ ശരിയാവത്ത? ചെറുക്കം പോരാന്ന് പറഞ്ഞു. ചെറുക്കം പോരാന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ ചെയ്യേണ്ടത് കാര്യത്തിൽ എന്താണ് ദാമ്പത്യ ജീവിതം, എന്താണ് കല്യാണം എന്നുള്ള പെണ്ണിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. പെണ്ണ് ഒരു നിലക്കും വിട്ടുവീഴ്ച ചെയ്യുന്നില്ലെങ്കിൽ പെണ്ണിനോട് പറയാം, ഇതൊക്കെയാണ്, ഇനി ശേഷം കല്യാണം കഴിഞ്ഞ് എന്തുണ്ടായാലും നീ അനുഭവിച്ചോളൂ, ഞാനും നിന്റെ ഉപ്പവും കൂടെ ഉണ്ടാവൂല, നീ അനുഭവിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക. പിന്നെ അവര് ഇഷ്ടപ്പെട്ട ചെറുക്കനല്ലേ, എന്ത് പിന്നെ ഭാവിയിൽ പീഡനം അനുഭവിക്കേണ്ടി വന്നാലോ, പിന്നെ അടിക്കേണ്ടി വന്നാലോ, അടികൊള്ളു, അങ്ങനെ എന്തെങ്കിലും പ്രയാസം ഉണ്ടായാൽ പെണ്ണ് അനുഭവിക്കും. വേറെന്താ, നമുക്കിപ്പോ എത്രയല്ലേ കഴിയുള്ളൂ. നമ്മൾ മാനായിട്ട് പറയാം, എന്താണ് ദാമ്പത്യ ജീവിതം എന്നൊരു പെണ്ണിന് മനസ്സിലാക്കി കൊടുത്താൽ മതി. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അതൊക്കെ പ്രേമിച്ചതിന് ശേഷം അല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. പ്രേമിച്ചതിന് ശേഷം അതൊക്കെ ഒഴിവാക്കാൻ പ്രയാസമാണ്. സ്നേഹം അതിന്റെ ആഴത്തിൽ ഇറങ്ങിയാൽ അത് ഹൃദയത്തിൽ നിന്ന് മാറ്റാൻ പറഞ്ഞ പ്രയാസമാണ്. അതേപോലെ കഞ്ചാവും മയക്കുമരുന്നൊക്കെ അഡിക്ഷൻ വന്നാൽ മാറ്റാൻ പ്രയാസമാണ്. അതൊക്കെ വരുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് ബോധമുണ്ടാക്കി കൊടുക്കുക. ഈ പ്രേമം ഇതൊക്കെ പറഞ്ഞാൽ അത് വെറും ദുനിയാവിന്റെ സുഖം മാത്രമാണ്. ഈ സുഖമൊന്നും വിവാഹം കഴിച്ചാൽ ഉണ്ടാകും.
എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. ദാമ്പത്യ ജീവിതത്തിന്റെ പച്ചയായ അനുഭവങ്ങൾ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പറഞ്ഞു കൊടുക്കുക. സ്വഭാവമില്ലാത്ത പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്നാൽ, സ്വഭാവമില്ലാത്ത ചെറുപ്പക്കാരനെ കെട്ടിയാൽ നിങ്ങളുടെ കാര്യം കഷ്ടാണ് എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പൊ മനസ്സിലാവും. പിന്നെ നിങ്ങൾ നിരന്തരമായിട്ട് മക്കളുമായിട്ട് സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യാം. നബിത്തങ്ങൾ അങ്ങനെ ബാങ്ക് കൊടുത്ത് നിസ്കരിക്കുന്നത് വരെ ഭാര്യമാരോട് സംസാരിച്ചിരിക്കും. നിസ്കാരം കഴിഞ്ഞാൽ ദിക്റുണ്ട്, പ്രാർത്ഥനയുണ്ട്, സുബഹിയുടെ അദ്കാറുകളുണ്ട്. അത് കഴിഞ്ഞ് കുറച്ചു നേരം മഹാന്മാരായ സ്വഹാബാക്കളുമായി ചർച്ച ചെയ്തതിനു ശേഷം വീണ്ടും പോകും 9 ഭാര്യമാരുടെ അടുത്തേക്ക്. എല്ലാ ഭാര്യമാരും കാണും. അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ബൈത്ത് കൈഫ അൻതും, എങ്ങനെയുണ്ട്, സുഖാണോ? വിസുഖ വിവരങ്ങളൊക്കെ അറിയാം. 9 ഭാര്യമാരുടെ വീട്ടിൽ പോയിട്ട് എന്നിട്ട് വീണ്ടും പള്ളിയിലേക്ക് വരും. ദുഹാ സമയമായാൽ ദുഹാ സമയം ഇങ്ങനെ കയറി വരുമ്പോ വീണ്ടും അല്ലാഹുവിന്റെ ഹബീബ് വീട്ടിലേക്ക് പോകും. എന്നിട്ട് ഭാര്യമാരെ അടുക്കളയിൽ സഹായിക്കും, ഭാര്യമാരുടെ കൂടെ സംസാരിച്ചിരിക്കും. രാത്രിയായാൽ വൈകുന്നേരങ്ങളിലായാൽ ഭാര്യമാരുടെ കൈയും പിടിച്ച് നബി തങ്ങൾ ഇങ്ങനെ നടക്കാറുണ്ട്. അതിൽപ്പെട്ട ഒരു സംഭവമാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് അയൽവാസിയായ ഒരു മനുഷ്യൻ, ഒരു പുരുഷക്കാരനായ ഒരാൾ നബി തങ്ങളോട് വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്ഷണിച്ചത്. നബിയെ, എന്റെ വീട്ടിൽ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾ വരണം. നബി തങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ആയിഷയെ കൂടെ കൂട്ടട്ടെ എന്ന് വെച്ചു. കല്യാണത്തിന് ക്ഷണിക്കാൻ വന്നാൽ നിങ്ങളെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ പറയാൻ എന്റെ ഭാര്യ ഫാത്തുമാനെ കൂട്ടിക്കോട്ടെ. ഫാത്തുമ വേണ്ട, നിങ്ങൾ വന്നാ മതി. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ആയിഷയില്ലാതെ ഞാൻ വരൂല, എന്റെ ആയിഷയില്ലാതെ ഞാൻ വരൂല. അയാൾ പോയി എന്നാ പറഞ്ഞ അയാൾ പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വന്ന അയാള്, യാ റസൂലല്ലാഹ്, എന്റെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട്, സൽക്കാരമുണ്ട്, നിങ്ങളൊന്ന് വരുമോ എന്ന് ചോദിച്ചു. നബി തങ്ങൾ പറഞ്ഞു, വഹാദിഹി മഈ, എന്റെ ആയിഷയെ ഞാൻ കൂടെ കൂട്ടട്ടെ എന്ന് ചോദിച്ചു. വേണ്ട നബിയെ, വേണ്ട, നിങ്ങൾ വരാണെങ്കിൽ വരൂ നബിയെ. ഒരു പക്ഷെ ആ വീട്ടിൽ ഭക്ഷണം ഉണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും ഒരാൾക്കുള്ള ഭക്ഷണം ഉണ്ടാവുള്ളൂ, അല്ലാതെ ആയിഷ വീട് ഉറപ്പുള്ളൊന്നുമില്ല. 3ാമത്തെ തവണയും വന്നു. നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ വീട്ടിൽ ഭക്ഷണമുണ്ട്, വരണം നബിയെ. അപ്പോഴാണ് നബി തങ്ങൾ 3ാമതായും പറഞ്ഞത്, വഹാദിഹി മഈ, എന്റെ ഭാര്യയായ ആയിഷയെ ഞാൻ കൂടെ കൂട്ടട്ടെ. നിങ്ങൾ പറയോ അങ്ങനെ? എന്റെ ഭാര്യ കൂടെ കൂട്ടട്ടെ? നിങ്ങൾ എങ്ങനെങ്കിലും ഭാര്യ കൂട്ടാതെ പോകാനുള്ള ചാൻസ് നോക്കല്ലേ? ഭാര്യയോട് പറയും, നിങ്ങൾ അപ്പുറത്ത് അവർ കൂടെ വന്നോളൂ, ഞാൻ വേഗം പോകണമെന്ന് പറഞ്ഞിട്ട് പോവല്ലേ? എന്നെ വിളിച്ചിട്ടില്ലല്ലോ, നീ എന്തിനാ അറിഞ്ഞെന്ന് ചോദിക്കുക. വിളിക്കാതെ നബി തങ്ങൾ വിളിപ്പിക്കാണ്, എന്റെ ഭാര്യ കൂടി വിളിക്കുന്ന, ഞാൻ വരാം. അങ്ങനെ പോയി. അപ്പൊ പറഞ്ഞു, ആയിക്കോട്ടെ നബി, ആയിക്കോട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് ആയിഷ ബീവിയുടെ കൈയും പിടിച്ചിങ്ങനെ സംസാരിച്ച് ആ ഒരു സൽക്കാരത്തിലേക്ക് പോകുന്നത് മഹാന്മാരായ സഹാബാക്കൾ നോക്കി നിന്നു എന്ന ഹദീസുകളിൽ കാണാം. ഞാൻ പറഞ്ഞു വരുന്നത്, ഭാര്യമാരോടും മക്കളോടും സംസാരിക്കാൻ, കുശലാന്വേഷണങ്ങൾ നടത്താനുള്ള സമയം മാതാപിതാക്കൾ കണ്ടെത്തിയാൽ നിങ്ങൾ അറിയാതെ ഒരു കഞ്ചാവിന്റെ പിന്നാലെയും മക്കൾ പോകില്ല. നിങ്ങളുടെ മക്കൾ വൈകി വരികയാണെങ്കിൽ അവരോട് ചോദിക്കണം എന്തേ വൈകി എന്ന്. നിങ്ങൾ അവർക്ക് ക്യാഷ് കൊടുത്താൽ ചോദിക്കണം എവിടെ ചെലവഴിച്ചു എന്ന്. ഒരുപാട് സമ്പാദ്യം മക്കളുടെ കയ്യിൽ കൊടുക്കാൻ പാടില്ല, ചോദിച്ചതെല്ലാം മക്കളുടെ കയ്യിൽ കൊടുക്കാൻ പാടില്ല. അത് നല്ലതാണ് എന്ന് ആർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ, ആർക്കെങ്കിലും തോന്നുകയാണ് ചോദിച്ചതൊക്കെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കലാണ് അന്തസ്സെങ്കിൽ, എന്നാൽ ഞാൻ പറയട്ടെ, അത് അന്തസ്സല്ല, അത് അപമാനമാണ്, അത് നാണക്കേടാണ്. മക്കൾ ചോദിച്ചതൊക്കെ കൊടുക്കുന്നത് അന്തസ്സല്ല, അത് അപമാനമാണ്. അതൊരു വലിയ മര്യാദയായിട്ട് ആരും കരുതണ്ട. മക്കൾ ചോദിച്ചൊക്കെ കൊടുക്കാന്നുള്ളത് മര്യാദയല്ല, മര്യാദ കേടാണ്. ആവശ്യമുള്ളത് കൊടുക്കണം. എവിടെ ചെലവഴിച്ചു എന്ന് ചോദിക്കണം മക്കളോട്. എവിടെയാണ് നീ ചെലവഴിക്കാൻ 100 രൂപ തന്നല്ലോ, അത് എവിടെ പോയി, എങ്ങനെ ചെലവഴിച്ചു, കൃത്യമായി കണക്കുണ്ടാവണം. അങ്ങനെ കണക്കില്ലാതിരിക്കുമ്പോഴാണ് ആ സമ്പത്ത് കൊണ്ടവരിങ്ങനെ അരുതായ്മകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. സിനിമ കാണാനും തിയേറ്ററിൽ പോവാനും അതേപോലെ തന്നെ മയക്കുമരുന്ന് പോലെയുള്ള ഈ ലഹരിയുടെ പിന്നാലെ പോകാൻ. പിന്നെ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് വല്ല സമ്പത്ത് ഇടയ്ക്കിടെ നഷ്ടപ്പെടുന്നത് കണ്ടാൽ, ഇടയ്ക്കിടെ 10 രൂപ കാണാറില്ല, 100 രൂപ കാണാറില്ല എന്ന ഒരു അനുഭവം നിങ്ങളുടെ വീട്ടിലുണ്ടായാൽ ആ മക്കളെയും നിങ്ങൾ പരിശോധിക്കണം. നിങ്ങൾ പ്രത്യേകിച്ച് കർഷകരായതുകൊണ്ട് വീട്ടിലുള്ള തേങ്ങ കാണാറില്ല, അടക്ക കാണാറില്ല. ഇടയ്ക്കിടെ 1 കിലോ അടക്ക നഷ്ടപ്പെടുന്നുണ്ട്. 300 രൂപയാണ്. അത് കൊണ്ടുപോയി വിറ്റാൽ ആ 300 രൂപ കൊണ്ട് 1 രൂപയോ 1 കിലോയോ കഞ്ചാവ് വാങ്ങിക്കാം. അറിയില്ല, എന്റെ വില എന്നറിയില്ല. അതുകൊണ്ട് ഇങ്ങനെ നഷ്ടപ്പെടുകയാണെങ്കിൽ അതിൽ നിങ്ങളൊരു പഠനം നടത്തണം, ഒരു സൂക്ഷ്മമായ പരിശോധന നടത്തണം. പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവം പെൺമക്കൾക്കോ ആൺമക്കൾക്കോ ഉണ്ടെങ്കിൽ എന്തോ ഒരു മാറ്റം വന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെ ആയിരുന്നില്ലല്ലോ,
നല്ല നീറ്റായി സംസാരിച്ചിരുന്ന് പെട്ടെന്ന് ഇപ്പൊ ദേഷ്യപ്പെടാൻ തുടങ്ങിയല്ലോ, എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഒന്നുകിൽ പ്രേമം അല്ലെങ്കിൽ ലഹരി. പെൺമക്കളാണെങ്കിൽ പ്രേമം ഒറ്റപ്പെട്ട് ഒറ്റയ്ക്ക് നിൽക്കുന്നത് കാണാനിടയായാൽ നമ്മുടെ മക്കൾ കൂട്ടത്തിലേക്ക് വരുന്നില്ല. നിങ്ങളുമായി സംസാരിക്കുമ്പോൾ ഒന്നിച്ച് സംസാരിക്കാൻ വരുന്നില്ല. ഒറ്റയ്ക്ക് നിൽക്കാനാണ് ഒരു പെൺകുട്ടിക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾ അന്വേഷിക്കണം, ആ പെൺകുട്ടിക്ക് പ്രേമത്തിന്റെ പ്രശ്നം ഉണ്ടാവും. എല്ലാ ഒറ്റക്കെട്ടുന്ന പെണ്ണുങ്ങളൊക്കെ പ്രേമിക്കുന്നവരാണെന്നല്ല ഞാൻ പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ചില അടയാളങ്ങൾ പറഞ്ഞുതരാൻ മാത്രം. ഇതൊക്കെ മാതാപിതാക്കളുടെ കടമയാണല്ലോ. മക്കളെന്ന് പറയുന്നത് അല്ലാഹു തആല സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സൂക്ഷിപ്പ് മുതലാണ്. ഒരാൾ ഒരു വസ്തു സൂക്ഷിക്കാൻ ഏൽപ്പിച്ചാൽ അത് ഭംഗിയായി തിരിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ കടമയാണ്. ഒരാൾ മൊബൈൽ ഫോൺ ഞാൻ പറഞ്ഞു ഇത് ഞാൻ വാല് കഴിയുന്നത് വരെ ഇത് നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ, ഞാൻ വാല് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഈ മൊബൈൽ ഫോൺ എങ്ങനെയാണോ ഞാൻ കൊടുത്തത് അതേപോലെ എനിക്ക് തിരിച്ചു തരണം. ഇതിന്റെ സ്ക്രീൻ കാർഡ് പൊട്ടിപ്പോയാൽ അയാൾ അത് മാറ്റി തരണം. ഇതിന്റെ ഡിസ്പ്ലേ പോയാൽ അയാൾ മാറ്റി തരണം. കാരണം അയാളെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണ്. അയാൾ നിരുത്തരവാദിത്തപരമായ അശ്രദ്ധയാണ് ഈ മൊബൈൽ ഫോണിന്റെ ഡിസ്പ്ലേ നഷ്ടപ്പെട്ടതെങ്കിൽ ഇനി അയാളെ പിടിച്ചിട്ട് 4 പൊട്ടിച്ചു ഒരാൾ എന്നിട്ട് മൊബൈൽ അടിച്ചു മാറ്റി, എങ്ങനെ അയാൾക്കൊന്നും പറയാനില്ല. അയാളുടെ അശ്രദ്ധയാണ് ഈ മൊബൈൽ ഫോൺ നഷ്ടപ്പെടാൻ കാരണമെങ്കിൽ പുതിയൊരു മൊബൈൽ ഫോൺ അയാൾ എനിക്ക് വാങ്ങിച്ചു തരണം. അതേപോലെ തന്നെ നമ്മുടെ മക്കളെ അല്ലാഹു തആല സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതലാണ്. ആ മക്കളെ എങ്ങനെയാണോ അല്ലാഹു തന്നത് അതേപോലെ നമ്മൾ തിരിച്ചു കൊടുക്കണം. നമ്മുടെ അശ്രദ്ധ കാരണത്താൽ മക്കൾ മോശമായാൽ, നമ്മുടെ അശ്രദ്ധ കാരണത്താൽ മക്കൾ തെമ്മാടികളായാൽ അല്ലാഹുവിന്റെ കോടതിയിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ സമാധാനം പറയേണ്ടി വരും. ആ മക്കൾ നമ്മെ വലിച്ച് നരകത്തിലേക്ക് വലിച്ചെറിയുന്ന ഒരു ദിവസം വരാനുണ്ട്. നരകത്തിലേക്ക് കടന്നു പോകുന്ന മക്കൾ അല്ലാഹുവിനോട് പറയുന്നത് എന്റെ മാതാപിതാക്കളുടെ അശ്രദ്ധയാണ് റബ്ബേ ഞാൻ മോശമാവാനുള്ള കാരണം, അതുകൊണ്ട് അവരെ നരകത്തിലേക്ക് വലിച്ചെറിയാതെ ഞാൻ നരകത്തിലേക്ക് പോകൂല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ലാഹ് അവർ പറഞ്ഞല്ലോ, അശ്രദ്ധ നമ്മുടെ ഭാഗത്ത് അപാകത വന്നു പോയിട്ടുണ്ടെങ്കിൽ ഷുവർ നമ്മുടെ കാര്യം കേട്ടാൽ. നേരെ മറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ അയാൾ നല്ല സൂക്ഷ്മതയോടുകൂടി അയാളുടെ പോക്കറ്റിലിട്ട് ആരും കാണാതെ അയാൾ സൂക്ഷിച്ചു വെച്ചതാണ്. പക്ഷേ പിന്നാലെ വന്നിട്ട് ഇങ്ങനെ പോക്കറ്റ് ഇടിച്ചു, അയാൾ അറിഞ്ഞില്ല. ഉത്തരവാദിയല്ല, അയാൾ സൂക്ഷിച്ചിട്ടുണ്ട്. സൂക്ഷിക്കേണ്ട സ്ഥലം ഇപ്പൊ ബാഗ് കഴിയുന്നത് വരെ അയാൾ പോക്കറ്റിലിടാം. ഇപ്പൊ ഞാൻ ഗൾഫിൽ പോകണമെങ്കിൽ മൊബൈൽ ഫോണ് കൊണ്ടുപോയി ഒരു അലമാരയിലോ ഷെൽഫിലിട്ട് കൂട്ടി വെക്കണം. ഇപ്പൊ ബാഗ് കഴിയുന്നത് വരെ ആയതുകൊണ്ട് പോക്കറ്റാണ് സൂക്ഷിക്കാൻ പറ്റിയ സ്ഥലം, അതാരും അടിച്ചു മാറ്റി, അയാൾ ഉത്തരവാദിയല്ല. അതേപോലെ നിങ്ങളുടെ അശ്രദ്ധയൊന്നുമില്ല, നിങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് അവരുടെ ബാഗുകൾ, അവരുടെ ചലനങ്ങൾ, അവരുടെ ബെഡ്റൂമുകൾ, അവരുടെ ക്ലാസ് റൂമുകൾ, അവർ നടന്നു പോകുന്ന വഴികൾ, അവരൊറ്റപ്പെടുന്നത്, അവർ ദേഷ്യപ്പെടുന്നത്, അവരുടെ സ്വഭാവത്തിലെ മാറ്റങ്ങള്, അവരുടെ ക്ലാസ് റൂമിൽ നിന്ന് വൈകി വരുന്നത്, രാത്രി ഉറങ്ങാൻ വൈകി വരുന്നത് എല്ലാം നിരീക്ഷിച്ച് കൃത്യമായ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടും നിങ്ങളെ പറ്റിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരാളൊരു തെറ്റ് ചെയ്താൽ നിങ്ങൾ ഉത്തരവാദിയല്ല, അവർ തന്നെ അനുഭവിച്ചോളും. അല്ലാഹു തആല അവർക്ക് അതിന്റെ പേരിൽ ശിക്ഷ നൽകും. നിങ്ങൾ ഉത്തരവാദിയല്ല. അശ്രദ്ധ വന്നാൽ അല്ലാഹു വെറുതെ വിടൂല. ഞാൻ നിർത്താം. അപ്പൊ ഇവിടെ 5 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തേത് പരിശുദ്ധ ഖുർആനാണ്. ഖിറാഅത്തുൽ ഖുർആനി ബിത്തദ്ബീർ, അർത്ഥമാലോചിച്ചുകൊണ്ട് ഒരാൾ ഖുർആൻ ഓതിയാൽ അയാൾക്ക് അല്ലാഹു തആല മാനസികമായ കരുത്ത് നൽകുമെന്നാണ്, ശാരീരികമായ ആരോഗ്യം നൽകും. അപ്പൊ ഖുർആൻ ഓതുമ്പോൾ മന്ത്രിക്കണ്ട. യാസീൻ ഓതുകയാണ്, യാസീൻ പല സ്റ്റൈലിലോതാം. ഉദാഹരണം, പത്രം വായിക്കുന്നത് വലിപ്പോ ഇങ്ങനെ നോക്കിക്കൊണ്ടു പോവാ, ചുണ്ട് പോലെ അനക്കാതെ നോക്കിക്കൊണ്ടു പോവാ. സ്ത്രീകളുടെ അടുക്കലേക്ക് സംഭാവനക്കായി കുട്ടികളെ അയക്കുന്നു, ശേഖരിക്കാനാണ്. അപ്പൊ ഞാൻ വായിച്ചു, ഇനി എനിക്ക് വായിക്കാതെ ഇങ്ങനെ അനക്കാം, ചുണ്ടനക്ക പതുക്കെ വായിക്കാം, എന്റെ ശരീരത്തെ കേൾപ്പിച്ചിട്ട് എനിക്ക് വായിക്കാം, എങ്ങനെ വേണമെങ്കിലും വായിക്കാം. അതേപോലെ യാസീൻ എന്നുള്ളത്, യാസീൻ വൽഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ, നമ്മുടെ ചൂണ്ടം വിരൽ മുതൽ നമ്മുടെ തല വരെയുള്ള ഓരോ രോമകൂപങ്ങളെയും കേൾപ്പിച്ചുകൊണ്ട് നമ്മൾ ഓതാം. ഇനി അത് മാത്രമല്ല, ഇവിടെ അപ്പുറത്തെ വീട്ടുകാരെ ശല്യം ചെയ്തിട്ട് ഓതാ, അങ്ങനെയുണ്ട്. ഉറക്ക ഓതാണ്, അപ്പുറത്തെ വീട്ടുകാരിലെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല. ഇവിടെ പള്ളിയിലൊക്കെ അങ്ങനെ രാത്രിയൊക്കെ മൗലീദും ദിക്റൊക്കെ ചെല്ലുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം. പ്രത്യേകിച്ചിട്ട് എക്സാം ഒക്കെ വരാൻ മൗലീദും സലാത്തും മജ്ലിസുൻ നൂറും ദിക്റൊക്കെ രാത്രി പുറത്തേക്കുള്ള മൈക്കിട്ടിട്ട് ഉപയോഗിക്കുന്ന ഒഴിവാക്കണം. ബാങ്കിന് മാത്രം ഉപയോഗിച്ചാൽ മതി. ഇത് പറയുമ്പോൾ ആർക്ക് ഇഷ്ടപ്പെടും, അതൊന്നും വലിയ ഖൈറല്ല എന്ന് മനസ്സിലാക്കുക. മനസ്സിലായ
അപ്പൊ ആളുകൾ നിങ്ങളെ വേദ പറയുന്നില്ല അങ്ങനെ ചോദിക്കുക. അതിനൊക്കെ ഇതിനൊരു ഉത്തരം പറയാനില്ല. കാരണം ഞാനൊക്കെ പ്രത്യേകിച്ചിട്ട് മാർച്ച് മാസത്തിൽ എവിടെ ഡേറ്റ് കൊടുക്കാറില്ല. മാർച്ച് 10 മുതൽ 25 വരെ ഞാൻ ഡേറ്റ് കൊടുക്കാറില്ല. എന്ത് അത് എക്സാം നടക്കുന്ന സമയമാണ്. എത്രയോ ആളുകൾ വിളിക്കുക. ഞാൻ വിളിച്ച ആളുകളൊക്കെ പറയാറുള്ളത് എക്സാം നടക്കുന്ന സമയമാണ്. ആ സമയത്ത് വേദ വെക്കണ്ടെന്ന് പറയാറുള്ളത്. നമ്മളിങ്ങനെ വേദ അപ്പുറത്തൊരു വീട്ടിൽ പെണ്ണ് മാത്സ് എടുത്തിട്ട് പഠിക്കാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യും ഈ വേദത്തിന്റെ ഇടയിൽ പഠിക്കാൻ തന്നെ. അതുകൊണ്ട് മറ്റുള്ളവരെ ശല്യം ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. ഖുർആൻ പള്ളിയിൽ വെച്ച് നിങ്ങൾ ഓതുമ്പോൾ നിസ്കരിക്കുന്ന ഒരാൾക്ക് വസ്വാസ് ഉണ്ടായാൽ ഹറാമിന്റെ കുറ്റമാണ് അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നത്. ഹറാമാണ്. നിസ്കരിക്കുന്ന ഒരാൾക്ക് വസ്വാസ് ഉണ്ടാക്കുന്ന രീതിയിൽ ഖുർആൻ ഓതൽ ഹറാമാണ്. മൈക്കും വെച്ചിട്ട് നമ്മൾ ദിക്റും സലാത്തും ചൊല്ലുന്നതോ അപ്പുറത്തുള്ള ആളുകൾക്ക് ശല്യം ഉണ്ടായാലും അതുകൊണ്ട് നിസ്കരിക്കാൻ മൈക്ക് എന്നുള്ളത് ബാങ്ക് കൊടുക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കും. പുറത്തേക്കുള്ളത് പിന്നെ ഉള്ളിലേക്കുള്ളത്. അതുകൊണ്ട് സൂക്ഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ മറ്റുള്ളവരെ ശല്യം ചെയ്യാതെ സ്വന്തം ശരീരത്തെ കേൾപ്പിച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ഓതിയാൽ മാനസികമായ ശാരീരികമായ ആരോഗ്യം അല്ലാഹു നമ്മൾക്ക് നൽകും. 2 ഖിയാമുൽ ലൈൽ രാത്രിയായാൽ എണീറ്റ് നിസ്കരിക്കണം. ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നിങ്ങളോട്, ചെറുപ്പക്കാരികളെ, നിങ്ങളോട് NRCയും CAAയും നമ്മുടെ നാട്ടിൽ വന്നപ്പോ പ്രതിഷേധ സമരങ്ങളിൽ പങ്കാളികളായ നിങ്ങൾ എപ്പോഴെങ്കിലും രാത്രിയുടെ യാമങ്ങളിൽ അല്ലാഹുവിലേക്കൊന്ന് വളരെ നേരത്തെ എണീറ്റ് തഹജ്ജുദ് നിസ്കരിച്ചു ദുആ ചെയ്യാൻ ഈ നാട്ടിലുള്ള എത്ര ചെറുപ്പക്കാർ തയ്യാറായിട്ടുണ്ട്? ദുആ ചെയ്യാതെ പ്രതിഷേധ സമരത്തിൽ പോയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. എത്ര പ്രതിഷേധിച്ചില്ല. ഇതിനൊക്കെ പരിഹാരം തരേണ്ടത് അള്ളാഹുവാണ്. അള്ളാഹു പരിഹാരം തരണമെങ്കിൽ ദുആ ചെയ്യണം. ഇനി ദുആ മാത്രം ചെയ്തുകൊണ്ട് പരിഹാരം ഉണ്ടാവും? അതും ഉണ്ടാവില്ല. ദുആ മാത്രം ചെയ്തുകൊണ്ട് പരിഹാരം ഉണ്ടാവില്ല. സബബ് നമ്മൾ ഉണ്ടാക്കണം, കാരണങ്ങൾ നമ്മൾ കണ്ടെത്തണം. അതുകൊണ്ട് സമരങ്ങളിലേക്ക് പോകണം. സമരം നിർത്താനായിട്ടില്ല. പിൻവലിക്കുന്നത് വരെ നമ്മൾ സമരം ചെയ്യണം. ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം, ഇത് മുസ്ലിമിന്റെ പ്രശ്നമല്ല എന്ന് ഹിന്ദുക്കളും വാദിക്കും. നിങ്ങൾക്ക് ഇതിലൊരു ട്വിസ്റ്റ് അറിയോ? 19 ലക്ഷം ആളുകൾ ആസാമിൽ പെട്ടപ്പോ 5 ലക്ഷം മുസ്ലിമീങ്ങളും 14 ലക്ഷം ഹിന്ദുക്കളും. ഇതിന് വേറെ ട്വിസ്റ്റ് ഉണ്ട്. ഈ 14 ലക്ഷം ഹിന്ദുക്കൾക്ക് എപ്പോഴും ഇവർ പൗരത്വം കൊടുക്കാം? ഇവർ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്നോ വന്നവരാണ് എന്ന് തെളിയിക്കണം. 14 ലക്ഷത്തിൽ ഒരു അഭിപ്രായ പ്രകാരം എനിക്ക് ആകെ 72,000 ആളുകൾക്ക് ഇത് തെളിയിക്കാൻ പറ്റുന്നുള്ളൂ. ബാക്കിയുള്ള ആളുകൾക്ക് എങ്ങനെ പൗരത്വം കൊടുക്കും? മറുപടി ഇല്ല. വേറെ ഒരാളിൽ നിന്ന് കേട്ട് 3 ലക്ഷം ആളുകൾ തെളിയിച്ചിട്ടുണ്ട്. 3 ലക്ഷം ആളുകൾക്ക് ഇത് പറയാൻ പറ്റും. 3,72,000 അതിന്റെ കൃത്യമായ കണക്ക് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പൊ ബാക്കി 14 ലക്ഷം ആള് ഹിന്ദുക്കളാണ്. അവര് ഹിന്ദുക്കൾക്ക് എങ്ങനെ പൗരത്വം കൊടുക്കും? ഇവർക്ക് തെളിയിക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് വന്നതാണ്, ഞങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്നതാണെന്ന് തെളിയിക്കാൻ കഴിയണ്ടേ? തെളിയിച്ചാലല്ലേ 5 വർഷം നിന്നാലും കിട്ടുള്ളൂ. ഇനി എങ്ങനെ കൊടുക്കും അവർക്ക്? അതിന് തീരുമാനമില്ല. അതന്നെ ഇപ്പൊ കേരളത്തിലൊക്കെ വരാനുള്ളത് അതന്നെയാണ്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ എന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് എനിക്കറിയാം, എന്റെ ഉപ്പയുടെ സർട്ടിഫിക്കറ്റ് എനിക്കറിയാം. പക്ഷെ എന്റെ ഉപ്പാക്ക് എന്റെ ഉപ്പാന്റെ സർട്ടിഫിക്കറ്റ് അറിയില്ല. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എനിക്കറിയാം, എന്റെ ഉപ്പാന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എനിക്കറിയാം. പക്ഷെ എന്റെ ഉപ്പാക്ക് എന്റെ ഉപ്പാന്റെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയില്ല. അപ്പൊ ഞാൻ പൂരനില്ലാതെ. ഇങ്ങനെ നോക്കിയാൽ കേരളത്തിൽ 20 അല്ല, ഏകദേശം 30 കോടിയിൽ ഏകദേശം ബഹുഭൂരിഭാഗം ആളുകളും പുറത്താവും. അതിൽ ഹിന്ദുക്കളുണ്ടാവും, മുസ്ലിങ്ങളുണ്ടാവും. ഇവിടുത്തെ ഹിന്ദുക്കളിൽ ഏത് ഹിന്ദുവിനാ ഞാൻ പാകിസ്ഥാനിൽ നിന്ന് വന്നതാണെന്ന് തെളിയിക്കാൻ പറ്റുക? ഇവിടുത്തെ ഹിന്ദുക്കളിൽ ഏത് ഹിന്ദുവിനാ ഞാൻ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്നതാണെന്ന് തെളിയിക്കാൻ പറ്റുക? ആർക്കാ തെളിയിക്കാൻ പറ്റുക? നമ്മളെന്തായാലും പുറത്താണല്ലോ, പോട്ടെ. ബാക്കിയുള്ളവരെ എങ്ങനെ നിങ്ങൾ ഉള്ളിലാക്കും? അവരെ ഉള്ളിലാക്കാൻ എന്തെങ്കിലും അഫിഡവിറ്റ് കൊടുത്ത് ഉള്ളിലാക്കാൻ നമുക്കും കൊടുത്തൂടെ? ഞാൻ ഹിന്ദുവാണ്, എന്റെ പേര് മുസ്ലിം ആണെങ്കിൽ ഞാൻ മതം മാറിയിട്ടുണ്ട്, ഞാൻ ഹിന്ദുവാണെന്ന് അഫിഡവിറ്റ് കൊടുത്താൽ നമുക്കും പുറത്ത് കൊണ്ടുവരും. അതുകൊണ്ട് ഇത് മുസ്ലിമിനെ ബാധിക്കുന്ന പ്രശ്നമാണെന്ന് ആരും വിചാരിക്കേണ്ട. ഇത് ഹിന്ദുക്കളെ അടക്കം ബാധിക്കും, എല്ലാ ഹിന്ദുക്കളെയും ബാധിക്കും. അപ്പൊ ഇവര് തീരുമാനിച്ചു എന്നല്ലാതെ ഇത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം എന്നല്ല. ഇത്രയും കാലം ബാബരി മസ്ജിദ് എന്ന് പറഞ്ഞിട്ട് വോട്ട് പിടിച്ചു. ബാബരി മസ്ജിദ് നിങ്ങളുടെ തീരുമാനമായി. ഇനി വോട്ട് പിടിക്കാൻ എന്തെങ്കിലും വേണ്ടേ? മുസ്ലിമിനെ ഇന്ത്യനെ തമ്മിൽ തല്ലിച്ചാലല്ലേ ഒരു വോട്ട് ബാങ്ക് കിട്ടുള്ളൂ. അതിങ്ങനെ 10-25 വർഷം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്ലാൻ. ഇതൊന്നും നടപ്പിലാക്കാൻ പോകുന്ന വിഷയമൊന്നുമല്ല. ഇതൊന്നും നടപ്പിലാക്കാൻ കഴിയൂല. 100 വർഷമായി ആസാമിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുവരെ നടപ്പിലായിട്ട് ആസാമിൽ ഇന്നും തീരുമാനമായിട്ടില്ല. എന്താക്കണം? 100 വർഷം. ഇപ്പൊ ഇന്നലെ തീരുമാനം വന്നത്. ആസാമിൽ 100 വർഷം ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ ഒരു തീരുമാനമായിട്ട് ഇത് എന്ത് ചെയ്യണം എന്നുള്ള തീരുമാനം ഇന്നുവരെ ആയിട്ടില്ല. അതുകൊണ്ടാ പ്രിയമുള്ളവരെ ഞാൻ പറയുന്നത്, നമ്മൾ അല്ലാഹുവിലേക്ക് ദുആ ചെയ്യണം. രാത്രിയായാൽ തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് എത്ര ചെറുപ്പക്കാർ തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് ഇരുകരങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. മുമ്പ് സ്ഥിരമായിട്ട് നിസ്കരിക്കുന്ന ആളെ കുറിച്ചല്ല, പുതിയതായിട്ട് ആരാ മാറിയത്?
പുതിയതായിട്ട് എന്തിനാ ഈ പരീക്ഷണങ്ങളൊക്കെ? അള്ളാഹുവിലേക്ക് മടങ്ങാനാണ് അള്ളാഹു പരീക്ഷണങ്ങൾ നൽകുന്നത്. അള്ളാഹുവിലേക്ക് മടങ്ങാൻ അള്ളാഹു പരീക്ഷണങ്ങൾ നൽകുന്നത്. അള്ളാഹു പറഞ്ഞാണ് എന്തേ നിങ്ങൾക്ക് എന്റെ പരീക്ഷണങ്ങൾ ഉണ്ടായപ്പോൾ എന്നിലേക്ക് വിനയാന്വിതരായി മടങ്ങാത്തതെന്തേ? അള്ളാഹു ചോദിക്കാൻ. എന്റെ പരീക്ഷണങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വന്നപ്പോൾ എന്തേ നിങ്ങൾ താണുകേണ് വിനയാന്വിതരായി ദുആ ചെയ്ത് എന്നിലേക്ക് മടങ്ങാത്തത്? നിങ്ങൾ മടങ്ങൂല അല്ലാഹു പറയാണ്. നിങ്ങളുടെ ഹൃദയം അഹങ്കാരികളുടെ ഹൃദയമായി മാറി, കാഠിന്യമുള്ള ഹൃദയമായി, കല്ലുകളെക്കാളും കടുത്തതായി മനുഷ്യന്റെ ഹൃദയം. പക്ഷേ കല്ലുകളിൽ കരയുന്ന കല്ലുകളുണ്ട് എന്നാണ് അല്ലാഹു പറഞ്ഞത്. കല്ലുകൾ പോലും ഇടയ്ക്കിടെ കരയുന്നുണ്ട്, മനുഷ്യനത് തയ്യാറാകുന്നില്ല. അപ്പൊ നമ്മുടെ കാഠിന്യമുള്ള ഹൃദയമായതുകൊണ്ട് അല്ലാഹു തആല ഈ ഒരു തീരുമാനം പെട്ടെന്ന് പിൻവലിക്കുമെന്നാരും വിചാരിക്കേണ്ട. അത് പിൻവലിക്കണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഈ ആദൂരിലുള്ള ഈ നാട്ടുകാരിൽ 100ൽ 60% ആളുകളെങ്കിലും തഹജ്ജുദ് നിസ്കരിച്ച് അല്ലാഹുവിലേക്ക് ദുആ ചെയ്യാൻ തയ്യാറാവണം. 60% എല്ലാവരും നന്നാകുന്ന കാലം ഉണ്ടാവില്ല, എല്ലാവരും തഹജ്ജുദ് നിസ്കരിക്കുന്ന കാലം ഉണ്ടാവില്ല. 60% നന്നാവണം. എങ്കിൽ അദൂരെന്നല്ല, നമ്മുടെ നാട്ടിൽ മൊത്തം ഒരു 60% ആളുകളെങ്കിലും ഖിയാമുൽ ലൈൽ രാത്രിയായാൽ തഹജ്ജുദ് നിസ്കരിക്കണം. മൂന്നാമത്തേത് പറഞ്ഞത് അത്താഴ സമയം കഴിഞ്ഞാൽ അല്ലാഹുവിലേക്ക് താണുകേണ് വിനയാന്വിതനായി ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം. നാലാമതായി പറഞ്ഞത് വയറ് നിറയെ ഭക്ഷണം കഴിക്കണ്ട, നേരത്തെ സൂചിപ്പിച്ചല്ലോ, വയറ് പട്ടിണി കിടണം. അഞ്ചാമത്തേത് സ്വാലിഹീങ്ങളായ ആളുകളെ ചങ്ങാതിമാരാക്കണം. നേരത്തെ പറഞ്ഞില്ലേ, എന്താ ഒരാൾ മയക്കുമരുന്നിലേക്ക് പോകൽ എങ്ങനെ? ചങ്ങാതിയിലൂടെയാണ്. സീസർ വലിക്കുന്നത് എങ്ങനെ? സ്കൂൾ പുസ്തകത്തിൽ സീസർ വലിക്കണമെന്നില്ല. ചങ്ങാതി വലിക്കുമ്പോ ചങ്ങാതി പറയും ഒന്ന് ടേസ്റ്റ് നോക്കടാന്ന് പറയും. അപ്പൊ ടേസ്റ്റ് നോക്കും, ടേസ്റ്റ് നോക്കി ആൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഇങ്ങനെ ഫസ്റ്റ് ഒന്നും വലിക്കില്ല. ടൂറൊക്കെ പോയാലാണ് ആദ്യം വലിക്കൽ. എങ്ങനെയാണ്? ടൂറൊക്കെ പോകുമ്പോ ചങ്ങാതിമാർ എന്നിട്ട് ഇങ്ങനെ സീസർ വലിക്കും. പിന്നെ അവന് സീസറൊക്കെ വിളിച്ചാൽ ഞാൻ ഭയങ്കര സംഭവം തോന്നും. സ്കൂളിലൊക്കെ പോയിട്ട് പറയും ഞാൻ സീസറൊക്കെ വിളിക്കലുണ്ട് കേട്ടോ എന്ന് പറയും. ഈ ഭയങ്കര ഉഷാറില്ലെന്ന് പറഞ്ഞിട്ട് ആളുകളൊക്കെ അയാളെ ബഹുമാനിക്കും. സ്കൂളിലൊക്കെ വില്ലന്മാർക്കാണ് താരപരിവേഷം. പഠിക്കുന്ന അച്ചടക്കമുള്ള ആളുകൾക്ക് ഒരു വിലയില്ല സ്കൂളിൽ. കള്ളു കുടിച്ചോ? കള്ളു കുടിച്ചാൽ പിന്നെ ഒന്നും കൂടി അയാളുടെ ദറജ കൂടി. കഞ്ചാവ് പിന്നെ പറയണ്ട. ഈ രീതിയിൽ തിന്മകളോട് നമ്മുടെ ചെറുപ്പക്കാർക്ക് താല്പര്യം വരുന്നത് സൗഹൃദ ബന്ധങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് തിന്മകളിൽ പെടാതിരിക്കാൻ സ്വാലിഹീങ്ങളായ ആളുകളുടെ കൂടെ ജീവിക്കണമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി പെട്ടുപോയ ആളുകൾക്ക് നന്നാവണമെന്ന് തോന്നുന്നുണ്ടോ? ലഹരിയുടെ അഡിക്ഷൻ വന്നു പോയവർ, പുകവലിയുടെ ശീലമുള്ളവർ, കള്ളുകുടി, വ്യഭിചാരം പോലെയുള്ള തെറ്റുകളിൽ പെട്ടുപോയ ആളുകൾക്കൊരു മാറ്റം വേണമെന്നുണ്ടെങ്കിൽ നാട്ടിലുള്ള ഏറ്റവും സ്വാലിഹീങ്ങളായ ആളുകളുടെ കൂടെ കൂടണം. ചങ്ങാതിമാർ തമ്മാടിക്കൂട്ടങ്ങളെ ഒഴിവാക്കി നല്ല ചങ്ങാതിമാരുടെ കൂടെ ജീവിക്കാൻ തുടങ്ങിയാൽ അല്ലാഹു തആല നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് മാനസികമായ കരുത്തു നൽകുമെന്നാണ് ഇബ്രാഹിമുൽ ഖവ്വാസ് തങ്ങൾ പറഞ്ഞത്. ഞാൻ നിർത്തുകയാണ്. 5 കാര്യങ്ങളാണ് ഇവിടെ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഇബ്രാഹിമുൽ ഖവ്വാസ് തങ്ങൾ സൂചിപ്പിച്ചത് 5 കാര്യമാണ്. 1 മാനസികമായ ആരോഗ്യം, 2 ശാരീരികമായ ആരോഗ്യം. അഥവാ നിങ്ങൾ പരിശുദ്ധമായ ഖുർആൻ ശരീരത്തെ കേൾപ്പിച്ചുകൊണ്ട് വളരെ ഭംഗിയായി ഓതണം. രാത്രിയായാൽ തഹജ്ജുദ് നിസ്കരിക്കണം. തഹജ്ജുദ് കഴിഞ്ഞാൽ സുബഹി ബാങ്ക് കൊടുക്കുന്നത് വരെ എല്ലാ നൊമ്പരങ്ങളും വേദനകളും ആവലാദികളും വേവലാദികളും ഇരു കൈകളും ഉയർത്തി അല്ലാഹുവിലേക്ക് ദുആ ചെയ്യണം. എങ്കിലും ഹൃദയം ശുദ്ധിയാവും. പിന്നെ വേറെ തിന്നുന്നത് കുറക്കാം. തിന്നുന്നത് കൂടുമ്പോഴാണ് ലൈംഗിക ആസക്തി ഉണ്ടാവുന്നത്. അവസാന കാലഘട്ടത്തിലെ മുഅ്മിനി മുസ്ലിമീങ്ങൾക്ക് 2 ചിന്തയേ ഉണ്ടാവുള്ളൂ. അൽ ബത്നു വൽ ഫർജു. തിന്ന, ഭുജിക്ക, ഭോഗിക്ക. തിന്ന, വ്യഭിചരിക്കുക. ഈ ചിന്ത ഉണ്ടാവുള്ളൂ. ഭക്ഷണം വേറെ കഴിക്കുക, ഹറാം ചെയ്യുക. ഈ ചിന്ത ഉണ്ടാവുള്ളൂ.
അല്ലാഹു സുബ്ഹാനഹു. അപ്പൊ തീറ്റ കുറച്ച് ശരീരത്തിന്റെ ആരോഗ്യം നിയന്ത്രിക്കുക, പിന്നെ സ്വാലിഹീങ്ങളുടെ കൂടെ കൂടെ, ഇതൊക്കെയാണ് വളരെ പ്രധാനമായി നമ്മൾ ചെയ്യേണ്ടത്. സൗഹൃദ ബന്ധം വളരെ പ്രധാനമാണ്. നാളെ മഹ്ശറിലെത്തിയാൽ അക്രമികൾ ഇങ്ങനെ നഖം കടിക്കുന്ന, എപ്പോഴും ഒരാൾ നഖം കടിക്കുക, ടെൻഷൻ വരുമ്പോഴാണ് നഖം കടിക്കുക. ويوم يعض الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا. അക്രമികളായ ആളുകൾ നഖം കടിച്ചുകൊണ്ട് വേദനയോടെ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ മഹാന്മാരായ ദൂതന്മാരെ അനുസരിച്ചിരുന്നുവെങ്കിലെന്ന്, ദൈവദൂതന്മാരെ അനുസരിച്ചിരുന്നുവെങ്കിൽ, അവരെ പരിഗണിച്ചിരുന്നുവെങ്കിലെന്ന് അവരിങ്ങനെ നഖം കടിച്ചുകൊണ്ട് പറയും, യാ വൈലതാ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. എന്നാൽ ഇന്ന് ചങ്ങാതിയെ കൂടെ കൂട്ടിയത് കൊണ്ടാണല്ലോ ഞാൻ തോറ്റുപോയത്. ആ ചങ്ങാതി എനിക്ക് വേണ്ടായിരുന്നു. സ്കൂളിൽ നിന്ന് പരിചയപ്പെട്ടത്, സോഷ്യൽ മീഡിയയിൽ നിന്ന് പരിചയപ്പെട്ടത്, ഇൻസ്റ്റയിലൂടെ, ഫേസ്ബുക്കിലൂടെ, വാട്സപ്പിലൂടെ ബന്ധം സ്ഥാപിച്ചതാണല്ലോ എന്റെ പരാജയത്തിന്റെ കാരണം. ആ ചങ്ങാതിയെ ഞാൻ എന്റെ കൂട്ടുകാരനാക്കിയിരുന്നുവെങ്കിൽ ഞാൻ രക്ഷപ്പെടുമായിരുന്നു എന്ന് നാളെ മഹ്ശറാലോകത്ത് പറയും. അയാളാണല്ലോ എന്നെ വഴി പിഴപ്പിച്ചത്. പിശാചാണ് മുഅ്മിനീങ്ങളെ മനുഷ്യന്റെ എല്ലാ വഴികേടിനും നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് പിശാചിന്റെ, മനുഷ്യരായ ചില പിശാചുക്കളുണ്ട്, അവരുടെ കൂട്ടുകെട്ടിൽ നിന്നൊന്നും മാറി നിന്നിട്ട് നല്ലവരായ സ്വാലിഹീങ്ങളായ ആളുകളുടെ കൂടെ നിൽക്കുക. എങ്കിൽ യജിദു ഹലാവത്തുൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം ഉണ്ടാകും. ആർക്കാ ഈമാനിന്റെ മാധുര്യമുണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഏതാ? ഒന്ന്, മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ, അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടാവുക. വഅയ്യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. ഒരാളെ സ്നേഹിക്കുക, ആ സ്നേഹിക്കുന്നത് അല്ലാഹുവിന്റെ മാർഗത്തിലാവുക. ചങ്ങാതിമാരൊക്കെ സ്നേഹിക്കുന്നത് പൈസയുടെ പേരിലോ സ്ഥാനമാനങ്ങളുടെ പേരിലോ എൻജോയ്മെന്റിന് വേണ്ടിയിട്ടോ തെറ്റുകൾ ചെയ്യാനോ ആവരുത്. വഅയ്യുഹിബ്ബൽ മർഅ, ഒരാളോട് സ്നേഹിക്കേണ്ടത് അല്ലാഹുവിന്റെ മാർഗത്തിലാവുക. പിന്നെ തന്റെ സുഹൃത്തൊരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് വെറുപ്പുണ്ടാവും. അവനൊരു തെറ്റ് ചെയ്യുമ്പോൾ നരകത്തിലേക്ക് വീഴല്ലോ പഠിച്ചോനെ എന്ന ഒരു ബേജാറോടുകൂടി സുഹൃത്തുക്കളൊക്കെ തെറ്റിൽ നിന്ന് പിരിക്കുക, തെറ്റിൽ നിന്ന് തിരുത്തുക, എന്നിട്ട് നല്ല രീതിയിലേക്ക് അവരെ കൊണ്ടുവരിക. ഈ മൂന്ന് കാര്യങ്ങളുള്ള ആളുകൾക്ക് ഈമാനിന്റെ മാധുര്യം ഉണ്ടാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം KL14 7742 ആൾട്ടോ വണ്ടി എടുത്തു മാറ്റാൻ ആവശ്യപ്പെടുന്നുണ്ട്. എവിടെയാണോ ഇൻഷാ അല്ലാഹ് എടുത്തു മാറ്റാൻ